ഒരു ഹാർട്ട് ഇട്ടേടാ മക്കളെ. എന്നെ കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടെങ്കിൽ ഒരു തീയോ ഒരു ഹാർട്ടോ ഒരു തംസപ്പോ ഇട്ടേടാ മക്കളെ. പോരട്ടെ. കുറേ നാളെ നമ്മൾ കണ്ടിട്ട് സാറിന് കുറച്ച് നാൾ വയ്യാതിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ കാരണം ഞാൻ നിങ്ങളെ മിസ്സായി. നിങ്ങൾ എന്നെ മിസ്സായോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ കുറേ നാളായി കണ്ടിട്ട്. ഐ ഹോപ്പ് ഓൾ മൈ ഡിയർ ചാമ്പ്യൻസ് ആർ സ്റ്റേയിങ് ഹെൽത്തി, ഹാപ്പി, മോട്ടിവേറ്റഡ്, ബ്ലെസ്ഡ് ആൻഡ് ഫിയർലെസ്. സുഖമായിട്ടിരിക്കുന്നു, സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ച് അടിപൊളിയായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. റിപ്പോർട്ട്സൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാവരും ബി മോട്ടിവേറ്റഡ്. ഓക്കെ, ഏറ്റവും നല്ല കോളേജിൽ എത്തുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ തന്നെ മുന്നോട്ട് പോവുക. അത് ഇടയ്ക്ക് വെച്ച് കൈവിടല്ല മക്കളെ. ഓക്കെ, അവസാന നിമിഷം നമ്മളൊക്കെ കൂടെയുണ്ട്. സോ കീപ് മാർച്ചിങ് ഫോർവേഡ്. ഓക്കെ, അപ്പം എല്ലാവരും സുഖമാണ് മക്കളെ, സുഖമാണ്. എല്ലാവർക്കും ഹായ് 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 ഹായ്. കുറേ നാളായി കണ്ടിട്ട് അല്ലേ. അപ്പം നമുക്ക് നേരെ ക്ലാസ് തുടങ്ങാം. കെമിക്കൽ ബോണ്ടിങ് എന്ന അതിമനോഹരമായ നീറ്റ് JEE എക്സാമിനേഷൻസ്. നീറ്റ് എക്സാമിനേഷൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് വൺ ഓഫ് ദ ഫണ്ടമെന്റൽ ചാപ്റ്റേഴ്സ് അല്ലേ. കാരണം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ ചാപ്റ്റേഴ്സും. ഓർഗാനിക് കെമിസ്ട്രിയിൽ എല്ലായിടത്തും ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. സോ ഇറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. സോ ലെറ്റ് us സ്റ്റാർട്ട്. കെമിക്കൽ ബോണ്ടിങ് ശ്രദ്ധിച്ച് കേൾക്കുക. കുറേ ട്രിക്സും ടെക്നീക്സ് ഒക്കെ സാറിന് പഠിപ്പിച്ചു തരും. ഓക്കെ, കുറേ ട്രിക്സും ടെക്നീക്സ് ഒക്കെ പഠിപ്പിച്ചു തരും. ശ്രദ്ധിച്ച് കേൾക്കണം എൻ്റെ മക്കൾ. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു കെമിക്കൽ ബോണ്ടിങ്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും നോക്കുക. ആദ്യത്തെ തിയറി എന്ന് പറയുന്നത്, തിയററ്റിക്കലായിട്ട് സാർ ഒരു കാര്യം പറയട്ടെ. വാട്ട് ഈസ് എ പേർപ്പസ് ഓഫ് കെമിക്കൽ ബോണ്ട് ഫോർമേഷൻ? ഒരു കെമിക്കൽ ബോണ്ട് എന്നാൽ എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. A chemical bond is nothing but a force of attraction. അല്ലേ? What is the purpose of a chemical bond? For example, ഒരു ഹൈഡ്രജനും വേറെ ഹൈഡ്രജനും നിൽക്കുകയാണ്. അവർക്ക് അങ്ങനെ സിംഗിൾ ആയിട്ട് നിന്നൂടെ? എന്തിനാണ് അവരിങ്ങനെ കല്യാണം കഴിക്കുന്നത്? ഹൈഡ്രജൻ കമ്പൈൻ ചെയ്ത് H2 ആവുന്നത്? എന്തിനാണ് രണ്ട് ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് H2O ആവുന്നത്? വാട്ട് ഇസ് ദ റീസൺ ഫോർ ദാറ്റ്? ആദ്യത്തെ തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ, ടു അറ്റൈൻ സ്റ്റെബിലിറ്റി due to force of attraction between atoms, potential energy decreases, stability increases. എല്ലാവരും നോക്കിക്കേ മക്കളെ, ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ. ഞാനിപ്പോൾ രണ്ട് ഹൈഡ്രജൻ ആറ്റം എടുത്തു എന്ന് വിചാരിക്കുക. which is very far from each other. Let us say it is very far from each other. ഓക്കെ, ഈ റെഡ് മാർക്ക് ചെയ്തേക്കണ ഇലക്ട്രോൺ ആണ്, ന്യൂക്ലിയസ് ഉണ്ട്. ഇറ്റ് ഈസ് വെരി ഫാർ ഫ്രം ഈച്ച് അതർ. ഇപ്പോൾ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് വെരി ഫാർ ആണെന്ന് വിചാരിക്കുക. ഇതൊക്കെ കേൾക്കുക കേട്ടോ മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഇമാജിൻ ദിസ് ഈസ് വെരി ഫാർ ഫ്രം ഈച്ച് അതർ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ ടു 0. ഇത് ഓർത്ത് വയ്ക്കുക. അതായത് രണ്ട് മോളിക്യൂൾസ് അല്ലെങ്കിൽ രണ്ട് ആറ്റംസ് ഇഫ് ദേ ആർ വെരി ഫാർ ഫ്രം ഈച്ച് അതർ, അവർ തമ്മിൽ ഇൻറ്ററാക്ഷൻസ് ഉണ്ടാവില്ല. അതായത് ന്യൂക്ലിയർ റിപ്പൾഷൻസും ഉണ്ടാവില്ല, ഇലക്ട്രോൺ റിപ്പൾഷൻസ് ഉണ്ടാവില്ല. ഈ ഇലക്ട്രോണിനെ ഈ ന്യൂക്ലിയസ് അട്രാക്ട് ചെയ്യില്ല, ഈ ഇലക്ട്രോണിനെ ഈ ന്യൂക്ലിയസ് അട്രാക്ട് ചെയ്യില്ല. കാര്യം അത്രയും ദൂരത്താണ് നിൽക്കുന്നത്. സോ പൊട്ടൻഷ്യൽ എനർജി 0. ഇനി അവന്മാർ അടുത്തേക്ക് വരികയാണ്. ഇമാജിൻ ദേ ആർ കമ്മിങ് ക്ലോസർ. ഇമാജിൻ അവന്മാർ അടുത്തേക്ക് വരികയാണ്. അവന്മാർ അടുത്തേക്ക് വരുമ്പോൾ എന്ത് പറ്റും മക്കളെ? വി നോ ദാറ്റ് attractive forces dominate ചെയ്യുന്നു. അട്രാക്റ്റീവ് ഫോഴ്സസ് ഡോമിനേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അവർ അടുത്തേക്ക് വരുന്നത്. അട്രാക്റ്റീവ് ഫോഴ്സസ് ഡോമിനേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? പൊട്ടൻഷ്യൽ എനർജി എന്താവും? പൊട്ടൻഷ്യൽ എനർജി ബിക്കംസ് നെഗറ്റീവ്. 0-ൽ നിന്നാണല്ലോ തുടങ്ങിയത്. നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ മക്കളെ. ഞാനിപ്പോൾ ഈ ഫോൺ എടുത്ത് മേളിൽ നിന്ന് താഴത്തേക്ക് എറിഞ്ഞു. ഭൂമിയുടെ അടുത്തേക്ക് വരുമ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സസ് കൂടുകയാണ് അല്ല, ഭൂമിയുടെ അടുത്തേക്ക് വരുമ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സസ് കൂടുന്നു, പൊട്ടൻഷ്യൽ എനർജി കുറയുന്നു. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻസ് ഓവർ ഹിയർ. ഇവിടെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അല്ല, ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയാണ്. അവിടെ അടുത്തേക്ക് വരുമ്പോൾ ബേസിക്കലി ഈ ന്യൂക്ലിയസ്, എല്ലാവരും ശ്രദ്ധിക്കുക മക്കളെ, ഈ ന്യൂക്ലിയസ് ഈ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യുന്നു, ഈ ന്യൂക്ലിയസ് ഈ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യുന്നു. സോ അട്രാക്റ്റീവ് ഫോഴ്സസ് ഇൻക്രീസസ്. നെറ്റ് അട്രാക്റ്റീവ് ഫോഴ്സസ്, റിപ്പൾഷനും ഉണ്ടാവും, പക്ഷേ നെറ്റ് അട്രാക്റ്റീവ് ഫോഴ്സസ് ആണ്, അത് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ബേസിക്കലി പൊട്ടൻഷ്യൽ എനർജി കുറയും. ബിക്കോസ് വെൻ അട്രാക്ഷൻസ് ആർ ദെയർ, പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസസ്. എവിടെ നിന്നാണ് തുടങ്ങിയത്? 0-ൽ നിന്ന് തുടങ്ങി. അവിടെ നിന്ന് കുറയുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് നെഗറ്റീവ്.
ഫൈനലി എന്ത് പറ്റും മക്കളെ? ഫൈനലി എന്ത് പറ്റും? ഫൈനലി ദേ ഫോം എ ബോണ്ട്. ഫൈനലി ദേ ഫോം എ ബോണ്ട്. ഇപ്പം ഞാൻ കോവേലൻ ബോണ്ടിനെ കുറിച്ചാണ് പറയണമെന്ന് വിചാരിക്കുക. ഫൈനലി ദേ ഫോം എ ബോണ്ട്. ഈ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ എല്ലാവരും നോക്കിക്കേ മക്കളെ, ഈ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ഈ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾക്കറിയാം കോവേലൻ ബോണ്ട് ആണെങ്കിൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഒക്കെ നടക്കും. ബോണ്ട് ഫോമേഷൻ നടക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജിക്ക് എന്ത് പറ്റും? പൊട്ടൻഷ്യൽ എനർജി ഇസ് മിനിമം. പൊട്ടൻഷ്യൽ എനർജി ഇസ് മിനിമം. പൊട്ടൻഷ്യൽ എനർജി ഇസ് മിനിമം. അതായത് ഈ പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞ് ഒരു പോയിന്റ് എത്തുമ്പോൾ ആ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആവും. അപ്പം നിങ്ങൾ ചോദിക്കും സാർ അവിടെ നിന്ന് വീണ്ടും അവരടുത്തേക്ക് വരികയാണെങ്കിലോ? അവിടെ നിന്ന് വീണ്ടും അവരടുത്തേക്ക് വരികയാണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ റിപ്പൾഷൻസ് പതിയെ കൂടാൻ തുടങ്ങും. അപ്പോൾ റിപ്പൾഷൻസ് കൂടുമ്പോൾ എനർജി കൂടും. സോ പൊട്ടൻഷ്യൽ എനർജി സീറോയിൽ നിന്ന് തുടങ്ങി പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞ് ഒരു മിനിമം വാല്യൂ എത്തും. അവിടെയാണ് ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത്. സോ ഇത് ഗ്രാഫിക്കലി എല്ലാവരും നോക്കുക മക്കളെ. ഗ്രാഫിക്കലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ട് ആറ്റംസ് ഇവിടെ ഉണ്ട്. Let us say they are very far from each other. ഇവിടെ let us say they are very far from each other ആണ്. ഓക്കെ, അപ്പോൾ വൈ ആക്സിസിൽ സാർ എന്താ പ്ലോട്ട് ചെയ്തേക്കണേ? വൈ ആക്സിസിൽ നോക്കിയ മക്കളെ എനർജിയാണ് പ്ലോട്ട് ചെയ്തേക്കണേ, പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ വെരി ഫാർ ഫ്രം ഈച്ച് അതർ ആണെങ്കിൽ എക്സ് ആക്സിസിൽ എന്താ? എക്സ് ആക്സിസിൽ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് നോക്കുക കേട്ടോ. എക്സ് ആക്സിസിൽ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ്, അതായത് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. വൈ ആക്സിസിൽ എനർജി. അപ്പോൾ ഈ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് വെരി ഫാർ ആണെങ്കിൽ എനർജിയുടെ വാല്യൂ നോക്കിയേ സീറോയുടെ അടുത്താണ്. സീറോയുടെ അടുത്ത്. പൊട്ടൻഷ്യൽ എനർജി ഈസ് ക്ലോസ് ടു സീറോ. അത് കഴിഞ്ഞ് അവരടുത്തേക്ക് വരുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്ത് പറ്റുന്നു? കുറഞ്ഞ് നെഗറ്റീവിലേക്ക് വരുന്നു. നോക്കിയേ, ഇതാണ് പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു സീറോ. പൊട്ടൻഷ്യൽ എനർജി അവരടുത്തേക്ക് വരുമ്പോൾ കുറഞ്ഞ് ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആവും. So I can say that ഈ particular പോയിന്റിലെ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ്, ലെറ്റ് us say ഈ particular പോയിന്റിലെ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് 74 ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഹൈഡ്രജന്റെ കേസിൽ ബോണ്ട് ലെങ്ത് 74 ആണ്. സോ ഇത് 74 ആണെങ്കിൽ ഐ ക്യാൻ സേ ദാറ്റ് ദിസ് 74 ഇസ് ദ ബോണ്ട് ലെങ്ത്. ബോണ്ട് ലെങ്ത് എന്ന് വെച്ചാൽ എന്താ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ന്യൂക്ലിയർ. ഓക്കെ, അവിടെ നിന്ന് വീണ്ടും നിങ്ങൾ അവരെ ക്ലോസ് ആക്കി, അവിടെ നിന്ന് വീണ്ടും നിങ്ങൾ പുഷ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും? പൊട്ടൻഷ്യൽ എനർജി കൂടുകയാണ് ചെയ്യുന്നത്. കാര്യം അവിടെ നിന്ന് നിങ്ങൾ വീണ്ടും പുഷ് ചെയ്യുമ്പോൾ ന്യൂക്ലിയർ റിപ്പൾഷൻസ് കൂടും, പൊട്ടൻഷ്യൽ എനർജി കൂടും. സോ ഇവിടെ നിൽക്കും, ഇവിടം കൊണ്ട് ബോണ്ട് ഫോർമേഷൻ നടക്കും. അപ്പം നിങ്ങൾ ചോദിക്കും സാർ ഇതൊക്കെ ഇത്രയും പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നോക്കുക. ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ ഒരു ഗ്രാഫ് തരും. അവരിങ്ങനെ ഒരു പൊട്ടൻഷ്യൽ എനർജി ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് എക്സ് ആക്സിസിലും പൊട്ടൻഷ്യൽ എനർജി വൈ ആക്സിസിലും, എന്നിട്ട് ഇങ്ങനെ ഒരു ഗ്രാഫ് തരും. എന്നിട്ട് അവർ ഇങ്ങനെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യും. ലെറ്റ് us say this is equal to 208 picometer. എന്നിട്ട് അവർ ചോദിക്കും വാട്ട് ഇസ് ദ ബോണ്ട് ലെങ്ത് ഓഫ്, ലെറ്റ് us say ഇങ്ങനെ ഒരു ആറ്റം, ഇങ്ങനെ ഒരു മോളിക്യൂൾ ആണ്. വാട്ട് ഇസ് ദ ബോണ്ട് ലെങ്ത് ഓഫ് A2? അപ്പോൾ നിങ്ങൾ നോക്കണം, വേർ ഇസ് പൊട്ടൻഷ്യൽ എനർജി മിനിമം? 208 ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് 208 ആവുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആണ്. അവിടെയാണ് ദാറ്റ് ഇസ് എ ബോണ്ട് ലെങ്ത്. അവർക്ക് വേറൊരു ചോദ്യം ചോദിക്കാം, വാട്ട് ഇസ് എ പൊട്ടൻഷ്യൽ എനർജി? അവർക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനൊരു പോയിന്റ് നോട്ട് ചെയ്യാം. ലെറ്റ് us say അവർ ഇങ്ങനൊരു പോയിന്റ് നോട്ട് ചെയ്തു, ഇങ്ങനൊരു പോയിന്റ് പറഞ്ഞു. ലെറ്റ് us say this point is P. What is the potential energy at point P? What is the potential energy at point P? 0, because it is very far. Internuclear distance is very far. ആ രണ്ട് ആറ്റംസും നല്ല ദൂരെയാണ്, അവർ തമ്മിൽ ഇന്ററാക്ഷൻസ് ഒന്നുമില്ല. സോ അറ്റ് ദാറ്റ് പോയിന്റ് ഇറ്റ് ഇസ് ഈക്വൽ ടു 0. ഗോട്ട് ഇറ്റ്? ഫൈൻ മക്കളെ, ഓക്കെ ആണോ മക്കളെ? ഗോട്ട് ഇറ്റ്? ഓക്കെ. പിന്നെ അവർക്ക് വേറൊരു ചോദ്യം ചോദിക്കാം, വൈ ഇസ് ദ പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ്? Because net attractive forces is dominating. ഇതൊക്കെ ഓർത്ത് വെക്കുക. ഈ ഒറ്റ ഗ്രാഫിൽ നിന്ന് നെക്സ്റ്റ് പോയിന്റ് എന്താ? വൈ ഇസ് പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ്? ബിക്കോസ് അവരടുത്തേക്ക് വരുമ്പോൾ നെറ്റ് അട്രാക്റ്റീവ് ഫോഴ്സസ് ആർ ഡോമിനേറ്റിംഗ്. അപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സസ് ഡോമിനേറ്റിംഗ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ് ആണ്. മനസ്സിലായോ മക്കളെ? ഗോട്ട് ഇറ്റ്? അപ്പോൾ ഇത്തരം 3-4 ടൈപ്പ് ചോദ്യങ്ങൾ ഈ ഗ്രാഫിൽ നിന്ന് അവർക്ക് ചോദിക്കാം. സോ ബേസിക്കലി വൈ ഇസ് ബോണ്ട് ഫോർമേഷൻ ഹാപ്പനിങ്? ബിക്കോസ് it decreases the potential energy and increases stability. എനർജി കുറയുമ്പോൾ സ്റ്റെബിലിറ്റി കൂടുന്നു. പക്ഷേ ഇത് തന്നെ
ലൂയിസ് എന്ന സയന്റിസ്റ്റ്, കോസൽ ലൂയിസ് എന്ന സയന്റിസ്റ്റ്, അവരുടെ എക്സ്പെരിമെന്റ്സ് വെച്ചിട്ട് they proposed another theory. അവർ പറഞ്ഞു atoms can combine either by transfer of valence electrons from one atom to another, that is by gaining or losing, or sharing of valence electrons in order to have an octet in their valence shell. അവർ പറഞ്ഞു molecules are formed അല്ലെങ്കിൽ atoms combine to attain noble gas configuration. അവർ നോക്കുമ്പോൾ എന്താ, നോബിൾ ഗ്യാസസ് ഒക്കെ ഭയങ്കര സ്റ്റേബിൾ, ഇപ്പൊ ഹീലിയം, നിയോൺ, ആർഗൺ, അവന്മാരൊക്കെ ഭയങ്കര സ്റ്റേബിൾ, ഇവന്മാർ റിയാക്ട് ചെയ്യുന്നില്ല. അപ്പൊ അവന്മാർ ആലോചിച്ചു സാധാരണ ആറ്റംസും ഈ നോബിൾ ഗ്യാസിനെ കണ്ടല്ലേ പഠിക്കുക, സാധാരണ ആറ്റംസ് എന്ത് ചെയ്യും, ഈ നോബിൾ ഗ്യാസിനെ പോലെ ആവാൻ ശ്രമിക്കും. അവർ കമ്പൈൻ ചെയ്തിട്ട് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ വരുത്താൻ നോക്കും. ഫോർ എക്സാമ്പിൾ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ F2ന്റെ കേസ് എടുക്കുക. ഫ്ലൂറിൻ നിങ്ങൾക്കറിയാം, ഫ്ലൂറിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2 2s2 2p5 ആണ് അല്ലേ. അതായത് 2 ഇലക്ട്രോൺ 2sലുണ്ട്, 5 ഇലക്ട്രോൺ 2pയിലുണ്ട്. സോ ബേസിക്കലി 1 ഇലക്ട്രോണും കൂടി കിട്ടിയാൽ മൊത്തത്തിൽ 8 ഇലക്ട്രോൺ ആവും. അപ്പോൾ ബേസിക്കലി എന്ത് ചെയ്യും, 2 ഫ്ലൂറിൻ ഒരുമിച്ച് വരും, 2 ഫ്ലൂറിൻ ഒരുമിച്ച് വരും അല്ലേ മക്കളെ. 2 ഫ്ലൂറിൻ ഒരുമിച്ച് വന്നിട്ട് ബേസിക്കലി അവരുടെ പി ഓർബിറ്റൽസിൽ ഓരോ ഇലക്ട്രോൺ വെച്ചിട്ടുണ്ട്, അവരുടെ പി ഓർബിറ്റൽസിൽ ഓരോ ഇലക്ട്രോൺ വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് ദേ വിൽ ഗെറ്റ് 8 ഇലക്ട്രോൺസ് ഇൻ ടോട്ടൽ. അപ്പൊ ഈ ലോജിക്ക് വെച്ചിട്ടാണ് ലൂയിസ് പോയത്. പക്ഷേ എല്ലാവരും നോക്കിക്കേ, നിങ്ങൾക്കറിയാം ഇതിന് കുറേ എക്സെപ്ഷൻസ് ഉണ്ട്. ഈ എക്സെപ്ഷൻസ് നീറ്റിൽ വന്ന ചോദ്യമാണ്, വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ്. എക്സെപ്ഷൻ നമ്പർ 1 ഇസ് ഇൻകംപ്ലീറ്റ് ഒക്ടേറ്റ് ഓർ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് കോമ്പൗണ്ട്സ്. ഏതൊക്കെയാ? ഫോർ എക്സാമ്പിൾ BeCl2 എന്ന് പറഞ്ഞ കോമ്പൗണ്ട് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് നമ്മുടെ ചുറ്റും. സുഖമായിട്ടല്ല, അത്രയ്ക്ക് സ്റ്റേബിൾ അല്ല, എന്നാലും BeCl2 ജീവിക്കുന്നുണ്ട്. ഇവിടെ ബെറീലിയത്തിന്റെ ചുറ്റുമാകെ 4 ഇലക്ട്രോൺസേ ഉള്ളൂ. എന്നിട്ട് അതെന്തെങ്കിലും കംപ്ലൈന്റ് പറയുന്നുണ്ടോ? ഇല്ല. ഓക്ടറ്റ് റൂള് സാറ്റിസ്ഫൈഡ് അല്ല, ഇറ്റ്സ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ. 8ന് പകരം 4 ഉള്ളൂ. AlF3 നിങ്ങൾ നോക്കുക, അലൂമിനിയത്തിന്റെ ചുറ്റും 6 ഇലക്ട്രോൺസേ ഉള്ളൂ. അലൂമിനിയത്തിന്റെ ചുറ്റും 6 ഇലക്ട്രോൺസ് ഉള്ളൂ. എന്തെങ്കിലും കംപ്ലൈന്റ് പറയുന്നുണ്ടോ? ചെറിയ കംപ്ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഇറ്റ് ഇസ് എക്സിസ്റ്റിംഗ്. BF3BH3 നിങ്ങൾ നോക്കുക, ബോറോണിന്റെ ചുറ്റും 6 ഇലക്ട്രോൺസ് ഉള്ളൂ. എന്തെങ്കിലും കംപ്ലൈന്റ് പറയുന്നുണ്ടോ? ഇല്ല. 6 ഇലക്ട്രോൺസ് ഉള്ളൂ. BH3 6 ഇലക്ട്രോൺസ് ഉള്ളൂ. ഇവരൊക്കെ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റാ. ഡെഫിഷ്യൻ്റ് എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഒക്ടറ്റ് റൂൾ വെച്ച് നോക്കുമ്പോൾ ഇലക്ട്രോൺ ഡെഫിഷ്യൻ. ദീസ് ആർ കോൾഡ് ആസ് ഹൈപ്പോവാലന്റ് സ്പീഷീസ്. Okay, these are called as hypovalent species. Hypovalent എന്നാൽ എന്താണ്? ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്. ഓക്കെ, ഇവന്മാരൊന്നും ഒരു കംപ്ലൈന്റ് പറയുന്നില്ല. ദാറ്റ് മീൻസ് ഒക്ടറ്റ് റൂൾ ഇൻവാലിഡ് അല്ലേ? വേറെ ഒരെണ്ണം കാണിച്ചു തരാം. ഇലക്ട്രോൺ റിച്ച് കോമ്പൗണ്ട്സ് ഓർ എക്സ്പാൻഡഡ് ഒക്ടറ്റ്. ഫോർ എക്സാമ്പിൾ PCl5 എന്നൊക്കെ പറയുമ്പോൾ ഫോസ്ഫറസിന്റെ ചുറ്റും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ചുറ്റും 2 4 6 8 10 ഇലക്ട്രോൺസ് ഉണ്ട്. എന്നിട്ട് അതെന്തെങ്കിലും കംപ്ലൈന്റ് പറയുന്നുണ്ടോ? ഒരു കംപ്ലൈന്റ് ഇല്ല. ഒക്ടറ്റ് എന്ന് പറയുമ്പോൾ 8 എണ്ണല്ലേ ഉള്ളൂ, അത് അപ്പുറം പോകുന്നുണ്ട്. 6 അടിച്ച് അതിനപ്പുറം പോകുന്നുണ്ട്. SF6 എടുക്കുകയാണ്. SF6 എന്ന് പറയുമ്പോൾ സൾഫറിന്റെ ചുറ്റും 2 ഇവിടെ 10 ഇവിടെ 12 ഇവിടെ 12 ഇലക്ട്രോൺസ് സൾഫറിന്റെ ചുറ്റുമുണ്ട്. സൾഫറിന്റെ ചുറ്റും 12 ഇലക്ട്രോൺസ് ഉണ്ട്. എന്നിട്ട് സൾഫർ എന്തെങ്കിലും കുറ്റം പറയുന്നുണ്ടോ? ഒരു കുറ്റവും പറയുന്നില്ല. ഇത് നടക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എ സ്റ്റേബിൾ കോമ്പൗണ്ട്. വേറെ ഒരെണ്ണം കാണിച്ചു തരാം. SO3 കാണിച്ചു തരാം. SO3 നിങ്ങൾ നോക്കുക. സൾഫറിന്റെ ചുറ്റും എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 4 6 8 10 12 ഇലക്ട്രോൺസ് ഉണ്ട് സൾഫറിന്റെ ചുറ്റും. എന്തെങ്കിലും കംപ്ലൈന്റ് പറയുന്നുണ്ടോ? വേറെ ഒരെണ്ണം കാണിച്ചു തരാം. നോബിൾ ഗ്യാസിന്റെ തന്നെ വികൃതി കാണിച്ചു തരാം. XeO3F2 എന്നൊരു സംഭവം കണ്ടുണ്ടോ? XeO3F2ന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. XeO3F2ന്റെ സ്ട്രക്ചർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സെനൻ നോബിൾ ഗ്യാസാ. എന്നിട്ടും എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 4 6 8 10 12 14 16 ഇലക്ട്രോൺസ് സെനന്റെ ചുറ്റുമുണ്ട്. എന്നിട്ട് സെനൻ എന്തെങ്കിലും കുറ്റം പറയുന്നുണ്ടോ? അപ്പോൾ ദീസ് ആർ ഓൾ ഹൈപ്പർവാലന്റ് സ്പീഷീസ്. ഇതൊക്കെ ഹൈപ്പർവാലന്റ് സ്പീഷീസ് ആണ്. ദീസ് ആർ ഓൾ ഹൈപ്പർവാലന്റ്, അതായത് ഇലക്ട്രോൺ റിച്ച് കോമ്പൗണ്ട്സ്. ഓക്കെ മക്കളെ, ഗോട്ട് ഇറ്റ്. ഈ എക്സാമ്പിൾസ് ഓർത്ത് വെക്കുക കേട്ടോ. ഒക്ടറ്റ് റൂള് കഴിഞ്ഞു പോകുന്നതാണ് ഹൈപ്പർവാലന്റ്.
ഇതല്ലാതെ എല്ലാവരും നോക്കിക്കേ മക്കള്, ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ് എന്ന് പറഞ്ഞ സ്പീഷീസ് ഉണ്ട്. അതായത് ഒക്ടറ്റ് റൂളിൽ ലൂയിസ് പറയുന്ന വേറൊരു കാര്യമുണ്ട്, ദാറ്റ് ഇലക്ട്രോൺസ് പെയർ, ഒന്നില്ലെങ്കിൽ ഇലക്ട്രോൺസ് ആർ ലോസ്റ്റ് ഓർ ഇലക്ട്രോൺസ് ആർ ഗെയിൻ, ഫൈനലി ഇലക്ട്രോൺസ് ഗെറ്റ് പെയർഡ്. മൊത്തത്തിൽ 8 ഇലക്ട്രോൺസ് വേണം വാലൻസ് ഷെല്ലിൽ. വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ്, 8 എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസ് വിൽ ഡെഫിനറ്റ്ലി ബി പെയർ 2 2 2 2. പക്ഷെ അങ്ങനെയാണെങ്കിൽ 8 ഇലക്ട്രോൺസ് വാലൻസ് ഷെല്ലിൽ ഉണ്ടെങ്കിൽ അവർ എന്തായാലും പെയർഡ് ആയിരിക്കും അല്ലേ, 4 പെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. പക്ഷെ അങ്ങനെയാണെങ്കിൽ അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ള കോമ്പൗണ്ട്സ് എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ള കോമ്പൗണ്ട് എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല. പക്ഷെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ള കോമ്പൗണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. IF7 വരും കുട്ടാ. ഓക്കെ, സ്ട്രക്ചർ വരയ്ക്കാനുള്ള ഇത് പറഞ്ഞുതരാം, ഡോണ്ട് വറി. ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ്, അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ള സ്പീഷീസ് ആണ്. ഫോർ എക്സാമ്പിൾ NO2. ഇപ്പം നിങ്ങൾ സ്ട്രക്ചറിനെ കുറിച്ച് പറയണ്ട, ഞാനത് പറഞ്ഞുതരാം. ഒരു കോമ്പൗണ്ടിന്റെ ജാതകം മൊത്തം എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ജാതകം എന്ന് പറയുമ്പോൾ അതിന്റെ ഷേപ്പ്, ജോമെട്രി, നമ്പർ ഓഫ് സിഗ്മ ബോൺസ്, നമ്പർ ഓഫ് പൈ ബോൺസ്, നമ്പർ ഓഫ് ലോൺ പെയർ, എത്ര പി പൈ ഡി പൈ ബോൺസ്, ഇതൊക്കെ പറഞ്ഞുതരാം. ഇതിനൊക്കെ ട്രിക്ക് ഉണ്ട്. അപ്പൊ NOയുടെ സ്ട്രക്ചർ നോക്കുമ്പോൾ നൈട്രജനിൽ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. NO2യുടെ സ്ട്രക്ചർ നോക്കുമ്പോൾ നൈട്രജനിൽ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. ഇവന്മാരൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കാര്യം ഇവന്മാരൊക്കെ ഭയങ്കര റിയാക്റ്റീവ് ആണെങ്കിൽ ഇവരെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ദാറ്റ് മീൻസ് ലൂയിസ് ഒക്ടറ്റ് റൂള് ഇസ് നോട്ട് വാലിഡ് അല്ലേ മക്കളെ? വേറൊരെണ്ണം പറഞ്ഞു തരാം. സ്യൂഡോ ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ ഉള്ള അയോൺസ്, സ്യൂഡോ ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ. ഫോർ എക്സാമ്പിൾ എല്ലാവരും നോക്കിക്കേ, ഞാനിപ്പോൾ Na+ എടുക്കുകയാണെന്ന് വിചാരിക്കാം. Na+ എന്ന് പറയുമ്പോൾ സോഡിയത്തിന്റെ കോൺഫിഗറേഷൻ എന്താ? 1s2 2s2 2p6 3s1. Na+ന്റെ കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ 1s2 2s2 2p6. ഈ NS2NP6 ആണ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. NS2NP6 ആണ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. NS2NP6 ആണ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അല്ലേ? അപ്പൊ ലൂയിസ് പറഞ്ഞ എന്താണ്? എല്ലാ ആറ്റംസും നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ എത്താനാണ് ശ്രമിക്കുന്നത്. പക്ഷേ സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷന്റെ അർത്ഥം എന്താണെന്നറിയോ? സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷന്റെ അർത്ഥം, സ്യൂഡോ ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷന്റെ അർത്ഥം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. NS2NP6 ND10. ഇതാണ് സ്യൂഡോ ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ. അതായത് ഡി ഇലക്ട്രോൺസും ഫിൽഡാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ Zn2+ എടുക്കുക. സിങ്കിന്റെ കോൺഫിഗറേഷൻ എന്താ? മക്കളെ? 4s2 3d10. അപ്പോൾ Zn2+ഓ? Zn2+ന്റെ കോൺഫിഗറേഷൻ വരുന്നത് 4s0 3d10. അപ്പോൾ 3s2 3p6 3d10 വരും. അപ്പോൾ നിങ്ങൾ സിങ്ക് നോക്കുകയാണെങ്കിൽ സിങ്കിന്റെ കോൺഫിഗറേഷൻ വരുന്നത് 1s2 2s2 2p6 3s2 3p6 4s2 3d10 ആണ് അല്ലേ? അപ്പോൾ Zn2+ എന്ന് പറയുമ്പോൾ ഈ 4s2 അങ്ങോട്ട് പോകും. അപ്പോൾ ബാക്കിയുള്ള എന്താണ്? 3s2 3p6 3d10. വാലൻസ് ഷെല്ലിൽ 3s2 3p6 3d10. പക്ഷേ ലൂയിസ് എന്താ പറഞ്ഞത്? 3s2 3p6ൽ നിൽക്കണം എന്ന്. പക്ഷെ അങ്ങനെ നിൽക്കുന്നുണ്ടോ? ഇല്ല. ഇറ്റ് ഹാസ് 18 ഇലക്ട്രോൺസ്. ദിസ് ഇസ് സ്യൂഡോ ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ. വേറെ എക്സാമ്പിൾ Cu+ന്റെ കോൺഫിഗറേഷൻ വരാൻ പോകുന്നത് ഇതേപോലെ തന്നെ 3s2 3p6. കോപ്പർ എന്ന് പറയുമ്പോൾ 4s1 3d10 ആണ്. കോപ്പർ ഇസ് 4s1 3d10. സോ Cu+ എന്ന് പറയുമ്പോൾ 3s2 3p6 3d10 വരും. അതേപോലെ തന്നെ Ag+, Cd2+, Hg2+, Pb4+, Sn4+. ഇത് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നതല്ല, ഇത് ഓർത്ത് വെക്കണം. സാറേ കാണാൻ നല്ല രസമുണ്ട് എല്ലാവരുടെ എക്സാമ്പിൾസ്. ഇത് ഓർത്ത് വെക്കണം. സ്യൂഡോ ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻസ് ചോദിക്കാൻ സാധ്യതയുള്ള കാറ്റയോൺസ് ആണ് ഇവിടെ തരുന്നത്. Zn2+, Cu+, Ag+, Cd2+, Hg2+, Pb4+, Sn4+. ഇതിനപ്പുറവും ഉണ്ട്, പക്ഷെ ഇവന്മാരൊന്ന് ഓർത്ത് വെക്കാം. ഓക്കെ മക്കളെ, ഇവന്മാരൊന്ന് ഓർത്ത് വെക്കുക. ഇനി അപ്പോൾ ലൂയിസ് ഡോട്ട് സ്ട്രക്ചറിന് കുറേ ഡ്രോബാക്സ് ഉണ്ടെന്ന് നിങ്ങൾ ഓൾറെഡി കണ്ടു. ഇനിയും കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് എ മോളിക്യൂൾ. ഇപ്പോൾ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ അല്ലെങ്കിൽ ലൂയിസ് തിയറി അല്ലെങ്കിൽ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ ബേസിക്കലി ഈസ് ബേസ്ഡ് ഓൺ ലൂയിസ് തിയറി അല്ലേ? ലൂയിസ് ഒക്ടറ്റ് റൂൾ വെച്ചിട്ടാണ് ലൂയിസ് ഡോട്ട് സ്ട്രക്ചറും വരയ്ക്കുന്നത്. നിങ്ങൾക്കറിയാം ഡോട്ട് വെച്ച് വരയ്ക്കുന്നത്. ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് എ മോളിക്യൂൾ. അതായത് എന്തുകൊണ്ടാണ് വൈ ഒക്ടറ്റ് റൂൾ, ഇപ്പോൾ ഒക്ടറ്റ് റൂൾ പാലിച്ചു കഴിഞ്ഞാൽ വൈ ആർ മോളിക്യൂൾ സ്റ്റേബിൾ. ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ ഷേപ്പ് ഓഫ് എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എല്ലാവരും നോക്കിക്കേ, ഞാനിപ്പോൾ
വാട്ടറിൻ്റെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ വരച്ചു. ഞാനിപ്പോൾ വാട്ടറിൻ്റെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ വരച്ചു. നിങ്ങൾക്കറിയാം വാട്ടറിൻ്റെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. ഇതാണ് വാട്ടറിൻ്റെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ. ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ എന്താണെന്ന് അറിയാലോ? സിമ്പിൾ, വാലൻസ് ഇലക്ട്രോൺസ് വെച്ച് ചെയ്യുന്നത്. ഈ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ വെച്ചിട്ട് വാട്ടറിന്റെ ഷേപ്പ് ബെൻറ്റ് ആണ്, അതിന്റെ ബോണ്ട് ആംഗിൾ 104ന്റെ അടുത്താണ് എന്നൊന്നും പറയാൻ പറ്റില്ല. യു കനോട്ട് സേ ദാറ്റ്. വെറുതെ പറയാം ഇന്ന ബോണ്ട്സ് ഉണ്ട്, ഇതൊക്കെയാണ് വാലൻസ് ഇലക്ട്രോൺസ്. യു കനോട്ട് സേ ദാറ്റ് അല്ലേ? അപ്പൊ ഇതൊക്കെ ഡ്രോബാക്സ് ആണ്. ഒക്ടറ്റ് റൂളിന്റെ ഡ്രോബാക്സ് നമ്മൾ ഇത്ര നേരം കണ്ടു. ലൂയിസ് ഡോട്ട് സ്ട്രക്ചറിന്റെ ഡ്രോബാക്സും ഒക്ടറ്റ് റൂളിന്റെ 2 ഡ്രോബാക്സും കൂടെ നമ്മൾ ഇവിടെ കണ്ടു. എന്തൊക്കെയാ? ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി, ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ ഷേപ്പ് ഓഫ് എ മോളിക്യൂൾ. ഓക്കെ മക്കളെ, അപ്പൊ അവിടേക്ക് കയറി വരുന്നതാണ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി, VSEPR തിയറി. ഇത് വളരെ ഈ ചാപ്റ്ററിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിയറി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മോളിക്യൂളിന്റെ ജാതകം എന്ന് പറയുന്നത് എന്താണ്? ഒരു മോളിക്യൂളിന്റെ ജാതകം എന്താണെന്ന് അറിയാലോ? ഒരു മോളിക്യൂളിന്റെ ജാതകം എന്ന് പറയുന്നത് അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ്, അതിൻ്റെ നമ്പർ ഓഫ് ലോൺ പെയർസ്, അതിൻ്റെ നമ്പർ ഓഫ് പൈ ബോണ്ട്സ്, അതിൻ്റെ നമ്പർ ഓഫ് ഡിപൈ പിപൈ ഡിപൈ ബോണ്ട്സ്, ഇതൊക്കെയാണ് നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ്. ഈ ജാതകത്തിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ. അതിൻ്റെ ജോമെട്രി, അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ, ഇതൊക്കെയാണ് നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ. ഇതിനൊക്കെ ട്രിക്ക് ഉണ്ട്, എല്ലാത്തിനും ട്രിക്ക് ഉണ്ട്. പ്ലീസ് ലിസൺ വെരി കെയർഫുള്ളി. സോ VSEPR തിയറി ഉപയോഗിക്കുന്നത് ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് കണ്ടുപിടിക്കാനാണ്. എല്ലാവരും നോക്കുക. ജോമെട്രി ആൻഡ് ഷേപ്പ് ഓഫ് എ മോളിക്യൂൾ ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർ ഇൻ ദ വാലൻസ് ഷെൽ ഓഫ് ദ സെൻട്രൽ ആറ്റം. Geometry and shape depends on number of electron pairs around the central atom. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മക്കളെ, ഇപ്പം ഞാനൊരു ആറ്റം എടുത്തു. ഓക്കെ, ഈ ആറ്റത്തിൻ്റെ വാലൻസ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ പെയർസ് ഉണ്ടെന്ന് വിചാരിക്കുക. 2 ഇലക്ട്രോൺ പെയർസ്. ഈ 2 ഇലക്ട്രോൺ പെയർസിനെ ഞാനിപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതാണോ നല്ലത്, ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതാണോ നല്ലത്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇലക്ട്രോൺ പെയർസ് ദേ വിൽ റിപ്പൽ ഈച്ച് അതർ. അവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അപ്പോൾ അവന്മാർ മാക്സിമം ഡിസ്റ്റൻസ് അപ്പാർട്ട് ഫ്രം ഈച്ച് അതർ നിൽക്കാനല്ലേ നോക്കുള്ളൂ. സോ ബേസിക്കലി ദിസ് വൺ വിൽ ബി ബെറ്റർ. ഇതല്ലേ ബെറ്റർ ഇതിനേലും? വേറെ ഒരെണ്ണം പറഞ്ഞുതരാം. സപ്പോസ് 3 ഇലക്ട്രോൺ പെയർസ് ഉണ്ടെന്ന് വിചാരിക്കുക. 3 ഇലക്ട്രോൺ പെയർസ് ഉണ്ടെങ്കിൽ അവരെ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതാണോ അതോ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതാണോ നല്ലത്? ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ അറേഞ്ച്മെന്റ് നോക്കുകയാണെങ്കിൽ ദേ ആർ ഓൺലി 90 ഡിഗ്രി അപ്പാർട്ട് ഫ്രം ഈച്ച് അതർ, അല്ലേ? 90 ഡിഗ്രി അപ്പാർട്ട് ഫ്രം ഈച്ച് അതർ, ക്ലോസർ ടു ഈച്ച് അതർ ആണ് ഇലക്ട്രോൺ പെയർസ്. പക്ഷെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ദേ ആർ 120 ഡിഗ്രി അപ്പാർട്ട് ഫ്രം ഈച്ച് അതർ. റിപ്പൾഷൻസ് കുറയും. ബേസിക്കലി ഇത് തന്നെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു പാർട്ടിക്ക് പോകുമ്പോൾ നിങ്ങൾ കുറേ ഡ്രസ്സ് ഇട്ട് നോക്കിയിട്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണല്ലോ നിങ്ങൾ പാർട്ടിക്ക് പോവുക, അല്ലേ? പുറത്തേക്ക് പോവുക. അതേപോലെ തന്നെ ഈ ഇലക്ട്രോൺ പെയർസിലെ പല അറേഞ്ച്മെന്റിലും ഏറ്റവും റിപ്പൾഷൻ കുറഞ്ഞ അറേഞ്ച്മെന്റ് ആയിരിക്കും ബെസ്റ്റ് അറേഞ്ച്മെന്റ്. ആൻഡ് ദാറ്റ് ഗിവ്സ് യു ദ ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ. അതാണ് VSEPR പറയുന്നത്. എല്ലാവരും നോക്കുക. ഇലക്ട്രോൺ പെയർസ് സറൗണ്ടിങ് ദ സെൻട്രൽ ആറ്റം റിപ്പൽ ഈച്ച് അതർ. ഓക്കെ. For the maximum stability of a molecule, electron pairs are arranged in such a way that they lie as apart as possible so that minimum repulsion is there, maximum stability is there. Electron pairs repulsion nadakum, they arrange in them in such a way that there is minimum repulsion, maximum stability. And understand, lone pair repulsion is greater than lone pair repulsion is greater than bond pair. Adu ariyalo makkale. Lone pair um bond pair um thammiലുള്ള difference ariyalo. For example, ലോൺ പെയർ എന്ന് പറഞ്ഞാൽ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഇലക്ട്രോൺ പെയർ. ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു മോളിക്യൂൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ പെയറും ഇത് രണ്ടുമാണ് ബോണ്ട് പെയർ. ഓക്കെ മക്കളെ, ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഇലക്ട്രോൺ പെയർ ഉണ്ടല്ലോ, ഇലക്ട്രോൺ പെയർ ആണ് ലോൺ പെയർ. 2 ലോൺ പെയർസ് തമ്മിലുള്ള റിപ്പൾഷൻ ഇസ് ഗ്രേറ്റർ ദാൻ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ബോണ്ട് പെയർ റിപ്പൾഷൻ. ഓൾവേസ് കീപ് ദിസ് ഇൻ മൈൻഡ്. ഫോർ എക്സാമ്പിൾ, ബെസ്റ്റ് എക്സാമ്പിൾ സാർ ഇവിടെ കാണിച്ചു തരാം. ഇപ്പോൾ വെള്ളത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ ഈ മുയലിൻ്റെ ചെവി പോലെയാണ് അതിൻ്റെ സ്ട്രക്ചർ ഇരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ റിപ്പൾഷൻ, ദിസ് ഇസ് ബേസിക്കലി ലോൺ പെയർ റിപ്പൾഷൻ. അതേപോലെ ഈ റിപ്പൾഷൻ എന്താണ്? ഈ റിപ്പൾഷൻ ആണ് ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ.
ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൾഷൻ. അതേപോലെ തന്നെ ഈ റിപ്പൾഷൻ എന്താണ്? ഈ റിപ്പൾഷൻ എന്താണ്? ഇതാണ് ബോണ്ട് പെയർ റിപ്പൾഷൻ. ബോണ്ട് പെയർ റിപ്പൾഷൻ അല്ലേ? ഒരു ബോണ്ട് പെയറും മറ്റേ ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൾഷൻ. ഓക്കെ ആണോ മക്കളെ? ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് എൽ പി ഗ്രേറ്റർ ദാൻ LP BP ഗ്രേറ്റർ ദാൻ BP. ഓക്കെ മക്കളെ? ഇനി അപ്പൊ നമ്മൾക്കറിയാം the shape of a molecule depends on number of electron pairs. Electron pairs എന്ന് പറയുമ്പോൾ ബോണ്ട് പെയറും ലോൺ പെയറും ഉൾപ്പെടും. ഇനി ഈ തരാൻ പോകുന്ന ടേബിള് നിങ്ങൾ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയാൻ പറ്റണം. ഈ തരാൻ പോകുന്ന ടേബിൾ ശ്രദ്ധിച്ചു നോക്കുക മക്കളെ. ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ്, their shape and geometry. If bond pair is 2, lone pair is 0, ഷേപ്പ് വരുന്നത് ലീനിയർ, ജോമെട്രി വരുന്നത് ലീനിയർ. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ആറ്റം ഉണ്ട്, രണ്ട് ബോണ്ട് പെയർസ് ഉണ്ടെന്ന് വിചാരിക്കാം. ലെറ്റ് us say there are 2 bond pairs, 0 lone pairs. 2 bond pairs, 0 lone pairs. അതായത് ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണ് കോമ്പൗണ്ട് ഇരിക്കുന്നത്. there are 2 bond pairs എങ്കിൽ ഡെഫിനറ്റ്ലി ഷേപ്പ് ഇസ് ലീനിയർ. കാര്യം ദാറ്റ് ഇസ് ദ 180 ഡിഗ്രി ആയിരിക്കും ബോണ്ട് ആംഗിൾ വരാൻ പോകുന്നത്. ദാറ്റ് ഇസ് എ ബെസ്റ്റ് അറേഞ്ച്മെന്റ്. അപ്പൊ നിങ്ങൾ ചോദിക്കും സർ ഷേപ്പും ജോമെട്രിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഷേപ്പും ജോമെട്രിയും തമ്മിലുള്ള ഡിഫറൻസ് സാറ് പറഞ്ഞുതരാം. എല്ലാവരും നോക്കിക്കേ. ജോമെട്രി ഓർ ഇലക്ട്രോൺ പെയർ ജോമെട്രി എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇസ് പ്രെഡിക്റ്റഡ് യൂസിങ് ലോൺ പെയർ ഇലക്ട്രോൺ പെയർസ് ആൻഡ് ബോണ്ട് പെയർ ഇലക്ട്രോൺ പെയർസ് അറൌണ്ട് ബോണ്ട് ഇലക്ട്രോൺ പെയർസ് അറൌണ്ട് സെൻട്രൽ ആറ്റം. അതായത് ബോണ്ട് പെയറും ലോൺ പെയറും കൂടി ചേർന്നിട്ടുള്ള ജോമെട്രിയാണ്, കൂടി ചേർന്നിട്ടുള്ള ഷേപ്പാണ് ജോമെട്രി. എന്നാൽ ലോൺ പെയറിനെ ഒഴിവാക്കിയിട്ട് ബോണ്ട് പെയർ മാത്രം ഉള്ളതാണ് ആക്ച്വൽ ഷേപ്പ്. ബോണ്ട് പെയർസിനെ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ഉള്ളതാണ് ആക്ച്വൽ ഷേപ്പ്. ഫോർ എക്സാമ്പിൾ എല്ലാവരും നോക്കിക്കേ മക്കളെ. ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു മോളിക്യൂൾ ഉണ്ട്. ഞാൻ ഈ മോളിക്യൂളിൻ്റെ ജോമെട്രി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ജോമെട്രി എന്ന് പറയുമ്പോൾ ലോൺ പെയറും കൺസിഡർ ചെയ്യണം, ബോണ്ട് പെയറും കൺസിഡർ ചെയ്യണം. ജോമെട്രി വിൽ ബി ട്രയാഗണൽ പ്ലെയിനാർ. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് എ ട്രയാങ്കിൾ. ഓക്കെ, ട്രയാഗണൽ പ്ലെയിനാർ. പക്ഷെ ഞാൻ ഇതിൻ്റെ ഷേപ്പ് ചോദിക്കുകയാണെങ്കിൽ ലോൺ പെയറിനെ തട്ടിക്കള, ലോൺ പെയർ വേണ്ട. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ബോണ്ട് പെയർസ് അലോൺ. ഷേപ്പ് എന്ന് പറയുമ്പോൾ ബോണ്ട് പെയർസ് അലോൺ, ജോമെട്രി എന്ന് പറയുമ്പോൾ ലോൺ പെയറും ബോണ്ട് പെയറും വേണം. ഓക്കെ, അപ്പൊ നമുക്ക് ആ ടേബിളിലേക്ക് തിരിച്ചു കിടക്കാം. 2 ബോണ്ട് പെയറും 0 ലോൺ പെയർസും ആണെങ്കിൽ ഷേപ്പ് ലീനിയർ, ജോമെട്രി ലീനിയർ. കാര്യം ലോൺ പെയർ ഇല്ലല്ലോ. ലോൺ പെയർ 0 ആണെങ്കിൽ ഷേപ്പും ജോമെട്രിയും സെയിം ആയിരിക്കും. അത് ഓർത്ത് വെക്കുക. ലോൺ പെയർ 0 ആണെങ്കിൽ ഷേപ്പും ജോമെട്രിയും സെയിം ആയിരിക്കും. കാര്യം ലോൺ പെയർ വന്നാൽ മാത്രമാണ് ഷേപ്പിനും ജോമെട്രിക്കും വേറെ ഇത് വരിക. 3 ബോണ്ട് പെയർസും 0 ലോൺ പെയർസും ആണെങ്കിൽ ഷേപ്പ് ട്രയാഗണൽ പ്ലെയിനാർ, ജോമെട്രി ട്രയാഗണൽ പ്ലെയിനാർ. 2 ബോണ്ട് പെയർസും 1 ലോൺ പെയറും ആണെങ്കിൽ ബെൻഡ് ഷേപ്പ്. 2 ബോണ്ട് പെയറും 1 ലോൺ പെയറും ആണെങ്കിൽ ബെൻഡ് ഷേപ്പ്, പക്ഷെ ജോമെട്രി ട്രയാഗണൽ പ്ലെയിനാർ തന്നെ. അപ്പൊ ഇത് മനസ്സിലാക്കുക. ബോണ്ട് പെയർ പ്ലസ് ലോൺ പെയർ സെയിം ആണെങ്കിൽ, ബോണ്ട് പെയർ പ്ലസ് ലോൺ പെയർ സെയിം ആണെങ്കിൽ ജോമെട്രി വിൽ ഓൾവേസ് ബി ദ സെയിം. അത് മനസ്സിലാക്കുക. ബോണ്ട് പെയർ പ്ലസ് ലോൺ പെയർ സെയിം ആണെങ്കിൽ ജോമെട്രി എപ്പോഴും സെയിം ആയിരിക്കും, പക്ഷെ ഷേപ്പിന് വ്യത്യാസം വരും. കാരണം ഷേപ്പിൽ ലോൺ പെയർസ് ഇൻക്ലൂഡ് ചെയ്യണ്ട. ബോണ്ട് പെയർ പ്ലസ് ലോൺ പെയർ സെയിം ആണെങ്കിൽ geometry will always be the same. Okay, next 4 bond pairs 0 lone pair, shape tetrahedral, geometry tetrahedral. പക്ഷെ 3 bond pairs 1 lone pair ആണെങ്കിൽ ഷേപ്പ് പിരമിഡൽ, ജോമെട്രി സെയിം ആ. കാര്യം എന്താ? ബോണ്ട് പെയർസ് പ്ലസ് ലോൺ പെയർ ടോട്ടൽ സം സെയിം ആണല്ലോ. ടോട്ടൽ സം 4 ആ. അപ്പൊ ജോമെട്രി ടെട്രാഹെഡ്രൽ, ഷേപ്പ് പിരമിഡൽ. ഇതിന്റെ ഒക്കെ ഷേപ്പ് ഞാൻ കാണിച്ചു തരാം, ഡോണ്ട് വറി. 2 + 2 ആണെങ്കിൽ 2 ബോണ്ട് പെയർസ് 2 ലോൺ പെയർസ് ആണെങ്കിൽ ബെൻഡ് ഷേപ്പ്, ജോമെട്രി ടെട്രാഹെഡ്രൽ. 5 bond pair 0 lone pair, trigonal bipyramidal, ഷേപ്പും ജോമെട്രി. 4-1 ആണെങ്കിൽ 4 ബോണ്ട് പെയർസ് 1 ലോൺ പെയർ ആണെങ്കിൽ സീസോ ഷേപ്പ്, ജോമെട്രി സെയിം ആ. ബോണ്ട് പെയർസ് പ്ലസ് ലോൺ പെയർ സെയിം ആണല്ലോ. 5 ആണെങ്കിൽ ട്രയാഗണൽ ബൈപിരമിഡൽ. 3 + 2 ആണെങ്കിൽ ടി ഷേപ്പ് ആണ്, ജോമെട്രി ട്രയാഗണൽ ബൈപിരമിഡൽ. 2 + 3 2 ബോണ്ട് പെയർസ് 3 ലോൺ പെയർസ് ആണെങ്കിൽ ഷേപ്പ് ലീനിയർ ആണ്, ട്രയാഗണൽ ബൈപിരമിഡൽ. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് സാർ പറഞ്ഞുതരാം, ഡോണ്ട് വറി. അതേപോലെ തന്നെ 6-0 ആണെങ്കിൽ 6 ബോണ്ട് പെയർസും 0 ലോൺ പെയർസും ആണെങ്കിൽ ഒക്ടാഹിഡ്രൽ ഷേപ്പ്, ജോമെട്രിയും ഒക്ടാഹിഡ്രൽ. 5 ബോണ്ട് പെയറും 1 ലോൺ പെയറും ആണെങ്കിൽ സ്ക്വയർ പിരമിഡൽ വരും, ജോമെട്രി ഒക്ടാഹിഡ്രൽ. 4 ബോണ്ട് പെയർസും 2 4 + 2 6 ആണെങ്കിൽ സ്ക്വയർ പ്ലെയിനാർ, ജോമെട്രി
octahedral. Because ഇതെല്ലാത്തിൻ്റെയും സം വരുന്നത് 6 ആ. സോ ജോമെട്രി ഈസ് ദ സെയിം. നെക്സ്റ്റ് 7-0 വരികയാണെങ്കിൽ ജോമെട്രി ആൻഡ് ഷേപ്പ് പെൻറ്റഗണൽ ബൈ പിരമിഡൽ. 6-1 വരികയാണെങ്കിൽ ഡിസ്റ്റോർട്ടഡ് ഒക്ടഹെഡ്രൽ ഷേപ്പ് ജോമെട്രി പെൻറ്റഗണൽ ബൈ പിരമിഡൽ. ഇനി നിങ്ങൾ ചോദിക്കും സാർ ഇതിൻ്റെയൊക്കെ ഒന്ന് വരച്ച് കാണിച്ചു തരാൻ പറ്റുമോ ഷേപ്പ്? എല്ലാവരും നോക്കുക, നമുക്ക് ഓരോന്നും അനലൈസ് ചെയ്യാം. നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ പറയണേ. 2-0 എന്ന് പറഞ്ഞാൽ 2 ബോണ്ട് പെയർസ് 0 ലോൺ പെയർസ്. ലീനിയർ 180 ഡിഗ്രി ബോണ്ട് ആംഗിൾ. ഷേപ്പ് വരുന്നത് എല്ലാവരും നോക്കിക്കേ മക്കളെ, ഷേപ്പ് ഇസ് ലീനിയർ. ജോമെട്രിയോ? ജോമെട്രി പറയാൻ പറ്റുമോ? ജോമെട്രി പറഞ്ഞ മക്കളെ, ജോമെട്രി ക്വസ്റ്റൻ ആയിട്ട് വരികയാണെങ്കിൽ ജോമെട്രി ഈസ് ബേസിക്കലി ലീനിയർ ഇറ്റ് സെൽഫ്. ജോമെട്രിയും ഷേപ്പും ലീനിയറാണ്. നെക്സ്റ്റ് ജോമെട്രിയും ഷേപ്പും ലീനിയറാണ് അല്ലേ. നെക്സ്റ്റ് 3 ബോണ്ട് പെയർസ് 0 ലോൺ പെയർസ്. 3 ബോണ്ട് പെയർസ് 0 ലോൺ പെയർസ് എന്ന് പറയുമ്പോൾ ട്രയഗണൽ പ്ലേനാർ, അതായത് 120 ഡിഗ്രി ബോണ്ട് ആംഗിളിൽ 120 ഡിഗ്രി ബോണ്ട് ആംഗിളിൽ ഷേപ്പ് ട്രയഗണൽ പ്ലേനാർ. ജോമെട്രിയോ മക്കളെ? ജോമെട്രിയും സെയിം കാര്യം, 0 ലോൺ പെയർ അല്ലേ. അപ്പോൾ ജോമെട്രിയും ഷേപ്പും ട്രയഗണൽ പ്ലേനാർ. ജോമെട്രിയും ഷേപ്പും ട്രയഗണൽ പ്ലേനാർ. ബോണ്ട് ആംഗിൾ നോക്കുക 120 ഡിഗ്രി. നെക്സ്റ്റ് 2 ബോണ്ട് പെയർ 1 ലോൺ പെയർ. 2 ബോണ്ട് പെയറും 1 ലോൺ പെയറും. ഷേപ്പ് വരുന്നത് ബെൻഡ് ഷേപ്പ്. ബെൻഡ് ഷേപ്പ് നോക്കിയേ, ബെൻഡ് ഷേപ്പ്. പക്ഷെ ജോമെട്രിയോ? ജോമെട്രി 2+1 നോക്കിയേ, ബോണ്ട് പെയർ പ്ലസ് ലോൺ പെയർ 2+1 3 ആ. അപ്പൊ ജോമെട്രി ട്രയഗണൽ പ്ലേനാർ തന്നെ. ജോമെട്രി എന്താണ്? ജോമെട്രി വിൽ ബി ട്രയഗണൽ പ്ലേനാർ. ജോമെട്രിക്ക് മാറ്റം വരില്ല, ട്രയഗണൽ പ്ലേനാർ. ബിക്കോസ് ജോമെട്രിയിൽ ലോൺ പെയറിനെയും ബോണ്ട് പെയറിനെയും ഉൾപ്പെടുത്തും. ഇതും ഇതും ഇതും. ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് 4 ബോണ്ട് പെയർ 0 ലോൺ പെയർ. ഷേപ്പ് വരുന്നത് ടെട്രാഹെഡ്രൽ. ഷേപ്പ് വരുന്നത് ടെട്രാഹെഡ്രൽ. ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ്സ്. ഓക്കെ, ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം ചോദിക്കട്ടെ, ചോദിക്കാൻ മറന്നുപോയി. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ഇസ് ദ ബോണ്ട് ആംഗിൾ ഓവർ ഹിയർ? ഇവിടെ ബോണ്ട് ആംഗിൾ എത്ര വരും? ഇവിടെ ബോണ്ട് ആംഗിൾ എത്ര വരും? പലരും പറയും സാർ ട്രയഗണൽ പ്ലേനാർ അല്ലേ, ട്രയഗണൽ പ്ലേനാർ അല്ലേ, അപ്പോൾ 120 എന്ന് പറയും. അല്ല മക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഓവർ ഹിയർ ഇവിടെ ഒരു ലോൺ പെയർ ആണുള്ളത്. അപ്പോൾ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ കൂടുതലാണ്. മേളിൽ നിന്ന് ലോൺ പെയറിൻ്റെ റിപ്പൾഷൻ വരും. അപ്പോൾ ആ ബോണ്ട് 120യിൽ നിന്ന് ചെറുതായിട്ടൊന്ന് കുറയും. ഓക്കെ, സോ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് ലെസ്സർ ദാൻ, ആംഗിൾ ഇസ് ലെസ്സർ ദാൻ 120 ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ്. Angle is lesser than 120 in most of the cases. In most of the cases. Okay. ഷേപ്പും ജോമെട്രിയും ട്രയഗണൽ പ്ലേനാർ ആണെങ്കിൽ, ഷേപ്പും ജോമെട്രിയും ട്രയഗണൽ പ്ലേനാർ ആണെങ്കിൽ 120 ഡിഗ്രിയാണ്. കാര്യം എല്ലാം ബോണ്ട് പെയർസ് ആണ്. എല്ലാം ബോണ്ട് പെയർസാണ്, സിമെട്രിക്കലാണ്. മേളിൽ നിന്ന് വരുന്ന റിപ്പൾഷൻ, സൈഡിൽ നിന്ന് വരുന്ന റിപ്പൾഷൻ എല്ലാം സെയിമാണ്. പക്ഷെ ഇവിടെ മേളിൽ നിന്ന് വരുന്ന റിപ്പൾഷൻ കൂടുതലാണ്. ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ കൂടുതൽ. അപ്പം മേളിൽ നിന്ന് റിപ്പൾഷൻ കൂടുമ്പോൾ ഈ ബോണ്ട് പെയർസ് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വരും. സോ ഇറ്റ് ഈസ് ലെസ്സർ ദാൻ 120 ഡിഗ്രി. ഓക്കെ, ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് 4 ബോണ്ട് പെയർ 0 ലോൺ പെയർ. ഷേപ്പ് ടെട്രാഹെഡ്രൽ. ജോമെട്രിയോ? ടെട്രാഹെഡ്രൽ തന്നെ, ടെട്രാഹെഡ്രൽ തന്നെ, ടെട്രാഹെഡ്രൽ തന്നെ, മാറ്റമില്ല. ജോമെട്രിയും ടെട്രാഹെഡ്രൽ തന്നെ. ഓക്കെ, നെക്സ്റ്റ് 3 bond pairs 1 lone pair. 3 bond pairs 1 lone pair. 3 bond pairs 1 lone pair. 3+1. ജോമെട്രി എന്താ? ജോമെട്രിക്ക് മാറ്റമൊന്നുമില്ല സാറേ. ജോമെട്രി ടെട്രാഹെഡ്രൽ തന്നെ, ജോമെട്രി ടെട്രാഹെഡ്രൽ തന്നെ. പക്ഷെ ഷേപ്പോ? ഷേപ്പിൽ ലോൺ പെയറിനെ കൂട്ടാൻ പാടുമോ? ഇല്ല, ഷേപ്പിൽ ലോൺ പെയറിനെ കൂട്ടൂല, ലോൺ പെയറിനെ കൂട്ടൂല. സോ ബേസിക്കലി നമുക്ക് ഷേപ്പ് വരാൻ പോകുന്നത് പിരമിഡലാണ്. നമുക്ക് ഷേപ്പ് വരാൻ പോകുന്നത് പിരമിഡലാണ്. ഫോർ എക്സാമ്പിൾ NH3യുടെ ഒക്കെ കേസ് നിങ്ങൾക്ക് അറിയാലോ. NH3യുടെ ഒക്കെ കേസ് നിങ്ങൾക്ക് അറിയാലോ, പിരമിഡൽ ഷേപ്പാണ് വരിക അല്ലേ. ഇവിടെ ഒരു പിരമിഡാണ് വരിക. യു വിൽ ഗെറ്റ് എ പിരമിഡ് ഓവർ ഹിയർ അല്ലേ. ഒരു പിരമിഡ് കിട്ടും. ഇതൊരു പിരമിഡാണ്. ലോൺ പെയർ കൂട്ടൂല. നെക്സ്റ്റ് 2 bond pairs 2 lone pairs. 2 bond pairs 2 lone pairs. 2+2 4. അപ്പോൾ ജോമെട്രി എന്താ? ജോമെട്രിക്ക് മാറ്റം വരുമോ സാറേ? ഇല്ല. ജോമെട്രി ടെട്രാഹെഡ്രൽ. ജോമെട്രി ടെട്രാഹെഡ്രൽ. പക്ഷെ ഷേപ്പോ? ബെൻഡ് ഷേപ്പ്. ഷേപ്പ് എന്ന് പറയുമ്പോൾ ബെൻഡ്. കാര്യം ഈ ലോൺ പെയറിനെ കൂട്ടില്ല, ഈ ലോൺ പെയറിനെ കൂട്ടില്ല, ബോണ്ട് പെയർ മാത്രമേ കൂട്ടുള്ളൂ. ബോണ്ട് പെയർ മാത്രമേ കൂട്ടുള്ളൂ. ബോണ്ട് പെയർ മാത്രമേ കൂട്ടുള്ളൂ. സോ ബേസിക്കലി ബെൻഡ് ഷേപ്പ് ആയിരിക്കും വരിക. ബെൻഡ് ഷേപ്പ് ആയിരിക്കും വരിക. അപ്പോൾ ഇവിടെ ആംഗിൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലെസ്സർ ദാൻ 109.5 ഡിഗ്രി ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ്.
ലെസർ ദാൻ 109.5 ഡിഗ്രി. കാര്യം എന്താ, 109.5 ഡിഗ്രിയാണ് ഐഡിയൽ ടെട്രാഹെഡ്രൽ. പക്ഷെ ഇവിടെ ലോൺ പെയർസ് ഉള്ളത് കൊണ്ട് ഇപ്പൊ ഇവിടെയും അതെ, വിൽ ബി ലെസർ ദാൻ 109.5 ഡിഗ്രി, ലെസർ ദാൻ 109.5 ഡിഗ്രി. കാരണം മേളിൽ നിന്ന് ഒരു ആശാനുണ്ട്, മേളിൽ നിന്ന് ഒരു തലതൊട്ടപ്പനുണ്ട്, ലോൺ പെയർ ഇങ്ങനെ റിപ്പൽ ചെയ്യും. ഓക്കെ, മേളിൽ നിന്ന് ലോൺ പെയർ വരും, അപ്പൊ ഈ ബോണ്ട് പെയർസ് പതിയെ ചുരുങ്ങും. ഓക്കെ മക്കളെ, ഗോട്ട് ഇറ്റ്. നെക്സ്റ്റ് 4 bond pair 0 lone pair, 5 bond pair 0 lone pair, 5 bond pair 0 lone pair. ഷേപ്പ് വരുന്നത് ട്രയാഗണൽ ബൈ പിരമിഡൽ. ജോമെട്രി അത് തന്നെ സാറേ, ട്രയാഗണൽ ബൈ പിരമിഡൽ. ജോമെട്രി ഈസ് ഓൾസോ ട്രയാഗണൽ ബൈ പിരമിഡൽ, ട്രയാഗണൽ ബൈ പിരമിഡൽ. ബോണ്ട് ആംഗിൾസ് അറിയാലോ, ഈ ബോണ്ട് ആംഗിൾസ് എന്ന് പറയുന്നത് 120 ഡിഗ്രി, ഈ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി. ഗോട്ട് ഇറ്റ്. ഇനി ട്രയാഗണൽ ബൈ പിരമിഡലിന് ഒരു ചരിത്രമുണ്ട്. നിങ്ങൾ അറിഞ്ഞിരിക്കണം മക്കളെ. എല്ലാവരും നോക്കുക, ചരിത്രമല്ല, ട്രയാഗണൽ ബൈ പിരമിഡലിന് എല്ലാവരും നോക്കുക. ഞാനിപ്പോൾ ട്രയാഗണൽ ബൈ പിരമിഡൽ ജോമെട്രി ഇങ്ങനെ വരയ്ക്കുകയാണ്. ഓക്കെ, ലെറ്റ് us say you have B, 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 B. ഇതിൽ ഈ ബോൺസിനെയാണ്, ഈ ട്രയാങ്കിളിലുള്ള ബോൺസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ദീസ് ആർ കോൾഡ് ആസ് ഇക്വിറ്റോറിയൽ ബോൺസ് അല്ലേ? ഇവന്മാരെയാണ് നമ്മൾ ഇക്വിറ്റോറിയൽ ബോൺസ് എന്ന് വിളിക്കുന്നത്. ഇക്വിറ്റോറിയൽ ബോൺസ്, ഇതും ഇക്വിറ്റോറിയൽ ആണ്. ഇക്വിറ്റോറിയൽ ബോൺസ്. നേരെ മറിച്ച് ഈ ആശാന്മാരെ, ഇവന്മാരാണ് ഏത്? ആക്സിയൽ ബോൺസ്. ദീസ് ആർ ആക്സിയൽ ബോൺസ്. ഓക്കെ മക്കളെ, ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആക്സിയൽ ബോണ്ട് ലെങ്ത് ഓഫ് ആക്സിയൽ is slightly greater than bond length of equatorial. ഇത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബെൻസ് റൂൾ എന്ന് പറഞ്ഞ റൂൾ വെച്ചിട്ടാണ്. അതിലേക്ക് നമ്മളിപ്പോൾ കിടക്കുന്നില്ല, ഡോണ്ട് വറി, അത് നിങ്ങൾക്ക് ഇല്ല. ഓക്കെ, ആക്സിയൽ ബോൺസ് ആർ സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ ഇക്വറ്റോറിയൽ ബോൺസ്. പിന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട വേറൊരു കാര്യം, ഇത് പലരും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. ഇൻ ട്രയാഗണൽ ബൈ പിരമിഡൽ ജോമെട്രി, ലോൺ പെയർസ് are placed in equatorial positions and more electronegative atoms are placed in axial positions. ഇത് നിങ്ങൾ ചത്താലും മറക്കരുത്. Lone pairs are always placed in equatorial positions and more electronegative atom is placed in axial positions. ഇത് ഒരിക്കലും മറക്കരുത്. ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് PFIയുടെ സ്ട്രക്ചർ പറയുമ്പോൾ നിങ്ങൾ പറയും വളരെ ഈസിയാണ് സാറേ. PFI എന്ന് പറയുമ്പോൾ ട്രയാഗണൽ ബൈ പിരമിഡൽ ആണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ട്രയാഗണൽ ബൈ പിരമിഡൽ ആയെന്ന്. അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് PCl3F2 സ്ട്രക്ചർ. PCl3F2ൽ ഫ്ലൂറിൻ എവിടെ വരും, ക്ലോറിൻ എവിടെ വരും? ആക്സിയലിലാണോ ഇക്വറ്റോറിയലിലാണോ? എല്ലാവരും നോക്കുക മക്കളെ. മോർ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റത്തിനെ എപ്പോഴും പിടിച്ച് ആക്സിയലിൽ കൊണ്ടിടുക. എന്താണ് എന്നിപ്പോൾ ഞാൻ കയറുന്നില്ല, ബിക്കോസ് ഇറ്റ്സ് എക്സ്പ്ലെയിൻ അഗെയിൻ ബൈ ബെൻസ് റൂൾ, BENTS റൂൾ. നിങ്ങൾക്കില്ല അത്. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം ഇസ് പ്ലേസ്ഡ് ഇൻ ആക്സിയൽ പൊസിഷൻസ്. അതേപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ SF4ൻ്റെ കേസ് എടുക്കുകയാണ്. SF4ൽ ഒരു ലോൺ പെയർ ഉണ്ട്. എത്ര ലോൺ പെയർ ഉണ്ട്, എങ്ങനെ അത് കണ്ടുപിടിക്കുന്നുള്ളതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം, ഡോണ്ട് വറി. SF4ൽ ഒരു ലോൺ പെയർ ഉണ്ട്, ട്രയാഗണൽ ബൈ പിരമിഡൽ ജോമെട്രിയാണ്, ഡോണ്ട് വറി. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. 4 ബോണ്ട് പെയർസും ഒരു ലോൺ പെയറും. ഇവിടെ ലോൺ പെയർസ് ഷുഡ് ഓൾവേസ് ബി പ്ലേസ്ഡ് ഇൻ ഇക്വറ്റോറിയൽ പൊസിഷൻസ്. ലോൺ പെയർസിനെ എപ്പോഴും ഇക്വറ്റോറിയൽ പൊസിഷൻസിലാണ് കൊണ്ടുവന്നിടുക. ഇനിയിപ്പോൾ 2 ലോൺ പെയർ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ലോൺ പെയർ ഇവിടെ വരും, 3 എണ്ണം ഉണ്ടെങ്കിൽ മൂന്നാമത്തെ ലോൺ പെയർ ഇവിടെ വരും. ലോൺ പെയറിനെ ആക്സിയലിൽ, അതായത് ഒട്ടും നിവർത്തിയില്ലെങ്കിൽ മാത്രമേ ആക്സിയലിൽ ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എപ്പോഴും ഇക്വറ്റോറിയലിലാണ് ഇടുക. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ടൈപ്പ് ഓഫ് ആറ്റംസ് ഉണ്ടെങ്കിൽ മോർ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റത്തിനെ ആക്സിയലിൽ കൊണ്ടുവന്നിടുക, ലെസ് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റത്തിനെ
ഇക്വറ്റോറിയൽ കൊണ്ടുവന്നിടുക. ഇതൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ അതാണ് ട്രയഗണൽ ബൈ പിരമിഡൽ ജോമെട്രിയുടെ കഥ. അതാണ് ട്രയഗണൽ ബൈ പിരമിഡൽ ജോമെട്രിയുടെ കഥ. സോ ബേസിക്കലി 5 ബോണ്ട് പെയർ 0 ലോൺ പെയർ, ഷേപ്പും ജോമെട്രിയും ട്രയഗണൽ ബൈ പിരമിഡൽ, ആക്സിൽ ഇക്വറ്റോറിയൽ ഉണ്ട്. അതിൻ്റെ ചരിത്രം നമ്മളിപ്പോൾ കണ്ടു. പിന്നെ നെക്സ്റ്റ് ഉള്ളത് ഏതാ? 5 ബോണ്ട് പെയർസ് അത് കഴിഞ്ഞു. 4 ബോണ്ട് പെയർസ് 1 ലോൺ പെയർ. 4 ബോണ്ട് പെയർസ് 1 ലോൺ പെയർ സീസോ ഷേപ്പ് ആണ്. ഇറ്റ്സ് കോൾഡ് ആസ് എ സീസോ ഷേപ്പ്. നമ്മളിപ്പോൾ SF4ന്റെ കേസ് കണ്ട പോലെ തന്നെ, SF4ന്റെ കേസ് കണ്ട പോലെ തന്നെ. എല്ലാവരും നോക്കിക്കേ മക്കളെ, ഞാനിപ്പോൾ ജോമെട്രി നോക്കുകയാണെങ്കിൽ ട്രയഗണൽ ബൈ പിരമിഡിൽ തന്നെയായിരിക്കും. ജോമെട്രി നോക്കുകയാണെങ്കിൽ ട്രയഗണൽ ബൈ പിരമിഡിൽ തന്നെയായിരിക്കും. ജോമെട്രി നോക്കുകയാണെങ്കിൽ ട്രയഗണൽ ബൈ പിരമിഡിൽ തന്നെയായിരിക്കും. പക്ഷെ ഷേപ്പ് നോക്കുകയാണെങ്കിൽ സീസോ ഷേപ്പ് ആയിരിക്കും. കാര്യം എന്താ? ഷേപ്പിൽ ഇത്രയും മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഷേപ്പിൽ ലോൺ പെയർ ഇല്ല. സോ ജോമെട്രി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രയഗണൽ ബൈ പിരമിഡൽ. ട്രയഗണൽ ബൈ പിരമിഡൽ. ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് എന്താ മക്കളെ? 3 ബോണ്ട് പെയർസ് 2 ലോൺ പെയർസ്. 3 ബോണ്ട് പെയർസും 2 ലോൺ പെയറും. 3 ബോണ്ട് പെയർസും 2 ലോൺ പെയറും. എല്ലാവരും നോക്കിയേ, 3 ബോണ്ട് പെയർസും 2 ലോൺ പെയറും ടി ഷേപ്പ് ആണ്. ജോമെട്രി എന്താ? ട്രയഗണൽ ബൈ പിരമിഡൽ. ജോമെട്രി ട്രയഗണൽ ബൈ പിരമിഡിൽ തന്നെ. ഓക്കെ മക്കളെ, കാര്യം 3 + 2 5. ജോമെട്രി സെയിം, ഷേപ്പ് വരുന്നത് ടി ഷേപ്പ് ആണ്. കാര്യം എന്താ? ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്. ലോൺ പെയറിനെ എവിടെ കൊണ്ടുവന്ന് ഇടുക? ലോൺ പെയറിനെ ഇക്വറ്റോറിയൽ പൊസിഷനിലാണ് കൊണ്ടുവന്നിടുക. ലോൺ പെയറിനെ ഇക്വറ്റോറിയൽ പൊസിഷനിൽ കൊണ്ടുവന്നിടും. അപ്പൊ ബേസിക്കലി ഷേപ്പ് വരുന്നത് എന്താ? നോക്കിയേ, ടി ഷേപ്പ്. ലോൺ പെയറിനെ ഇക്വറ്റോറിയൽ കൊണ്ടുവന്നിടണം. സാർ നേരത്തെ പറഞ്ഞില്ലേ, ട്രയഗണൽ ബൈ പിരമിഡൽ ജോമെട്രിയിൽ ലോൺ പെയറിനെ ഇക്വറ്റോറിയൽ കൊണ്ടുവന്നിടണം. ഓക്കെ മക്കളെ, നെക്സ്റ്റ് 2 ബോണ്ട് പെയർസ് 3 ലോൺ പെയർ. 2 ബോണ്ട് പെയർസ് 3 ലോൺ പെയർ എന്ന് പറയുമ്പോൾ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് 2 + 3 ട്രയഗണൽ ബൈ പിരമിഡൽ ജോമെട്രി തന്നെ. പക്ഷെ ലോൺ പെയറിനെ എവിടെ കൊണ്ടുവന്നിടണം? ഇക്വറ്റോറിയൽ കൊണ്ടുവന്നിടണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഷേപ്പ് എന്താ? ലീനിയർ. ജോമെട്രി എന്താ മക്കളെ? ട്രയഗണൽ ബൈ പിരമിഡൽ. ഓക്കെ മക്കളെ, ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് 6 ബോണ്ട് പെയർ 0 ലോൺ പെയർസ്. 6 ബോണ്ട് പെയർ 0 ലോൺ പെയർ എന്ന് പറയുമ്പോൾ ഒക്ടാഹെഡ്രൽ ജോമെട്രി ആണ്. നിങ്ങൾക്കറിയാം, ദിസ് ഇസ് ഒക്ടാഹെഡ്രൽ ജോമെട്രി. ഇതാണ് ഒക്ടാഹെഡ്രൽ ജോമെട്രി. ആൻഡ് അണ്ടർസ്റ്റാൻഡ്, പലർക്കും തെറ്റുപറ്റുന്ന ഒരു സംഭവമാണ്, സർ ഒക്ടാഹെഡ്രൽ ജോമെട്രിക്ക് ഈ പറഞ്ഞ പോലെ ആക്സിയലും ഇക്വറ്റോറിയലും ഉണ്ടോ? ഒക്ടാഹെഡ്രൽ ജോമെട്രിക്ക് ആക്സിയലും ഇക്വറ്റോറിയലും ഉണ്ടോ? ഇല്ല മക്കളെ. ഫോർ ഒക്ടാഹെഡ്രൽ ഓൾ പൊസിഷൻസ് ആർ സെയിം. അപ്പൊ നിങ്ങൾ പറയും, സാർ ഇല്ല സാർ, ആക്സിയലും ഇക്വറ്റോറിയലും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇതല്ലേ ആക്സിയൽ, ഇത് രണ്ടും ആക്സിയൽ, ബാക്കി ഈ 4 എണ്ണം ഇക്വറ്റോറിയൽ അല്ലേ വരിക? ഒരിക്കലും അല്ല മക്കളെ. അങ്ങനെ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ഈ 2 പൊസിഷനും എടുത്തു. ഈ 2 പൊസിഷൻ എടുക്കുമ്പോൾ ബാക്കി കിട്ടുന്ന പൊസിഷൻ ഇസ് മേക്കിംഗ് എ സ്ക്വയർ അല്ലേ? ഇവിടെ എനിക്കൊരു സ്ക്വയർ തന്നെയല്ലേ കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ പറയും, സാർ ഇത് 2 ആക്സിയൽ, ബാക്കിയല്ല ഇക്വറ്റോറിയൽ എന്ന് പറയും. അല്ല മക്കളെ, ഗോട്ട് ഇറ്റ്? അല്ലെങ്കിൽ ഞാൻ പറയും, ഇത് 2 ആക്സിയലായിട്ട് എടുക്കാൻ പറയും. ഇത് 2 ആക്സിയലായിട്ട് എടുക്കുക. അപ്പൊ ബേസിക്കലി ബാക്കിയെല്ലാം ഇക്വറ്റോറിയലായിട്ട് വരുമോ? സോ ബേസിക്കലി ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടാഹെഡ്രലിന് ആക്സിയലും ഇക്വറ്റോറിയലും ഇല്ല. ഓൾ പൊസിഷൻസ് ആർ സെയിം. അതുകൊണ്ട് തന്നെ ഓൾ ബോണ്ട് ലെങ്സ് ആർ സെയിം. ഓൾ പൊസിഷൻസ് ആർ സെയിം. അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഒക്ടാഹെഡ്രലിന് ആക്സിയലോ ഇക്വറ്റോറിയലോ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് 5 ബോണ്ട് പെയർസ് ആൻഡ് 1 ലോൺ പെയർ. 5 ബോണ്ട് പെയറും 1 ലോൺ പെയറും ഉണ്ടെങ്കിൽ ഷേപ്പ് വരാൻ പോകുന്നത് സ്ക്വയർ പിരമിഡലാണ്. നിങ്ങൾക്ക് ഈ ഷേപ്പ് ഇവിടെ കാണാം. ലോൺ പെയർ ഇവിടെ വരും. ഓക്കെ മക്കളെ, ഗോട്ട് ഇറ്റ്? ഞാൻ നിങ്ങളോട് സിമ്പിളായിട്ടൊരു ബോണ്ട് ആംഗിൾ എത്രയാ? 90 and 180 എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, 90 and 180 എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത് സ്ക്വയർ പിരമിഡലിൻ്റെ ജോമെട്രി 90 and 180 ആണ്. പക്ഷേ അതിനൊരു എറർ ഉണ്ട്. കാര്യം ഞാൻ പറഞ്ഞുതരാം. അതൊരു ക്വസ്റ്റിൻ്റെ രൂപത്തിൽ ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും നോക്കുക. BRF5 ഞാൻ എടുത്തു. ഐ ആം ആസ്കിങ് how many
90-degree bond angles are there? How many 90-degree bond angles are there? How many 90-degree bond angles are there? അപ്പോൾ BRFI നോക്കുമ്പോൾ ഒരു ലോൺ പെയറും 5 ബോണ്ട് പെയറും ഉണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. BRFI ഒരു ലോൺ പെയറും 5 ബോണ്ട് പെയറും ഉണ്ട്. അപ്പോൾ നിങ്ങൾ പറയും സർ സ്ക്വയർ പിരമിഡലാണ് ജോമെട്രി, സ്ക്വയർ പിരമിഡലാണ് ജോമെട്രി. ഇങ്ങനെയാണ് സ്ട്രക്ചർ വരിക, ഇങ്ങനെയാണ് സ്ട്രക്ചർ വരിക, ഇങ്ങനെയാണ് സ്ട്രക്ചർ വരിക. അപ്പോൾ നിങ്ങൾ പറയും സർ 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇത് 90 ഡിഗ്രിയാണ്, ഈ ബോണ്ട് ആംഗിൾ 90 ഡിഗ്രിയാണ്, ഈ 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. പക്ഷെ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നിങ്ങൾക്കൊക്കെ തെറ്റിപ്പോകുന്ന ഒരു സംഭവമുണ്ട്. ഈ അടിയിൽ ലോൺ പെയർ ഉണ്ടല്ലോ, ഈ ലോൺ പെയർ കാരണം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവനൊരു സ്ക്വയർ രൂപത്തിലല്ല നിൽക്കുന്നത്, ഇവനൊരു സ്ക്വയർ രൂപത്തിലല്ല നിൽക്കുന്നത്, ഇവൻ ഇങ്ങനെ നിൽക്കുന്നതെന്നാണ് നിങ്ങൾ വിചാരം. പക്ഷെ അടിയിൽ ആരുണ്ട്? അടിയിൽ ലോൺ പെയർ ഉണ്ട്. അപ്പോൾ ഈ ലോൺ പെയറിന്റെ റിപ്പൾഷൻ കാരണം ഇവന്മാർ ഇങ്ങനെ വളയും, ഒരു കൊട പോലെ ഇങ്ങനെ വളയും. നിങ്ങൾ വിചാരിച്ച എന്താണ് സർ എല്ലാം 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. അല്ല, ഇതൊന്നും 90 ഡിഗ്രി അല്ല. ദ ആൻസർ ഇസ് 0 ബിക്കോസ് അടിയിൽ ലോൺ പെയർ ഉണ്ട്. ആ അടിയിൽ ലോൺ പെയർ ഉള്ളതുകൊണ്ട് ഇവന്മാർ നിങ്ങൾ വിചാരിക്കുന്ന സ്ക്വയർ പോലെ ഇവൻ നിൽക്കണമെന്നാ, ഇവൻ സ്ക്വയർ പോലെ നിൽക്കണമെന്നാണ് നിങ്ങളുടെ വിചാരം. പക്ഷെ അടിയിൽ ലോൺ പെയർ ഉള്ളതുകൊണ്ട് ഇവന്മാർ വളയും. മനസ്സിലായോ മക്കളെ? മനസ്സിലാവുന്നുണ്ടോ മക്കളെ? സോ ബേസിക്കലി അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഞാൻ ആ ബോണ്ട് ആംഗിൾസ് മാച്ച് കളഞ്ഞത്. പക്ഷെ ഒക്ടാഹിഡ്രലിന്റെ ബോണ്ട് ആംഗിൾ അറിയാലോ, ഒക്ടാഹിഡ്രലിൽ ഇത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. ഓൾ ആംഗിൾസ് ആണ് 90 ഡിഗ്രി, എല്ലാ ആംഗിൾസും 90 ഡിഗ്രിയാണ്. ഒക്ടാഹിഡ്രലിന് ഓൾ ആംഗിൾസ് ആണ് 90 ഡിഗ്രി, പ്രോപ്പർ ഒക്ടാഹിഡ്രൽ ഷേപ്പിന്. പക്ഷെ ലോൺ പെയർ വരികയാണെങ്കിൽ അത് 90 ഡിഗ്രി മാറും. മനസ്സിലായോ മക്കളെ? Got it? Okay. Next, 4 bond pairs, 2 lone pair. 4 bond pairs 2 lone pairs. 4 bond pairs, 2 lone pair. 4 bond pairs, 2 lone pair. Geometry എന്താ വരിക? ഒക്ടാഹിഡ്രൽ തന്നെ വരും. ഒക്ടാഹിഡ്രൽ തന്നെ വരും. കാര്യം എന്താ? 4 + 2 6. ഷേപ്പ് സ്ക്വയർ പ്ലെയിനാർ. കാര്യം എന്താണെന്നറിയോ? ഈ ഒക്ടാഹിഡ്രൽ ജോമെട്രിയിൽ ലോൺ പെയർസിനെ ആസ് ഫാർ ആസ് പോസിബിൾ നിർത്തണം. ലോൺ പെയർസിനെ 180 ഡിഗ്രി അപ്പാർട്ട് ഫ്രം ഈച്ച് അതർ നിർത്തണം. അല്ലെങ്കിൽ എന്താ? ലോൺ പെയർ റിപ്പൾഷൻ കൂടും. അപ്പോൾ ഇങ്ങനെ ഒക്ടാഹിഡ്രൽ ജോമെട്രിയിൽ ഇവനെ ഇങ്ങനെ നിർത്തും ലോൺ പെയർസിനെ. അപ്പോൾ ബാക്കി വരുന്ന എന്താണ്? സ്ക്വയർ പ്ലെയിനാർ. അപ്പോൾ ബോണ്ട് ആംഗിൾ എന്താ? ഇവിടെ ബോണ്ട് ആംഗിൾ ഇസ് 90 ഡിഗ്രി, ഇവിടെ ബോണ്ട് ആംഗിൾ ഇസ് 90 ഡിഗ്രി. കാര്യം എന്താ? മേളിൽ നിന്ന് വരുന്ന റിപ്പൾഷനും താഴത്ത് നിന്ന് വരുന്ന റിപ്പൾഷനും രണ്ടും സെയിമാണ്. അപ്പോൾ മേളിൽ നിന്ന് വരുന്ന റിപ്പൾഷനും താഴത്ത് നിന്ന് വരുന്ന റിപ്പൾഷനും ഇതേപോലെ വളയില്ല. നേരത്തെ പോലെ മേളിലേക്കോ താഴത്തേക്കോ വളയില്ല, ഇങ്ങനെ തന്നെ നിൽക്കും. മേളിൽ നിന്ന് വരുന്ന റിപ്പൾഷനും താഴത്ത് നിന്ന് വരുന്ന റിപ്പൾഷനും സെയിം ആണ്. മനസ്സിലായോ മക്കളെ? ഓക്കെ ആണോ മക്കളെ? Got it? Okay. Next, 7 bond pair, 0 lone pairs. Pentagonal bipyramidal. എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇങ്ങനെ ഒരു പെൻറ്റഗൺ വരും. അതായത് ബേസിക്കലി ഇവിടെ സെൻട്രൽ ആറ്റം ഉണ്ടെങ്കിൽ you will get a pentagon like this and 2 bonds like this. Okay. So basically ഒരു പെൻറ്റഗണൽ സ്ട്രക്ചറും അതിൻ്റെ മേളൊരെണ്ണം താഴ്ത്തൊരെണ്ണം. ഓക്കെ, പെൻറ്റഗണൽ ബൈപിരമിഡൽ. 7 ബോണ്ട് പെയർ, 0 ലോൺ പെയർസ്. നേരെ മറിച്ച് 6 ബോണ്ട് പെയർ, 1 ലോൺ പെയർ ആണെങ്കിൽ 6 + 1 ജോമെട്രി എന്താണ്? ജോമെട്രി വിൽ ബി പെൻറ്റഗണൽ ബൈപിരമിഡൽ ഇറ്റ്സെൽഫ്. പെൻറ്റഗണൽ ബൈപിരമിഡൽ ആയിരിക്കും ജോമെട്രി. പക്ഷെ ഷേപ്പ് വരാൻ പോകുന്നത് ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹിഡ്രൽ. ഈ ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹിഡ്രൽ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹിഡ്രൽ എന്ന് പറയുമ്പോൾ ഏകദേശം ഒക്ടാഹിഡ്രൽ പോലെ ഇരിക്കും. പക്ഷേ ഇപ്പോൾ ദേ AB ഇങ്ങനെ 5 ബോണ്ട് പെയർസ് ഉണ്ടെന്ന് 6 ബോണ്ട് പെയർസ് ഉണ്ട്. പക്ഷേ ഇവിടെ ലോൺ പെയർ വന്നിരിക്കാൻ പോകുന്നത് ഇവിടെയാണ്. ഇവിടെ വന്ന് ലോൺ പെയർ ഇരിക്കും. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കില്ല, ഈ ലോൺ പെയർ റിപ്പൾഷൻ കാരണം ഇങ്ങനെ നിൽക്കേണ്ട ബോണ്ട് കുറച്ച് ഇങ്ങോട്ട് വളയും. അത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഗോട്ട് ഇറ്റ് മക്കളെ? ഫൈൻ. ഓക്കെ. അപ്പോൾ ഇതാണ് ഷേപ്പും ബോണ്ട് ആംഗിൾസും അതിൻ്റെ ഡീറ്റെയിൽസും. ഇനി നിങ്ങളുടെ മനസ്സിലുള്ള വലിയ ചോദ്യം, സാർ ഇത്ര ഘോരം പറയുന്നുണ്ടല്ലോ, ഒരു മോളിക്യൂൾ തന്നിട്ട്
അതിൻ്റെ ജാതകം എങ്ങനെ കിട്ടും? അതിലെത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്, അതിലെത്ര സിഗ്മ ബോണ്ട് പെയർസ് ഉണ്ട്, അതിലെത്ര ലോൺ പെയർസ് ഉണ്ട്, ഇതൊക്കെ എങ്ങനെയാണ് കിട്ടുക? എല്ലാവരും നോക്കിക്കേ മക്കളെ, ഈ ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദർ ഇസ് സംതിങ് കോൾഡ് ആസ്, എല്ലാവരും നോക്കിക്കേ മക്കളെ, ദർ ഇസ് സംതിങ് കോൾഡ് ആസ്, ഒരു മിനിറ്റ്, electron pairs. Electron pairs. Formula for electron pairs. Formula for electron pairs. EP എന്ന് ഞാൻ ഇടുകയാണ്. കാര്യം ഇലക്ട്രോൺ പെയർസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജോമെട്രി കിട്ടുമല്ലോ. ഇലക്ട്രോൺ പെയർസ് 2 ആണെങ്കിൽ ജോമെട്രി ലീനിയർ, ഇലക്ട്രോൺ പെയർസ് 3 ആണെങ്കിൽ ജോമെട്രി ട്രയാഗണൽ പ്ലെയിനാർ, ഇലക്ട്രോൺ പെയർസ് 4 ആണെങ്കിൽ ടെട്രാഹെഡ്രൽ, ഇലക്ട്രോൺ പെയർസ് 5 ആണെങ്കിൽ ട്രയാഗണൽ ബൈപിരമിഡൽ, ഇലക്ട്രോൺ പെയർസ് 6 ആണെങ്കിൽ ഒക്ടാഹെഡ്രൽ, ഇലക്ട്രോൺ പെയർസ് 7 ആണെങ്കിൽ പെന്റഗൽ ബൈപിരമിഡൽ. അപ്പോൾ ഇലക്ട്രോൺ പെയർസിന്റെ ഫോർമുല എന്ന് പറയുന്നത് നമ്പർ ഓഫ് valence electrons plus number of monovalent atoms minus cation charge plus anion charge divided by 2. ഇതാണ് electron pairs. ഇനി number of sigma bonds in the formula. Number of sigma bonds is nothing but number of surrounding atoms. നമ്പർ ഓഫ് സറൗണ്ടിങ് ആറ്റംസ്. എത്ര സിഗ്മ ബോൺസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര സറൗണ്ടിങ് ആറ്റംസ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. അത് കഴിഞ്ഞ് നമ്പർ ഓഫ് ലോൺ പെയർസ് എങ്ങനെ കണ്ടുപിടിക്കുക? ഇറ്റ്സ് നത്തിങ് ബട്ട് ഇലക്ട്രോൺ പെയർസ് മൈനസ് നമ്പർ ഓഫ് സിഗ്മ ബോൺസ്. ഇലക്ട്രോൺ പെയർസ് മൈനസ് നമ്പർ ഓഫ് സിഗ്മ ബോൺസ്. ഓക്കെ മക്കളെ, ഗോട്ട് ഇറ്റ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ സിഗ്മ ബോൺസിൻ്റെ പ്രാധാന്യം എന്താ? മക്കളെ, നമ്പർ ഓഫ് സിഗ്മ ബോൺസും നമ്പർ ഓഫ് ലോൺ പെയർസും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി VSEPR ഉപയോഗിച്ചിട്ട് ഏതാണ് ഷേപ്പ് എന്ന് മനസ്സിലാവും. എത്ര ബോണ്ട് പെയർ ഉണ്ട്, എത്ര ലോൺ പെയർ ഉണ്ടെന്ന് മനസ്സിലാവും അല്ലേ? നമ്പർ ഓഫ് ബോണ്ട് പെയർസും നമ്പർ ഓഫ് ലോൺ. ബോണ്ട് പെയർ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക, ബോണ്ട് പെയർ എന്ന് VSEPRലെ ബോണ്ട് പെയർ എന്ന് ഉദ്ദേശിക്കുന്നത് സിഗ്മ ബോൺസ് മാത്രമാണ് കേട്ടോ, പൈ ബോൺസ് ഇല്ല. പൈ ബോൺസ് ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ടു ദ ഷേപ്പ്, മനസ്സിലാക്കുക. പൈ ബോൺസ് ഡു നോട്ട് കോൺട്രിബ്യൂട്ട് ടു ഷേപ്പ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ VSEPRൽ പഠിച്ചില്ലേ ബോണ്ട് പെയർസ്, ഈ ബോണ്ട് പെയർസ് എന്ന് സിഗ്മ ബോണ്ട് മാത്രമാണ്. കാര്യം പൈ ബോണ്ട്സ് ഡു നോട്ട് കോൺട്രിബ്യൂട്ട് ടു ഷേപ്പ്. ഒരു സിഗ്മ ബോണ്ടിന്റെ ഒപ്പം തന്നെ ഒരു പൈ ബോണ്ട് വരും. അപ്പൊ പൈ ബോണ്ട് വേറൊരു ആംഗിളിൽ നിൽക്കുന്ന ഒരു സംഭവമല്ല, സിഗ്മ ബോണ്ടിന്റെ ഒപ്പം തന്നെ വരുന്നതാ. സോ ബേസിക്കലി സിഗ്മ ബോണ്ട്സും നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സും നമ്പർ ഓഫ് ലോൺ പെയർസും പറഞ്ഞാൽ മതി. ഓക്കെ, നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സും നമ്പർ ഓഫ് ലോൺ പെയർസും പറഞ്ഞാൽ ബേസിക്കലി നമ്പർ ഓഫ് ബോണ്ട് പെയർസും നമ്പർ ഓഫ് ലോൺ പെയർസും കിട്ടും. അതറിഞ്ഞാൽ VSEPR കിട്ടും. സോ ബേസിക്കലി ഇതാണ് ഫോർമുല. ഇനി നമുക്ക് ഈ ഫോർമുല, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കും സാർ, ഈ നമ്പർ ഓഫ് മോണോവാലൻ്റ് ആറ്റംസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്പർ ഓഫ് മോണോവാലൻ്റ് ആറ്റംസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹൈഡ്രജൻ ആവാം, ഫ്ലൂറിൻ ആവാം, ക്ലോറിൻ ആവാം, ബ്രോമിൻ ആവാം, അയഡിൻ ആവാം. നിങ്ങളുടെ സിലബസിൽ ഇതിനപ്പുറം ചോദിക്കില്ല, ഇതിനപ്പുറം വരും പക്ഷേ ഇതിനപ്പുറം ചോദിക്കില്ല. അത് എഴുതി ഒപ്പിട്ട് വരാം, JEE ആയിക്കോട്ടെ നീറ്റ് ആയിക്കോട്ടെ, ഇതിനപ്പുറം ചോദിക്കില്ല. നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് എന്താണെന്ന് അറിയാലോ, വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് ദാറ്റ് ആറ്റം. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ വാലൻസ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാൻ അറിയില്ല സാർ. വാലൻസ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. ഈ പീരിയോഡിക് ടേബിൾ അങ്ങോട്ട് എടുക്കുക, പീരിയോഡിക് ടേബിൾ എടുക്കുക. ഗ്രൂപ്പ് 1ന്റെ വാലൻസ് ഇലക്ട്രോൺസ് 1, ഗ്രൂപ്പ് 2ന്റെ 2, അതേപോലെ തന്നെ ബോറോൺ ഗ്രൂപ്പിന്റെ 3, ഗ്രൂപ്പ് 13ന്റെ 3, ഗ്രൂപ്പ് 14ന്റെ 4, ഗ്രൂപ്പ് 15ന്റെ 5, ഗ്രൂപ്പ് 16ന്റെ 6, ഗ്രൂപ്പ് 17ന്റെ 7, ഗ്രൂപ്പ് 18ന്റെ 8. ട്രാൻസിഷൻ എലമെന്റ്സ് തൽക്കാലം നിങ്ങൾ വിട്ടേക്കും. അതിൻ്റെ സംഭവങ്ങളൊക്കെ നിങ്ങൾ പിന്നെ പഠിക്കുന്നുണ്ട് കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ D and Fലും. ഇതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇന്ത്യൻ താലിയം, നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് 3. കാർബൺ, സിലിക്കോൺ, ജെർമേനിയം, ടിൻ, ലെഡ് 4. നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, ബിസ്മത്ത് 5. ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂരിയം, പൊളോണിയം 6. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ആസ്റ്ററ്റിൻ 7. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ എക്സെട്ര 8 ആണ് വരുന്നത്. ഹീലിയം എക്സെപ്ഷൻ ആണ് കേട്ടോ, അതറിയാലോ. ഗോട്ട് ഇറ്റ്. അപ്പോൾ ബേസിക്കലി എല്ലാവരും നോക്കുക, ഈ ഫോർമുലയിൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് എന്താണെന്ന് മനസ്സിലായി. ആ പീരിയോഡിക് ടേബിൾ ഓർത്ത് വയ്ക്കുക. നമ്പർ ഓഫ് മോണോവാലന്റ് ആറ്റംസ് ഹൈഡ്രജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ. കാറ്റയോൺ ചാർജ് എന്ന് പറയുമ്പോൾ എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ട്, ആനയോൺ ചാർജ് എന്ന് പറയുമ്പോൾ എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ട് നോക്കുക. അപ്പോൾ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. കാര്യം ഇത് അപ്ലൈ ചെയ്യില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല. ടക്ക് ടക്കെന്ന് എല്ലാവരും പറയൂ, എല്ലാവരും പറയൂ, പോന്നോട്ടെ. NH3യുടെ ഇലക്ട്രോൺ പെയർസ് എത്രയാണ്? EP വാല്യൂസ് എത്രയാണ് മക്കളെ? നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഓൺ സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റത്തിൻ്റെ മാത്രം കൺസിഡർ ചെയ്താൽ മതി കേട്ടോ. ആ ഫോർമുലയിൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഓൺ സെൻട്രൽ ആറ്റം എത്ര? സെൻട്രൽ ആറ്റത്തിൽ നൈട്രജൻ ആണ് സെൻട്രൽ ആറ്റം 5,
number of valence electrons 5 plus number of monovalent atoms attached 3. Cation charge എത്രയാ 0. പോസിറ്റീവ് ചാർജ് ഉണ്ടോ ഇല്ല. ആനിയോൺ ചാർജ് എത്രയാ 0. So 5 plus 3 by 2 that is equal to 4. Electron pairs 4. Number of bond pairs എന്ന് പറയുമ്പോൾ number of sigma bonds ആണ്. Number of sigma bonds എത്രയാ is equal to number of surrounding atoms. എത്ര surrounding atoms ഉണ്ട് നോക്കുക. നൈട്രജന്റെ ചുറ്റും എത്ര surrounding atoms ഉണ്ട് 3. Number of lone pairs എത്രയുണ്ട്? EP minus BP 1. Shape എന്താ? 3 bond pairs 1 lone pair. 3 bond pairs 1 lone pair. pyramidal കണ്ട ജാതകത്തിന്റെ പകുതി നമുക്ക് കിട്ടി. ഓക്കെ. SF4 electron pairs എത്രയാ? Number of valence electrons in central atom 6. Number of monovalent atoms attached 4 divided by 2 that is equal to 5. Bond pairs എത്രയാ? Number of surrounding atoms 4 surrounding atoms ഉണ്ട്, 4 ഫ്ലൂറിനുണ്ട്. Lone pairs എത്രയാ? EP minus BP. So 4 bond pairs 1 lone pair. Shape എന്താ? seesaw. Next SF6 number of valence electrons in central atom, sulfur and central atom 6 എണ്ണം ഉണ്ട്, plus number of monovalent atoms attached 6 divided by 2 12 by 2 6. So BP എന്താണ്? Number of bond pairs is number of surrounding atoms itself 6. Number of lone pairs എന്താ? EP minus BP 0. So 6 and 0 octahedral. BCl3 എടുക്കാം. Number of valence electrons on central atom boron എത്രയാ? 3 plus number of monovalent atoms 3 divided by 2 that is equal to 3. So bond pairs എത്രയാ? Number of surrounding atoms. BCl3 ൽ എത്ര surrounding atoms ഉണ്ട്? 3. 3 minus 3 lone pair എത്രയാ? 0. Shape എത്രയാ? Trigonal planar. ജാതകം കിട്ടിയത് കണ്ടോ? ധനലക്ഷണം എന്താ പറയാ? സാമ്പത്തിക ശേഷി, വിവാഹശേഷി എല്ലാം അതാണല്ലോ ജാതകത്തിൽ കിട്ടുക. അത് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. കംപ്ലീറ്റ് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനിയും കുറെ ട്രിക്കുകൾ ഉണ്ട് കേട്ടോ. CLF3 electron pairs എത്രയാ? Number of valence electrons on central atom 7 plus number of monovalent atoms 3 divided by 2 that is equal to 5. Bond pairs എത്രയാ? Number of surrounding atoms 3. Lone pairs എത്രയാ? 5 minus 3 2. So basically shape എന്താ വരുന്നത്? Shape क्या है? Lone pairs 2 T shape അല്ലേ വരിക മക്കളെ? T shape അല്ലേ വരിക. 3 ബോണ്ട് പെയർസ് 2 ലോൺ പെയർ എന്ന് പറയുമ്പോൾ T ഷേപ്പ് അല്ലേ? ഇനിയും വേണോ? ഇനിയും തരാലോ. നിങ്ങൾക്ക് ഇനിയും തരാലോ. CLF5 എല്ലാവരും നോക്കിയേ. CLF5 electron pairs എത്രയാ? Number of valence electrons 7. Number of monovalent atoms attached 5 divided by 2 that is equal to 6. Bond pairs എത്രയാ? 5. Lone pairs എത്രയാ? 1. 6 minus 5 lone pair. Shape എത്രയാ? Shape എന്താ? CLF5. BRF5 പോലെ തന്നെ CLF5. ഞാൻ BRF5 നെ കുറിച്ച് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞില്ലേ ഇത് കണ്ടുപിടിക്കാൻ സാറ് പറഞ്ഞിരുന്നു. ദാറ്റ് ഈസ് ബേസിക്കലി ഷേപ്പ് എന്താ വരിക? സ്ക്വയർ പിരമിഡിൽ നിന്ന് നമ്മൾ വിളിക്കുമെങ്കിലും അണ്ടർസ്റ്റാൻഡ് അറിയാലോ, അത് സ്ക്വയർ അല്ല അവിടെ വരിക. സാർ ആ പറഞ്ഞത് ഓർമ്മ വേണം. BRF5യുടെ എക്സാമ്പിൾ പറഞ്ഞില്ലേ? സ്ക്വയർ പിരമിഡിൽ നിന്ന് സാറ് പറയുമെങ്കിലും സ്ക്വയർ അല്ല വരിക. CLF7 7 plus 7 by 2 that is equal to 7 valence electrons 7 monovalent atoms divided by 2 that is equal to 7. Bond pairs എത്രയാ? 7. Lone pairs എത്രയാ? 0. So pentagonal bipyramidal. XCF2 8 valence electrons on xenon plus 2 monovalent atoms attached to divided by 2 that is equal to 5. Bond pairs എത്രയാ? 2. Lone pairs എത്രയാ? 5 minus 2 3. So basically shape വരുന്നത് എന്താ? 3 lone pairs 2 bond pairs linear VSEP എന്ന ടേബിൾ വെച്ചിട്ട്. XCF4 8 valence electrons 4 monovalent atoms attached 2 divided by 2 8 plus 4 12 by 2 that is equal to 6. Bond pairs എത്രയാ? 4 surrounding atoms. Lone pairs എത്രയാ? 6 minus 4 that is equal to 2. So 4 bond pairs 2 lone pairs. That is basically square planar. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ എന്ത് സാർ കാറ്റോൺസിൻ്റെ ആനിയോൺസിൻ്റെ ഒന്നും എടുക്കണമല്ലോ. കാറ്റോൺസിൻ്റെ ആനിയോൺസിന് എടുക്കാം. ഇപ്പം NH4+ എടുക്കുകയാണ്. നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് 5. നമ്പർ ഓഫ് മോണോവാലന്റ് ആറ്റംസ് 4 മൈനസ് കാറ്റയോൺ ചാർജ്. ഒരു കാറ്റയോൺ ചാർജ് ഉണ്ടല്ലോ -1 divided by 2 that is equal to 4. Bond pairs എത്രയാ? Surrounding atoms. Lone pairs എത്രയാ? 4 minus 4 0. Shape എന്താ? tetrahedral H3O+. Number of valence electrons on central atom 6. Oxygen ആണല്ലോ.
പ്ലസ് മോണോവാലന്റ് ആറ്റംസ് അറ്റ് ആസ് 3 ഹൈഡ്രജൻ 3 എണ്ണം ഉണ്ട് മൈനസ് കാറ്റയോൺ ചാർജ് ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ബോണ്ട് പെയർസ് എത്രയാ 3 ലോൺ പെയർസോ 4 മൈനസ് 3 1 ഷേപ്പ് എന്താണ് വരിക പിരമിഡൽ പിരമിഡൽ SO4 2 minus number of valence electrons സൾഫറിന്റെ valence electron 6 monovalent atoms at 0 0 ഓക്സിജൻ monovalent അല്ല പ്ലസ് ആനയോൺ ചാർജ് പ്ലസ് മൈനസ് കാറ്റയോൺ ചാർജ് പ്ലസ് ആനയോൺ ചാർജ് എത്ര ആനയോൺ ചാർജ് ഉണ്ട് 2 മാഗ്നിറ്റ്യൂഡ് എടുക്കുക കേട്ടോ ആനയോൺ ചാർജ് -2 എന്നും പറഞ്ഞ് എഴുതല്ലേ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ആനയോൺ ചാർജ് magnitude of the anion charge so plus 2 divided by 2 that is equal to 4 bond pairs എത്രയാ 4 lone pairs എത്രയാ 4 minus 4 0 so basically shape വരുന്നത് എന്താ tetrahedral CO3 2 minus basically number of valence electrons on carbon 4 monovalent atoms at 0 plus anion charge 2 divided by 2 that is equal to 3 bond pairs എത്ര surrounding atoms ഉണ്ട് 3 lone pairs എത്രയാ 3 minus 3 0 shape എന്താ trigonal planar മനസ്സിലായോ ഓക്കെ ആണോ got it I3 minus നോക്കാം I3 minus അയഡിൻ ഒരു സെൻട്രൽ ആറ്റം അയഡിൻ സൈഡിൽ 2 മോണോവാലന്റ് ആറ്റംസ് ബാക്കി 2 അയഡിൻ അപ്പോൾ ഒരു അയഡിനെ സെൻട്രൽ ആറ്റം ആയിട്ട് എടുക്കണം ഒരു അയഡിനും ബാക്കി 2 സറൗണ്ടിങ് ആറ്റംസ് ആയിട്ട് എടുക്കണം അപ്പോൾ ഇലക്ട്രോൺ പെയർസ് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഓൺ അയഡിൻ 7 നമ്പർ ഓഫ് മോണോവാലന്റ് ആറ്റംസ് അറ്റാച്ച്ഡ് എത്രയാ 3 അയഡിന് കൊടുക്കരുത് 2 അയഡിൻ കാര്യം ഒരു അയഡിൻ സെൻട്രൽ ആയിട്ട് നിങ്ങൾ ഫിക്സ് ചെയ്തേക്കുക അപ്പോൾ ബാക്കി 2 അയഡിനും സറൗണ്ടിങ് ആണ് സോ 7 plus 2 plus anion charge divided by 2 10 by 2 that is equal to 5 bond pairs എത്രയാ സറൗണ്ടിങ് ആറ്റംസ് എത്രയാ 2 അയഡിൻ സറൗണ്ടിങ് ഉണ്ട് അപ്പോൾ 2 ലോൺ പെയർസോ 5 minus 2 3 അപ്പോൾ ഷേപ്പോ ലീനിയർ വരും I3 പ്ലസ് എടുക്കാം I3 പ്ലസ് എന്ന് പറയുമ്പോൾ 7 നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് പ്ലസ് മോണോവാലന്റ് ആറ്റംസ് അറ്റാച്ച് 2 മൈനസ് കാറ്റയോൺ ചാർജ് divided by 2 so 9 minus 4 9 8 4 കിട്ടും ബോണ്ട് പെയർസ് എത്രയാ 2 സറൗണ്ടിങ് അയഡിൻ ഉണ്ടല്ലോ സോ 2 ലോൺ പെയർസ് എത്രയാ 2 വരും സോ ഷേപ്പ് എന്താ ബെൻഡ് ഷേപ്പ് അല്ലേ മക്കളെ ബോണ്ട് പെയർസ് 2 ലോൺ പെയർസ് 2 സോ ബേസിക്കലി ബെൻഡ് ഷേപ്പ് കിട്ടും ആണല്ലോ മക്കളെ O3 പ്ലസിൽ ഒരു ഓക്സിജൻ സെൻട്രൽ ആറ്റവും ബാക്കി 2 സറൗണ്ടിങ് ആണ് ഒരെണ്ണം സെൻട്രൽ അപ്പോൾ സെൻട്രൽ ആറ്റത്തിന്റെ വാലൻസ് ഇലക്ട്രോൺ 6 പ്ലസ് മോണോവാലന്റ് ആറ്റംസ് അറ്റാച്ച് 0 2 ഓക്സിജൻ അല്ല അപ്പുറത്തുള്ളത് പ്ലസ് മൈനസ് കാറ്റയോൺ ചാർജ് ഒരു കാറ്റയോൺ ചാർജ് ഉണ്ടല്ലോ അല്ലേ സോ ബേസിക്കലി സറൗണ്ടിങ് ആറ്റം ഞാൻ ഇങ്ങനെ എഴുതാം സറൗണ്ടിങ് ആറ്റംസ് 0 മോണോവാലന്റ് ആറ്റംസ് അറ്റാച്ച് 0 മൈനസ് 1 സോ ബേസിക്കലി 6 മൈനസ് ഒരു മിനിറ്റ് മക്കളെ ഒരു മിനിറ്റ് ഇവിടെ എന്തോ തെറ്റ് പറ്റിയല്ലോ O3 പ്ലസിൻ്റെ കേസ് ഒരു മിനിറ്റ് മക്കളെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തേടാ മക്കളെ എടാ O3 പ്ലസിൻ്റെ കേസ് നോക്കുമ്പോൾ എല്ലാവരും നോക്കുക O3 പ്ലസിൻ്റെ കേസ് നോക്കുമ്പോൾ എല്ലാവരും നോക്കിക്കേ മക്കളെ O3 പ്ലസിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ തന്നെ അറിയാം O3 പ്ലസിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ അറിയാം ദിസ് ഇസ് ദ പെർട്ടിക്കുലർ സ്ട്രക്ചർ ഇതാണ് O3 പ്ലസിൻ്റെ സ്ട്രക്ചർ വരുന്നത് ഇവിടെ നിങ്ങൾ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് സാർ ഇത് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടത് എല്ലാവരും നോക്കിയേ ഇവിടെ നിങ്ങൾ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും നിങ്ങൾ പറയും സർ 6 നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഓൺ ഓക്സിജൻ 6 ആണ് പ്ലസ് നമ്പർ ഓഫ് മോണോവാലന്റ് ആറ്റംസ് അറ്റാച്ച് നിങ്ങൾ എന്ത് ചെയ്യും 0 എന്ന് എടുക്കും മൈനസ് കാറ്റയോൺ ചാർജ് 1 എന്ന് എടുക്കും ഡിവൈഡഡ് ബൈ 2 എന്ന് എടുക്കും അപ്പോൾ 6 മൈനസ് 1 5 ബൈ 2 2.5 എന്ന് വരും അത് കറക്റ്റ് ആണോ അല്ല അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ബേസിക്കലി എല്ലാവരും നോക്കിക്കേ മക്കളെ ഇവിടെ നിങ്ങൾക്ക് ബേസിക്കലി you are getting an odd number over here number of total valence electrons odd ആയിട്ടാണ് കിട്ടുന്നത് അങ്ങനെ വരുമ്പോൾ don't rely on the formula റിലൈ ചെയ്യരുത് മക്കളെ അങ്ങനെ വരുമ്പോൾ don't rely on the formula actual structure നോക്കുക മക്കളെ actual structure അത് ഓസോണിന്റെ ഒക്കെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാം this is the structure okay മക്കളെ
ഇങ്ങനെ വരുമ്പോൾ ഡോണ്ട് റിലൈ ഓൺ ദ ഫോർമുല. ഇങ്ങനെ റെയർ കേസസിലേ വരുള്ളൂ. ഇനിയൊരു കേസും കൂടി സാറ് പറഞ്ഞു തരാം. സോ ബേസിക്കലി ഇവിടെ ഇലക്ട്രോൺ പെയർസ് വരാൻ പോകുന്നത് 2, 4, 6, 8 തന്നെയാണ്. നമ്പർ ഓഫ് ബോണ്ട് പെയർസ് വരാൻ പോകുന്നത് ഇലക്ട്രോൺ പെയർസ് വരാൻ പോകുന്നത് 1, 2, 3, 4 ആണ്. 1, 2, 3 3 ഇലക്ട്രോൺ പെയർസ് വരാൻ പോകുന്നത്. ഞാൻ പറയുന്നത് ഡോണ്ട് കൺസിഡർ ദ പൈ ബോണ്ട്. ഓക്കെ, പൈ ബോണ്ട് ഇലക്ട്രോൺ പെയർസിൽ കൺസിഡർ ചെയ്യില്ല. ഇതൊരു പെയർ, ഇതൊരു പെയർ, ഇതൊരു പെയർ, ഇങ്ങനെയായിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ആക്ച്വൽ ഞാൻ പറഞ്ഞല്ലോ നമ്പർ ഇലക്ട്രോൺ പെയർസ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് പ്ലസ് നമ്പർ ഓഫ് ലോൺ പെയർസ് ആണ്. പൈ ബോണ്ട് കൺസിഡർ ചെയ്യല്ലേ മക്കളെ. സോ ബേസിക്കലി നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് വരുന്നത് എത്രയാണ്? 2 ആണ്. നമ്പർ ഓഫ് ലോൺ പെയർസ് വരുന്നത് 1 ആണ്. ഷേപ്പ് വരുന്നത് ബെൻറ്റ് ആണ് മക്കളെ. ഷേപ്പ് വരുന്നത് ബെൻറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ പറയും സർ ഇങ്ങനെ വേറെ ഏതെങ്കിലും കോമ്പൗണ്ട് ഉണ്ടോ? ഇങ്ങനെ വേറെ ഏതെങ്കിലും കോമ്പൗണ്ട് ഉണ്ടോ? ഇങ്ങനെ വേറെ ഏതെങ്കിലും കോമ്പൗണ്ട് ഉണ്ടോ? ഡെഫിനറ്റ്ലി മക്കളെ സർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഡോണ്ട് അപ്ലൈ ദ ഫോർമുല ഫോർ ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ്. ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ് ഫോർ എക്സാമ്പിൾ NO2 ഈ പറഞ്ഞ ഐറ്റത്തിനൊന്നും ഇത് കൊണ്ടൊന്ന് അപ്ലൈ ചെയ്യരുത്. ഓഡ് ഇലക്ട്രോൺ സ്പീഷീസിന് ഇത് അപ്ലൈ ചെയ്യരുത്. ഡോണ്ട് അപ്ലൈ ദ ഫോർമുല ഫോർ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഹാവിങ് കാർബൺ ബോണ്ട്. ഓർഗാനിക് കോമ്പൗണ്ട്സിനും ഇത് കൊണ്ടൊന്ന് അപ്ലൈ ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ പലരും ചെയ്യുന്നൊരു തെറ്റാണ്. നിങ്ങൾക്ക് ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ എല്ലാവരും നോക്കിക്കേ മക്കളെ, ഇലക്ട്രോൺ പെയർസ് ഇപ്പോൾ ഇവിടെ ഇതിന് ഇത് കൊണ്ടൊന്ന് അപ്ലൈ ചെയ്യരുത്. നിങ്ങൾ പറയും സർ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഓൺ കാർബൺ 4, നമ്പർ ഓഫ് മോണോ വാലന്റ് ആറ്റംസ് അറ്റാച്ച് 3, കാര്യം 3 ആയിട്ട് തന്നെ ഉള്ളൂ, ബൈ 2 എന്ന് വരും. അപ്പോൾ എന്താ 4 + 3/2 7/2 3.5 ആ. ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ്. അവിടെ ഈ ഫോർമുലാസ് ആപ്ലിക്കബിൾ അല്ല മക്കളെ. ഗോട്ട് ഇറ്റ്? ഓക്കെ ആണോ മക്കളെ? അതായത് ഒന്നും കൂടി പറയുകയാണെങ്കിൽ ഡോണ്ട് അപ്ലൈ ദ ഫോർമുല ഫോർ ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ്. ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ് എന്ന് പറയുമ്പോൾ NO2 ഈ പറഞ്ഞ ഐറ്റത്തിനൊന്നും ഈ ഫോർമുല അപ്ലൈ ചെയ്യരുത്. അതേപോലെ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഹാവിങ് കാർബൺ ബോണ്ട്. ഫോർ എക്സാമ്പിൾ സാർ ഇവിടെ കാണിച്ചു തന്നില്ലേ, ഈ കാർബൺ ഒന്നും പോയി ഇത് അപ്ലൈ ചെയ്യരുത്. ഇത് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഓൺ കാർബൺ 4, നമ്പർ ഓഫ് മോണോ വാലന്റ് ആറ്റംസ് അറ്റാച്ച് 3 എന്ന് കിട്ടും, ഡിവൈഡ് ബൈ 2. ഇത് അപ്ലൈ ചെയ്യരുത്. ഗോട്ട് ഇറ്റ്? മനസ്സിലായോ മക്കളെ? ഗോട്ട് ഇറ്റ്? നേരത്തെ കണ്ട ഓസോൺ ഇസ് ഓൾസോ ആൻ എക്സാമ്പിൾ. നിങ്ങൾക്ക് ആ ബൈ 2 ചെയ്തിട്ട് ഡെസിമൽ വാല്യൂസ് കിട്ടുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ദ ഫോർമുല ഷുഡ് നോട്ട് ബി അപ്ലൈഡ്. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ ആക്ച്വൽ സ്ട്രക്ചറിലേക്ക് എത്താൻ നോക്കുക. ഓസോണിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വന്നാൽ ഇപ്പം എന്നോടെ സ്ട്രക്ചർ ഞാൻ തന്നിട്ടുണ്ട്. എന്നോടെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ടാണ് സ്ട്രക്ചേഴ്സ് തന്നെ. NO2ൻ്റെ സ്ട്രക്ചർ ഞാൻ തന്നിട്ടുണ്ട്. ഓസോണിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാം. ഗോട്ട് ഇറ്റ്? ആ ഫോർമുല അപ്ലൈ ചെയ്തിട്ട് ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ഡിവൈഡ് ബൈ 2 അപ്പോൾ നിങ്ങൾ ആക്ച്വൽ സ്ട്രക്ചർ എങ്ങനെയെങ്കിലും എത്തിക്കാൻ നോക്കുക. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സ്ട്രക്ചേഴ്സ് തന്നെയായിരിക്കും. ഗോട്ട് ഇറ്റ്? ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഈ ഫോർമുല വെച്ചിട്ട് ജാതകം കണ്ടെത്താൻ പറ്റും. ഓക്കെ മക്കളെ, ഞാനിപ്പോൾ ഇത്രയും ഇത് ഹോംവർക്കായിട്ട് നിങ്ങൾക്ക് തരികയാണ് മക്കളെ. CO2ൻ്റെ XCO3, XCOF4 ഇതൊക്കെ ആ ഫോർമുല വെച്ചിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ, CO2ൻ്റെ കേസൊക്കെ. ഗോട്ട് ഇറ്റ് മക്കളെ? ഇസ് ദാറ്റ് ക്ലിയർ? ഫൈൻ. ഓക്കെ, കണ്ടുപിടിക്കേണ്ട മെത്തേഡ് ഒന്നുകൂടെ പറയൂ. കണ്ടുപിടിക്കേണ്ട മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമുലയാണോ കൂട്ടാ? ഫോർമുല എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഓൺ സെൻട്രൽ ആറ്റം പ്ലസ് നമ്പർ ഓഫ് മോണോ വാലന്റ് ആറ്റംസ് മൈനസ് കാറ്റോൺ ചാർജ് പ്ലസ് ആനിയോൺ ചാർജ് ബൈ 2. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു എക്സാമ്പിളും കൂടി കാണിച്ചു തരാം. ഇപ്പോൾ XCOF4 എടുത്ത് കാണിച്ചു തരാം. XCOF4 എടുത്ത് കാണിച്ചു തരാം. ഇലക്ട്രോൺ പെയർസ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഓൺ സെൻട്രൽ ആറ്റം Xenon 8 പ്ലസ് മോണോ വാലന്റ് ആറ്റംസ് അറ്റാച്ച് 4, കാര്യം 4 ഫ്ലൂറിനാണ്, ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. ബോണ്ട് പെയർസ് എത്രയാണ്? നമ്പർ ഓഫ് സറൗണ്ടിങ് ആറ്റംസ്. ഒരു ഓക്സിജനും 4 ഫ്ലൂറിനും. സോ ബോണ്ട് പെയർസ് 5. ലോൺ പെയർസ് എത്ര? 6 - 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഷേപ്പ് എത്രയായിരിക്കും വരിക മക്കളെ? ഷേപ്പ് എന്തായിരിക്കും വരിക? ഷേപ്പ് വിൽ ബി സ്ക്വയർ പിരമിഡൽ. ഓക്കെ, ഗോട്ട് ഇറ്റ്? O3ൻ്റെ ഒന്നും കൂടെ പറയോ? O3യുടെ ഒന്നും കൂടെ പറയാലോ. എല്ലാവരും നോക്കുക. ഓസോണിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എല്ലാവരും നോക്കിക്കേ മക്കളെ. ഓസോണിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ O3+ൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ O3+, ഓസോൺ അല്ല, അത് O3+ ആണ് കേട്ടോ. O3+ൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഓസോൺ എന്ന് പറയുമ്പോൾ O3 ആണ്.
O3 പ്ലസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ബേസിക്കലി ഒരു മിനിറ്റ് അവിടെ അതാണെന്ന് തോന്നുന്നു തെറ്റ് വന്നത്. അവിടെ ബേസിക്കലി O3 പ്ലസ് ആണ് വന്നത്. ഓക്കെ ഒരു മിനിറ്റ് വെറുതെ അല്ല. ഇവിടെ O3 ആണ് തന്നിട്ടുള്ളതെങ്കിൽ O3 പ്ലസ് ആണെങ്കിൽ ഈ ഫോർമുല വാലിഡ് അല്ല. O3 ആണ് തന്നിട്ടുള്ളതെന്ന് വിചാരിക്കുക. എല്ലാവരും നോക്കുക, O3 ആണ് ഓസോൺ ആണ് തന്നിട്ടുള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഫോർമുല വാലിഡ് ആയിരിക്കും. എല്ലാവരും നോക്കിയേ, നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ 6 പ്ലസ് നമ്പർ ഓഫ് മോണോ വാലന്റ് ആറ്റംസ് അറ്റാച്ച്ഡ് എത്രയാണ്? നമ്പർ ഓഫ് മോണോ വാലന്റ് ആറ്റംസ് അറ്റാച്ച്ഡ് 0 ഡിവൈഡഡ് ബൈ 2. സോ 6/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ബോണ്ട് പെയർസ് എത്രയാണ്? 2 സറൗണ്ടിങ് ഓക്സിജൻ ഉണ്ട് 2. ലോൺ പെയർസ് എത്രയാണ്? 1. സോ ബെൻഡ്. ഇത് O3. പക്ഷെ O3 പ്ലസ് എടുക്കുകയാണെങ്കിൽ O3 പ്ലസ് എന്ന് പറയുമ്പോൾ എല്ലാവരും നോക്കിയേ, O3യുടെ സ്ട്രക്ചർ ഇസ് ദിസ്. O3യുടെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ദേ നോക്കിയേ, ഒരു ലോൺ പെയർ 2 സിഗ്മ ബോണ്ട്, ഒരു പൈ ബോണ്ട്. ഈ 2 ബോണ്ട് പെയർ എന്ന് വെച്ചാൽ 2 സിഗ്മ ബോണ്ട് എന്ന് കേട്ടോ. അണ്ടർസ്റ്റാൻഡ്, ബോണ്ട് പെയർസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് ആണ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഈ ഫോർമുലയിൽ ബോണ്ട് പെയർസ് എന്ന് ഉദ്ദേശിക്കുന്ന നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് മാത്രമാണ്, നമ്പർ ഓഫ് പൈ ബോണ്ട്സ് അല്ല. അപ്പോൾ നോക്കിയാൽ 2 സിഗ്മ ബോണ്ട്, ഒരു ലോൺ പെയർ, എല്ലാം കറക്റ്റാണ്. ഇതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയെന്ന് വിചാരിക്കുക. O3യിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോകുമ്പോഴാണ് O3 പ്ലസ് കിട്ടുക. ആൻഡ് അണ്ടർസ്റ്റാൻഡ്, O3 പ്ലസ് ഇസ് ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ്. അവിടെ ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നു, അതുകൊണ്ടാണ് നേരത്തെ കൺഫ്യൂഷൻ. O3ക്ക് ഈ ഫോർമുല വാലിഡാണ്. O3 ഓസോൺ ഈ ഫോർമുല വാലിഡ് ആണ്. O3 പ്ലസിന് ഈ ഫോർമുല വാലിഡ് അല്ല, ബിക്കോസ് O3 പ്ലസ് ഇസ് ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ്. മനസ്സിലായോ മക്കളെ? O3ക്ക് ഫോർമുല വാലിഡാ. 3 ഇലക്ട്രോൺ പെയർസ്, 2 സിഗ്മ ബോണ്ട്, ഒരു ലോൺ പെയർ, ബെൻ ഷേപ്പ്. ഇതാണ് O3. പക്ഷെ O3 പ്ലസ് ഇസ് ഓഡ് ഇലക്ട്രോൺ, ഫോർമുല ഇസ് ഇൻവാലിഡ്. ഇപ്പോൾ മനസ്സിലായോ മക്കളെ? ക്ലിയർ ആണോ? സെറ്റാണോ? കാര്യം സാർ ഇവിടെ എഴുതിയ ഈ പോയിന്റ് ഓർമ്മയുണ്ടോ? ഡോണ്ട് അപ്ലൈ ദ ഫോർമുല ഫോർ ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ്. O3 പ്ലസ് എന്ന് പറയുമ്പോൾ അതും ഒരു ഓഡ് ഇലക്ട്രോൺ സ്പീഷിയാണ്. കാര്യം ഓസോണിൽ നിന്ന് ഈ 2 ഇലക്ട്രോണിൽ നിന്ന് ഒരു ഇലക്ട്രോൺ എടുത്ത് കളയണം, എന്നാലേ O3 പ്ലസ് വരുള്ളൂ. ദാറ്റ് മീൻസ് ദർ ഇസ് ആൻ ഓഡ് ഇലക്ട്രോൺ ഓവർ ഹിയർ. ഓക്കെ മക്കളെ, ഗോട്ട് ഇറ്റ്? ഓക്കെ. അതേപോലെ തന്നെ വെൻ കാർബൺ ബോണ്ട് ഇസ് ദെയർ, ഡോണ്ട് അപ്ലൈ. മീത്തേനിൽ അപ്ലൈ ചെയ്യാം. ഇപ്പൊ മീത്തേൻ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കിക്കോളൂ, 4 + 4/2. കാർബൺ ബോണ്ട് വരുമ്പോൾ ഡോണ്ട് അപ്ലൈ ഇറ്റ്. ഓക്കെ മക്കളെ, ഗോട്ട് ഇറ്റ്? നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് എ ജോമെട്രി ഡിഫറെന്റ് ഫ്രം ദി അതേഴ്സ്? NO2 ഓഡ് ഇലക്ട്രോൺ അല്ലടാ. NO2ന്റെ കേസ് എന്താ വരിക? NO2ന്റെ കേസിൽ ആ ഫോർമുല അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. അവിടെ നിങ്ങൾ ആ സ്ട്രക്ചർ ആക്ച്വലി അറിഞ്ഞിരിക്കണം. NO2ന് ഇറ്റ്സ് എ ബെൻഡ് സ്ട്രക്ചർ വിത്ത് ആൻ അൺപെയർഡ് ഇലക്ട്രോൺ. ഇവിടെ ഒരു കോർഡിനേറ്റ് ബോണ്ട് ഉണ്ട്. ഇതാണ് NO2ന്റെ സ്ട്രക്ചർ. NOയുടെ സ്ട്രക്ചർ നിങ്ങൾ അറിഞ്ഞിരിക്കണം. NOയുടെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇതേപോലെ ഇതാണ് സ്ട്രക്ചർ വിത്ത് 2 ലോൺ പെയർസ് ഓൺ ഓക്സിജൻ. ഗോട്ട് ഇറ്റ്? Which of the following has a geometry different from the others? ഇതിൽ നിങ്ങൾ SO4 നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ടെട്രാഹെഡ്രൽ. നിങ്ങൾക്കറിയാം ടെട്രാഹെഡ്രൽ ആണ്. BF4 മൈനസോ നിങ്ങൾ നോക്കിക്കേ. നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഓൺ ബോറോൺ 3, നമ്പർ ഓഫ് മോണോ വാലന്റ് ആറ്റംസ് അറ്റാച്ച് 4 പ്ലസ് ആനയോൺ ചാർജ് ഡിവൈഡഡ് ബൈ 2. സോ 7, 8/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. എത്ര നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് എത്ര വരിക? 4. നമ്പർ ഓഫ് ലോൺ പെയർസ് 0. അത് തന്നെയാണ് PH4 പ്ലസിലും വരിക. PH4 പ്ലസിലെ ഇലക്ട്രോൺ പെയർസ് എത്ര? 5 + 4 - 1 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് എത്രയാ? 4. നമ്പർ ഓഫ് ലോൺ പെയർസ് എത്രയാ? 0. അത് തന്നെയാണ് SO4 വരിക. പക്ഷെ XeF4, സോ ഇതെല്ലാം ടെട്രാഹെഡ്രൽ അല്ല. പക്ഷെ XeF4 മക്കളെ, XeF4ന്റെ കേസ് എന്താ? XeF4 ഇസ് സ്ക്വയർ പ്ലെയിനാർ. നിങ്ങൾക്കറിയാം XeF4 എന്ന് പറയുന്നത് സ്ക്വയർ പ്ലെയിനാർ ആണ് അല്ലേ? ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ്, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ദ 2 സ്പീഷീസ് ആർ ട്രയഗണൽ പിരമിഡൽ? ട്രയഗണൽ വരണം. ട്രയഗണൽ ബൈ പിരമിഡൽ അല്ല, ട്രയഗണൽ പിരമിഡൽ. 2 സ്പീഷീസ് ആർ ട്രയഗണൽ പിരമിഡൽ. ട്രയഗണൽ പിരമിഡൽ എന്ന് വെച്ചാൽ ബേസിക്കലി പിരമിഡൽ സ്ട്രക്ചർ. നമ്മുടെ നോർമൽ പിരമിഡൽ സ്ട്രക്ചർ ഏതിലാ വരിക? നമുക്ക് ഓപ്ഷൻ 1 നോക്കാം. BrO3-.
BrO3 മൈനസ്. ട്രയഗണൽ പിരമിഡൽ എന്ന് പറയുമ്പോൾ മൂന്ന് ബോണ്ട് പെയർസും ഒരു ലോൺ പെയറും വരണം. 3 സിഗ്മ ബോണ്ട്സും ഒരു ലോൺ പെയറും വരുമോ നോക്കാം. ഇലക്ട്രോൺ പെയർസിന്റെ ഫോർമുല എന്താ? ബ്രോമിൻ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ 7, മോണോവാലന്റ് ആറ്റംസ് അറ്റ് 0 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് എത്രയാ? സറൗണ്ടിങ് ആറ്റംസ് 3 എണ്ണം ഉണ്ട്. നമ്പർ ഓഫ് ലോൺ പെയർസ് EP മൈനസ് നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ്. ഇവിടെ നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് ഉദ്ദേശിക്കുന്നത് ബോണ്ട് പെയർസ് തന്നെയാണ് കേട്ടോ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ബോണ്ട് പെയർ എന്ന് പറയുമ്പോൾ കൺഫ്യൂസ് ആവരുത്. വി ആർ ടോക്കിംഗ് അബൌട്ട് നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ്. ബോണ്ട് പെയർ എന്ന് പറയുമ്പോൾ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. നമ്മൾ പറയുന്നത് നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് ആണ് ഇവിടെ എല്ലാം. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബോണ്ട് പെയർസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് ആണ് കേട്ടോ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ്. ബോണ്ട് പെയർസ് ശരിക്കും പറഞ്ഞാൽ പൈ ബോണ്ട് ഉൾപ്പെടണം. പക്ഷേ ഈ ഫോർമുലയിൽ ബോണ്ട് പെയർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് ആണ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ, സോ ബേസിക്കലി ഈ ക്വസ്റ്റനിൽ നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് എത്രയാണ് വരിക? നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് എത്രയാണ് വരിക? 3. അപ്പോൾ നമ്പർ ഓഫ് ലോൺ പെയർസ് എത്രയാണ്? 1. ഓക്കെ, XeO3യുടെയോ? XeO3യുടെ ഇലക്ട്രോൺ പെയർസ് എത്രയാണ് വരിക മക്കളെ? ഇലക്ട്രോൺ പെയർസ് ഇസ് ഈക്വൽ ടു 8. കാറ്റോൺ ചാർജില്ല, ആനോൺ ചാർജില്ല, മോണോവാലന്റ് ആറ്റംസ് 8/2 that is equal to 4. Number of sigma bonds that is equal to 3. Number of lone pairs that is equal to 1. So basically 3 sigma bonds, 1 lone pair, pyramidal structure. 1 ആണ് ആൻസർ ആയിട്ട് വരിക. Got it? Fine. Which of the following is not isostructural with CCl4? CCl4 ആയിട്ട് ഐസോസ്ട്രക്ചർ അല്ലാത്തത് ആരാണ്? CCl4ന്റെ സ്ട്രക്ചർ എന്താ? മീത്തേൻ പോലെ തന്നെ ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ. അപ്പോൾ ഐസോസ്ട്രക്ചർ അല്ലാത്തത് ആരാണെന്നാണ് ചോദ്യം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ PO4 3- ടെട്രാഹൈഡ്രലായിരിക്കും, NH4+ ടെട്രാഹൈഡ്രലായിരിക്കും, SO4 2- ടെട്രാഹൈഡ്രലായിരിക്കും. പക്ഷേ SCl4 ഇസ് ബേസിക്കലി സീസോ. SCl4 എന്ന് പറയുമ്പോൾ സീസോ ആണ്. നിങ്ങൾക്കറിയാം SF4 സീസോ ആണല്ലോ. സോ SCl4ഉം സീസോ ആണ്. സോ ബേസിക്കലി B വിൽ ബി ദി ആൻസർ. ബാക്കിയെല്ലാം ടെട്രാഹൈഡ്രലായിരിക്കും. നിങ്ങൾക്ക് ഫോർമുല ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ ആണോ മക്കളെ? ഗോട്ട് ഇറ്റ്? Next, in the protonation of H2O, change occurs in the. Okay, ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഹൈബ്രിഡൈസേഷൻ ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. കാര്യം ഹൈബ്രിഡൈസേഷൻ ഒന്ന് നമുക്ക് കാണാം. അപ്പോൾ ബേസിക്കലി VSEPR തിയറി ഇതാണ്. VSEPR തിയറി വെച്ചിട്ട് നമുക്ക് ജാതകത്തിൽ നിന്ന് എന്തൊക്കെ കിട്ടി? നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ കിട്ടി ട്രിക്ക്, നമ്പർ ഓഫ് ലോൺ പെയർസ് കാൽക്കുലേറ്റ് ചെയ്യാൻ കിട്ടി, ഷേപ്പ്, ജോമെട്രി. ഓക്കെ, ഇനി എല്ലാവരും നോക്കുക, നമുക്ക് വാലൻസ് ബോണ്ട് തിയറിയിലേക്ക് കിടക്കാം. ഈ VSEPR തിയറി ബേസിക്കലി ഷേപ്പിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഏതൊക്കെ ഓർബിറ്റൽസ് ആണ് ഇൻവോൾവ്, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്, ഇതൊന്നും VSEPR തിയറി പറയുന്നില്ല. അവിടെയാണ് വാലൻസ് ബോണ്ട് തിയറിയും ഹൈബ്രിഡൈസേഷനും വരുന്നത്. എല്ലാവരും നോക്കുക, വാലൻസ് ബോണ്ട് തിയറി എന്നാൽ എന്താണ്? വാലൻസ് ബോണ്ട് തിയറി സേസ് ദാറ്റ് ഓർബിറ്റൽസ് ഓവർലാപ്പ്, ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഓവർലാപ്പ് ടു ഫോം കോവലന്റ് ബോണ്ട്. 2 ടൈപ്പ് ഓവർലാപ്പ് ഉണ്ട്, ആക്സിയൽ ഓവർലാപ്പ് ആൻഡ് ലാറ്ററൽ ഓവർലാപ്പ്. ആക്സിയൽ ഓവർലാപ്പ് ബേസിക്കലി നിങ്ങൾക്കറിയാം, ഫോർ എക്സാമ്പിൾ ഇറ്റ് ഹാപ്പൻസ് അലോങ് ദി ഇന്റർന്യൂക്ലിയർ ആക്സിസ്. ഫോർ എക്സാമ്പിൾ SS ഓവർലാപ്പ് ഇങ്ങനെ നടക്കും, PP ഓവർലാപ്പ് ഇങ്ങനെ നടക്കും, അല്ലെ SP ഓവർലാപ്പ് ഇങ്ങനെ നടക്കും. അതായത് ഇന്റർന്യൂക്ലിയർ ആക്സിസിന്റെ അതേ ലൈനിൽ തന്നെയായിരിക്കും ഓവർലാപ്പ് നടക്കുന്നത്. നേരെ മറിച്ച് ലാറ്ററൽ ഓവർലാപ്പ് എന്ന് പറയുമ്പോൾ ബേസിക്കലി പെർപെൻഡിക്കുലർ ടു ദ ഇന്റർന്യൂക്ലിയർ ആക്സിസ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2 P ഓർബിറ്റൽസ് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു P ഓർബിറ്റലും ഒരു D ഓർബിറ്റലും ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുകയാണെങ്കിൽ, സോ ബേസിക്കലി ഇതാണ് ഇന്റർന്യൂക്ലിയർ ആക്സിസ്. ദേ ആർ ലൈങ് പെർപെൻഡിക്കുലർ ടു ദി ഇന്റർന്യൂക്ലിയർ ആക്സിസ്. ഓക്കെ ആണോ മക്കളെ? ഹൗ ടു ഡിസൈഡ് സെൻട്രൽ ആറ്റം? മക്കളെ ബേസിക്കലി സെൻട്രൽ ആറ്റം ഡിസൈഡ് ചെയ്യാനായിട്ട് ദ മോസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് ആറ്റം ആയിരിക്കും ജനറലി സെൻട്രൽ ആറ്റം ആയിട്ട് വരിക. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി, ഒന്നില്ലെങ്കിൽ ആ ആറ്റം ഒരെണ്ണമേ ഉണ്ടാവുള്ളൂ, അവിടെ സറൗണ്ടിങ് ആറ്റംസ് കുറേ ഉണ്ടാവും, ആ ആറ്റം ഒരെണ്ണമേ ഉണ്ടാവുള്ളൂ. ജനറലി മോസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് ആറ്റം, അത് പ്രോബ്ലംസ് ചെയ്തേ മോൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ജനറലി മോസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് ആറ്റം, ആ ഒരു ട്രിക്ക് മനസ്സിൽ വെച്ചാൽ മതി. മോസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് ആറ്റമാണ് ജനറലി
സെൻട്രൽ ആറ്റം ആവുന്നത്. ഓക്കെ, മിക്ക ക്വസ്റ്റ്യൻ 99.99% ക്വസ്റ്റ്യൻസിലും അതാണ് സിറ്റുവേഷൻസ്. ഓക്കെ, ഗോട്ട് ഇറ്റ്. ചില സിറ്റുവേഷൻസിൽ ഇപ്പോൾ CH4ന്റെ കേസിൽ കാർബൺ ആണ് സെൻട്രൽ ആറ്റം, എനിക്കറിയാം കാർബൺ ആണ് ഇലക്ട്രോ നെഗറ്റീവ്, പക്ഷെ മിക്ക കേസിലും സെൻട്രൽ ആറ്റം വരുന്നത് മോസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് ആറ്റമാണ്. ഓക്കെ, സോ എല്ലാവരും നോക്കിക്കേ മക്കളെ, നമുക്കറിയാം there are two kinds of bonds that are formed. ഈ ആക്സിയൽ ഓവർലാപ്പും ലാറ്ററൽ ഓവർലാപ്പും വെച്ച് രണ്ട് ടൈപ്പ് ബോണ്ട് ഉണ്ട്, സിഗ്മ ബോണ്ട് ആൻഡ് പൈ ബോണ്ട്. സിഗ്മ ബോണ്ട് is formed by axial overlap, pi bond is formed by lateral overlap. അതറിയാലോ. Sigma bond can be formed by overlap of SS, SP and PP. SS sigma bond വരാം, PP sigma bond വരാം, SP sigma bond വരാം. പക്ഷെ pi bond can only be formed by PP, PD and DD. അതായത് PP, PD, Pയും Dയും അതേപോലെ തന്നെ Dയും Dയും അതേപോലെ തന്നെ ഡിയും ഡിയും രണ്ട് ഡി ഓർബിറ്റൽസ് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഫോം ചെയ്യുന്ന പൈ ബോണ്ട്. ഒരിക്കലും എസ് ഓർബിറ്റൽസ് കനോട്ട് ഫോം എ പൈ ബോണ്ട്. XeO4ൽ XE ആണ് കറക്റ്റ്. ഓക്കെ, ഒരിക്കലും എസ് ഓർബിറ്റൽസ് വിൽ നോട്ട് ഫോം എ പൈ ബോണ്ട്. കാര്യം എസ് ഓർബിറ്റൽ ഇസ് സിമെട്രിക്കൽ, പൈ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ്, സിൻസ് ഓർബിറ്റൽ ഓവർലാപ്പ് ഇസ് മാക്സിമം, സ്റ്റെബിലിറ്റി ഇസ് മാക്സിമം ഫോർ സിഗ്മ ബോണ്ട്. സിഗ്മ ബോണ്ടിലാണ് മാക്സിമം ഓവർലാപ്പ് ഉള്ളത്, പൈ ബോണ്ടിൽ the bond is weaker than sigma bond. അതേപോലെ തന്നെ സിഗ്മ ബോണ്ടിൽ ഫ്രീ റൊട്ടേഷൻ പോസിബിൾ ആണ്, പൈ ബോണ്ടിൽ ഫ്രീ റൊട്ടേഷൻ പോസിബിൾ അല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ ഫ്രീ റൊട്ടേഷൻ? എന്താണ് ഈ ഫ്രീ റൊട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കിക്കേ മക്കളെ, ഇപ്പോൾ ഒരു കാർബൺ കാർബൺ ബോണ്ട് എടുക്കുകയാണ്, നിങ്ങൾക്കറിയാം ഈ സിഗ്മ ബോണ്ട് ക്യാൻ ബി റൊട്ടേറ്റഡ്. അതായത് ഒരു കാർബണെ പിടിച്ചു നിർത്തി മറ്റേ കാർബൺ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഈ സിഗ്മ ബോണ്ട് എന്ന് പറഞ്ഞ ഒരു സ്ക്രൂ പോലെയാണ്. നേരെ മറിച്ച് ഇപ്പോൾ ഒരു സിഗ്മ ബോണ്ട് ഇങ്ങനെ ഫോം ചെയ്തു, ഒരു പൈ ബോണ്ട് ഇങ്ങനെ ഫോം ചെയ്തു എന്ന് വിചാരിക്കുക, ഒരു പൈ ബോണ്ട് ഇങ്ങനെ ഫോം ചെയ്തു, അത് റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ പൈ ബോണ്ട് പൊട്ടും. അപ്പോൾ അതെ, സിഗ്മ ബോണ്ട് ഇങ്ങനെ ഫോം ചെയ്ത് കഴിഞ്ഞു, അത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ പൈ ബോണ്ട് ഫോം ചെയ്താൽ ഇഫ് യു ആർ ട്രൈങ് ടു റൊട്ടേറ്റ്, ആ പൈ ബോണ്ട് അവിടെ പൊട്ടും. സോ ഫ്രീ റൊട്ടേഷൻ ഇസ് നോട്ട് പോസിബിൾ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കാർബൺ കാർബൺ പൈ ബോണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക, കാർബൺ കാർബൺ പൈ ബോണ്ട് ഉണ്ടെങ്കിൽ ഈ കാർബണെ പിടിച്ചു നിർത്തിയിട്ട് ഈ കാർബണെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം പൈ ബോണ്ട് ഉണ്ടെങ്കിൽ റൊട്ടേഷൻ ഇസ് നോട്ട് പോസിബിൾ. ഓക്കെ മക്കളെ, ആ പോയിന്റ് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ സിഗ്മ ബോണ്ട് ബിറ്റ്വീൻ ടു ആറ്റംസ് ഇസ് പ്രസന്റ് എലോൺ. സിഗ്മ ബോണ്ടിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും, പൈ ബോണ്ടിൻ്റെ ആവശ്യമില്ല. പക്ഷെ പൈ ബോണ്ടിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല, പക്ഷെ ഇത് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി തിരുത്തി പറയുന്നുണ്ട്, പൈ ബോണ്ട്സ് ക്യാൻ എക്സിസ്റ്റ് എലോൺ. ബട്ട് ആദ്യം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, വെൻ ടു ആറ്റംസ് കം ടുഗെദർ ആദ്യം ഫോം ചെയ്യുന്നത് സിഗ്മ ബോണ്ടാണ്, അത് കഴിഞ്ഞിട്ടാണ് പൈ ബോണ്ട് ഫോം ചെയ്യുന്നത്. ആദ്യം സിഗ്മ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ടാണ് പൈ ബോണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പി ഓർബിറ്റൽസ് എടുത്താൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ പി ഓർബിറ്റൽസ് ആർ കമ്മിങ് ലൈക്ക് ദിസ്. ആദ്യം സിഗ്മ ബോണ്ട് ഫോം ചെയ്യും, അത് കഴിഞ്ഞിട്ടാണ് പൈ ഓവർലാപ്പ് നടക്കുന്നത്, ആദ്യം സിഗ്മ ബോണ്ട്, ദെൻ പൈ ബോണ്ട്. ഓക്കെ മക്കളെ, ഗോട്ട് ഇറ്റ്. ഇനി നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത്, ബോണ്ട് സ്ട്രെങ്ത് is always directly proportional to extent of overlapping. Bond strength is directly proportional to extent of overlapping. മനസ്സിലാക്കുക. Nature of atomic orbitals decides extent of overlapping. Extent of overlapping is decided by nature of atomic orbitals. Directional orbitals like PDF has more overlapping than non-directional. ഓർത്ത് വയ്ക്കുക മക്കളെ. ഡയറക്ഷണൽ ഓർബിറ്റൽസ് എന്ന് വെച്ചാൽ എന്താ? ഇപ്പോൾ പി ഓർബിറ്റൽസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം PX ഉണ്ട്, PY ഉണ്ട്, PZ ഉണ്ട്. They are directional. They are facing a particular direction. ഇപ്പോൾ d orbitals they are directional. They are facing a particular direction. Got it? But directional orbitals ന് ഓവർലാപ്പ് കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ PP ഓവർലാപ്പ് is more than PS ഓവർലാപ്പ്. S ഓർബിറ്റൽ is നോൺ ഡയറക്ഷണൽ, സിമെട്രിക്കൽ അല്ല, അതിനൊരു പെർട്ടിക്കുലർ ഡയറക്ഷൻ ഇല്ല. സോ ഡയറക്ഷണൽ ഓർബിറ്റൽസിന് ഓവർലാപ്പ് ഇസ് ഗ്രേറ്റർ ദാൻ നോൺ ഡയറക്ഷണൽ. അതേപോലെ തന്നെ ആക്സിയൽ ഓവർലാപ്പ് ഇസ് ഗ്രേറ്റർ ദാൻ ലാറ്ററൽ ഓവർലാപ്പ്. ഇത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾ നോക്കിയും സാർ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരിക? സാർ കാണിച്ചു തരാം, എല്ലാവരും നോക്കുക. ബോണ്ട് സ്ട്രെങ്ത് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സൈസ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽ ഓൾസോ. ഇതും ഓർത്ത് വയ്ക്കുക. ബോണ്ട് സ്ട്രെങ്ത് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സൈസ് ഓഫ് ഓർബിറ്റൽ. It is directly proportional to extent of overlapping. Extent of overlapping depends on directional, non-directional, axial, lateral. Okay, അപ്പോൾ എല്ലാവരും നോക്കിക്കേ,
1s overlapping is more than 1s 2p overlapping. കാര്യം എന്താ, ഇവിടെ സൈസ് ഓഫ് ഓർബിറ്റിൽ കൂടി. വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 1s 2s overlapping. വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 1s 2s overlapping. കാര്യം എന്താ, ഇത് ഡയറക്ഷണൽ ആണ്, ഇത് നോൺ ഡയറക്ഷണൽ ആണ്. 2p ഡയറക്ഷണൽ, 2s നോൺ ഡയറക്ഷണൽ. 1s 2s is greater than 2p 2p. കാര്യം എന്താ, ഇവിടെ ഷെല്ലിന്റെ സൈസ് കൂടി, ഇവിടെ 1 ആയിരുന്നു, ഇവിടെ 2 ആയി. 2p 2p is greater than 2s 2p. കാര്യം എന്താ, ഇവിടെ രണ്ടും ഡയറക്ഷണൽ ആണ്, ഇവിടെ ഒരാൾ ഡയറക്ഷണൽ അല്ല. 2s 2p is greater than 2s 2s. കാര്യം എന്താ, ഇവിടെ ഒരാൾ ഡയറക്ഷണൽ ആണ്, ഇവിടെ രണ്ടാളും നോൺ ഡയറക്ഷണൽ ആണ്. ഇനിയിപ്പോൾ n വാല്യൂ സെയിം ആണെങ്കിൽ, കൺഫ്യൂഷൻ ഒന്നുമില്ല. 3p 3p, ഫോർ എക്സാമ്പിൾ 3p 3p greater than 3p 3s greater than 3s 3s. കാര്യം എന്താ, ഇവിടെ രണ്ടും ഡയറക്ഷണൽ ആണ്, ഇവിടെ ഒരാൾ ഡയറക്ഷണൽ അല്ല, ഇവിടെ രണ്ടാളും നോൺ ഡയറക്ഷണൽ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ആദ്യം സൈസ് നോക്കുക. സൈസ് കുറവാണെങ്കിൽ സ്ട്രെങ്ത് കൂടുതലാണ്. പിന്നെ സൈസ് സെയിം ആണെങ്കിൽ ഡയറക്ഷണൽ ആണോ നോൺ ഡയറക്ഷണൽ ആണോ നോക്കുക. ഫോർ എക്സാമ്പിൾ ഇത് ഇവിടെ നോക്കുക, 1s and 2p, 1s and 2s. ഇവിടെ 1ഉം 2ഉം, ഇവിടെയും 1ഉം 2ഉം. അപ്പോൾ ഡയറക്ഷണൽ നോൺ ഡയറക്ഷണൽ വെച്ച് നോക്കുക. ഇവിടെ ഡയറക്ഷണൽ ഉണ്ട്, അപ്പോൾ അവിടെ ഓവർലാപ്പ് കൂടുതൽ, ഇവിടെ ഡയറക്ഷണൽ ഇല്ല, അപ്പോൾ ഓവർലാപ്പ് കുറവ്. മനസ്സിലായോ മക്കളെ? ഗോട്ട് ഇറ്റ്? ഓക്കെ ആണോ മക്കളെ? ഫൈൻ. സെറ്റാണോ? സെറ്റ് മസാലയാണോ? ഇനി എല്ലാവരും നോക്കിക്കേ മക്കളെ, ഡ്രോബാക്സ് ഓഫ് വാലൻസ് ബോണ്ട് തിയറി. എല്ലാവരും നോക്കിക്കേ, വാലൻസ് ബോണ്ട് തിയറി വെച്ചിട്ട് മീത്തേൻ പോലത്തെ ഒരു മോളിക്യൂളിന്റെ സ്ട്രക്ചറിനെ ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. മീത്തേൻ മാത്രമല്ല, കുറേ മോളിക്യൂളിന്റെ സ്ട്രക്ചറിനെ ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ കാർബണിന്റെ കോൺഫിഗറേഷൻ എന്താ, 1s2 2s2 2p2. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ കാർബണിൽ ഇവിടെ 2 ഇലക്ട്രോൺ, 2pയിൽ 2 ഇലക്ട്രോൺ. നിങ്ങളിപ്പോൾ ഒരു ഇലക്ട്രോണിനെ എക്സൈറ്റ് ചെയ്തു എന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഇവിടെ, 3 ഇലക്ട്രോൺ ഇവിടെ. വാലൻസ് ബോണ്ട് തിയറി വെച്ചിട്ട് ഒരു s ഓർബിറ്റിലും ഈ 3 p ഓർബിറ്റിലും, ഈ 3 p ഓർബിറ്റിലാണ് ഹൈഡ്രജനായിട്ട് ബോണ്ട് ചെയ്യാൻ പോകുന്നത്. അതായത് ബേസിക്കലി നിങ്ങൾ ബോണ്ട് ആംഗിൾ നോക്കുമ്പോൾ, മീത്തേൻ്റെ ബോണ്ട് ആംഗിൾ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ബോണ്ട് ആംഗിൾ നോക്കുമ്പോൾ 90 ഡിഗ്രി വരും. പക്ഷെ മീത്തേൻ്റെ ബോണ്ട് ആംഗിൾ 90 ഡിഗ്രി അല്ല, നിങ്ങൾക്കറിയാം 109.5 ആണെന്ന്. അവിടെയാണ് ഹൈബ്രിഡൈസേഷൻ കയറി വരുന്നത്. നിങ്ങൾക്കറിയാം ഹൈബ്രിഡൈസേഷൻ എക്സ്പ്ലെയിൻസ് ദിസ്. ഹൈബ്രിഡൈസേഷൻ എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഫിനോമിനൻ ഓഫ് ഇന്റർമിക്സിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് വാലൻസ് ഷെൽ of slightly different energy to form new set of atomic orbitals. അതായത് അറ്റോമിക് ഓർബിറ്റൽസ് ഇന്റർമിക്സ് ചെയ്യും, എന്നിട്ട് ന്യൂ ഹൈബ്രിഡ് ഓർബിറ്റൽസിലേക്ക് വരും ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഇപ്പൊ കാർബൺ വെറുതെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക, ഹൈബ്രിഡൈസേഷൻ നടക്കില്ല. കാർബണിന്റെ ചുറ്റും 4 ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ കാർബൺ നോക്കും, 4 ഹൈഡ്രജൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. 4 ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ 4 ബോണ്ട് ഫോം ചെയ്യണം. ബെസ്റ്റ് സ്ട്രക്ചർ ടെട്രഹൈഡ്രലാണ്. പക്ഷെ എൻ്റെ ഈ അറ്റോമിക് ഓർബിറ്റൽസ് വെച്ചിട്ട് ടെട്രഹൈഡ്രൽ കിട്ടില്ല. അപ്പോഴാണ് ഹൈബ്രിഡൈസേഷൻ നടക്കുക. സോ ഫോർ കെമിക്കൽ കോമ്പിനേഷൻ, ദാറ്റ് ഇസ് വെൻ ഹൈബ്രിഡൈസേഷൻ ഹാപ്പൻസ്. കെമിക്കൽ കോമ്പിനേഷന് വേണ്ടിയിട്ടാണ് ഹൈബ്രിഡൈസേഷൻ നടക്കുന്നത്. ഓക്കെ മക്കളെ, എല്ലാവരും നോക്കിക്കേ, ഫീച്ചേഴ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ. നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. ഇപ്പോൾ രണ്ട് അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ 2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് കിട്ടും. ഇപ്പോൾ ഒരു എസും ഒരു പിയും കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ 2 sp ഹൈബ്രിഡൈസ് ഓർബിറ്റൽസ് കിട്ടും. ഒരു എസും 2 പിയും കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ 3 sp2 ഹൈബ്രിഡൈസ് ഓർബിറ്റൽ കിട്ടും. ഒരു എസും 3 പിയും കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ, ഒരു എസ് ഓർബിറ്റലും 3 പി ഓർബിറ്റലും കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4 sp3 ഹൈബ്രിഡൈസ് ഓർബിറ്റൽ കിട്ടും. ഒരു എസും 3 പിയും ഒരു ഡിയും കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5 sp3d ഹൈബ്രിഡൈസ് ഓർബിറ്റൽ കിട്ടും. അതേപോലെ ഒരു എസ് 3 പി 2 ഡി കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 6 sp3d2 ഹൈബ്രിഡൈസ് ഓർബിറ്റൽ കിട്ടും. ദ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഹാവ് ഈക്വൽ എനർജി ആൻഡ് ഷേപ്പ്. ഹൈബ്രിഡ് ഓർബിറ്റൽസിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ജനറലി ഹൈബ്രിഡ് ഓർബിറ്റൽസിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് അവർക്കൊരു വലിയ ലോബും ഉണ്ടാവും, ഒരു ചെറിയ ലോബും ഉണ്ടാവും. അറ്റോമിക് ഓർബിറ്റൽ, ഇപ്പോൾ ഒരു പി ഓർബിറ്റലിൻ്റെയും ഒരു എസ് ഓർബിറ്റലിൻ്റെയും ഷേപ്പ് ഇതാണ്. അപ്പോൾ ഹൈബ്രിഡ് ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നതാണ്, ഒരു വലിയ ലോബും ഒരു ചെറിയ ലോബും. ഓക്കെ മക്കളെ, ഗോട്ട് ഇറ്റ്? അത് മറക്കരുത്. നെക്സ്റ്റ്, ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഓൺലി ഫോം സിഗ്മ ബോണ്ട്, സോ ദേ ക്യാൻ ഓവർലാപ്പ് ടു ഗ്രേറ്റർ എക്സ്റ്റെന്റ് ദാൻ അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ.
ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് സാർ ഇവിടെ എഴുതി തരാൻ പോവാം. ഹൈബ്രിഡ് ഓർബിറ്റൽസ് only form sigma bond. Only form sigma bond and lone pair. അതായത് ഹൈബ്രിഡ് ഓർബിറ്റൽസിന് പൈ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റില്ല. ഹൈബ്രിഡ് ഓർബിറ്റൽസിൽ ലോൺ പെയർ വരാം, ഹൈബ്രിഡ് ഓർബിറ്റൽസിൽ സിഗ്മ ബോണ്ട് വരാം. ഹൈബ്രിഡ് ഓർബിറ്റൽസ് വിൽ നോട്ട് ഫോം പൈ ബോണ്ട്. ഓർത്ത് വയ്ക്കുക, ഇറ്റ് വിൽ നോട്ട് ഫോം പൈ ബോണ്ട്. It can form sigma bond and it can form lone pair. And hybrid orbitals are always directed in the space, so hybridization indicates the shape of the molecule. മക്കളെ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ബേസിക്കലി എന്താ, സിഗ്മ ബോണ്ടും ലോൺ പെയറും ഉണ്ട്. അപ്പോൾ ഈ സിഗ്മ ബോണ്ടും ലോൺ പെയർ ഉള്ളതാണ് ഹൈബ്രിഡ് ഓർബിറ്റൽ. സോ നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് പ്ലസ് നമ്പർ ഓഫ് ലോൺ പെയർ ശരിക്കും എന്താ, ഹൈബ്രിഡൈസേഷൻ ആണ്. ഇപ്പോൾ 3 സിഗ്മ ബോണ്ടും ഒരു ലോൺ പെയർ ഉണ്ടെങ്കിൽ എനിക്ക് 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് വേണം. 2 സിഗ്മ ബോണ്ടും ഒരു ലോൺ പെയർ ഉണ്ടെങ്കിൽ എനിക്ക് 3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് വേണം. 4 സിഗ്മ ബോണ്ടും ഒരു ലോൺ പെയർ ഉണ്ടെങ്കിൽ എനിക്ക് 5 ഹൈബ്രിഡ് ഓർബിറ്റൽസ് വേണം. സോ ബേസിക്കലി നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് പ്ലസ് നമ്പർ ഓഫ് ലോൺ പെയർസ്. എല്ലാവരും നോക്കിക്കേ മക്കളെ, നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് പ്ലസ് നമ്പർ ഓഫ് ലോൺ പെയർസ് ഇസ് ഈക്വൽ ടു ഹൈബ്രിഡൈസേഷൻ വിച്ച് ഇസ് ഈക്വൽ ടു ഇലക്ട്രോൺ പെയർസ്. നേരത്തെ യൂസ് ചെയ്ത അതേ ഫോർമുല തന്നെ ഇവിടെ യൂസ് ചെയ്യാം. ഏത്, നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് പ്ലസ് നമ്പർ ഓഫ് മോണോ വാലന്റ് ആറ്റംസ് മൈനസ് കാറ്റയോൺ ചാർജ് പ്ലസ് ആനയോൺ ചാർജ് ഡിവൈഡഡ് ബൈ 2. അതായത് ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാനായിട്ട് സെയിം ഫോർമുല യൂസ് ചെയ്താൽ മതി. ബിക്കോസ് ഹൈബ്രിഡ് ഓർബിറ്റൽസിൽ എന്തൊക്കെ ഉണ്ടാവുക, സിഗ്മ ബോണ്ടും ലോൺ പെയർ. അപ്പോൾ നമ്പർ ഓഫ് സിഗ്മ ബോണ്ടും നമ്പർ ഓഫ് ലോൺ പെയർ ആഡ് ചെയ്താൽ ഇലക്ട്രോൺ പെയർസ് കിട്ടി. അത് തന്നെയാണ് നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ഗോട്ട് ഇറ്റ്? സോ സെയിം ഫോർമുല ക്യാൻ ബി യൂസ് ഫോർ hybridization. And understand E value, if it is equal to 2, hybridization is sp. If it is equal to 3, hybridization is sp2. If it is equal to 4, hybridization is equal to sp3. If it is equal to 5, hybridization is sp3d. If it is equal to 6, hybridization is sp3d2. If it is equal to 7, hybridization is sp3d3. Got it? Okay ആണല്ലോ മക്കളെ? ഫൈൻ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, sp3d ഡി ഓർബിറ്റലായിട്ട് വരുന്നത് dz². sp3d എന്ന് പറയുമ്പോൾ ഹൈബ്രിഡൈസേഷൻ 5 നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് 5. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ മക്കളെ, ഇത് XY പ്ലെയിൻ, ഇത് Z ആക്സിസ് അല്ലേ? അപ്പോൾ ഈ Z ആക്സിസിൽ വരുന്ന ഡി ഓർബിറ്റൽ ഏതാ, dz². സോ sp3d ഉപയോഗിക്കുന്ന ഡി ഓർബിറ്റൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ്സ് dz². അതേപോലെ sp3d2 ഉപയോഗിക്കുന്ന ഡി ഓർബിറ്റൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ dz² dx² y². dz² dx² y². sp3d2 ഉപയോഗിക്കുന്നത്, sp3d ഉപയോഗിക്കുന്നത് dz², sp3d2 ഉപയോഗിക്കുന്നത് dz² dx² y². ഓക്കെ മക്കളെ? അപ്പോൾ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല സെയിം തന്നെയാണ്. നേരത്തെ പറഞ്ഞ അതേ ആ മോളിക്യൂൾസിനൊക്കെ ഇലക്ട്രോൺ പെയർസ് നിങ്ങൾ കണ്ടുപിടിച്ചില്ലേ, അതേ ഫോർമുല തന്നെയാണ് ഹൈബ്രിഡൈസേഷനിൽ. ഗോട്ട് ഇറ്റ്? ഇനി എല്ലാവരും നോക്കിക്കേ. അപ്പോൾ നിങ്ങൾ പറയും സാർ പക്ഷേ കാർബണിൻ്റെ കോമ്പൗണ്ട്സിന് സാറ് പറഞ്ഞില്ലേ ഹൈബ്രിഡൈസേഷന് ഫോർമുല യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന്, ഓർഗാനിക് കോമ്പൗണ്ട്സിൽ. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ കാര്യത്തിൽ സാർ ഇവിടെ ഒരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, വെരി ഇമ്പോർട്ടൻറ്റ് സ്ലൈഡ്. ഫൈൻഡിങ് ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ. എല്ലാവരും നോക്കുക മക്കളെ. sp3d2 ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന്. sp3d2 നിങ്ങൾക്കറിയാം ഇറ്റ്സ് ഒക്ടാഹിഡ്രൽ. നിങ്ങൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിലും പഠിച്ചിട്ടുണ്ട് ഇത്. നിങ്ങൾ നോക്കിക്കേ മക്കളെ, ഈ പ്ലെയിൻ എന്ന് പറയുന്നത് XY പ്ലെയിനാണ്. XY പ്ലെയിനിൽ കിടക്കുന്ന ഡി ഓർബിറ്റൽ ഏതാ, along the axis dx² y². ഇത് along the axis ആണല്ലോ. അതേപോലെ തന്നെ ഇവിടെ ഇത് Z ആക്സിസ് ആണ്. Z ആക്സിസിൽ പോയിന്റ് ചെയ്തിരിക്കുന്ന ഡി ഓർബിറ്റൽ ഏതാ, dz². അതുകൊണ്ടാണ് sp3d2 പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, sp3d2 യൂസ് ചെയ്യുന്നത് dz² dx² y² ആണ്. ഓക്കെ മക്കളെ? അങ്ങനെ ഓർത്താൽ മതി. ഇനി എല്ലാവരും നോക്കിക്കേ, കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാനുള്ള കംപ്ലീറ്റ് ലിസ്റ്റ്. ഇഫ് കാർബൺ ഹാസ് 4 സിഗ്മ ബോണ്ട്സ്
4 സിഗ്മ ബോണ്ട് മാത്രമേ ഉള്ളെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp3. ഫോർ എക്സാമ്പിൾ മീത്തേൻ, ഈത്തേൻ എക്സെട്ര. 3 സിഗ്മ ബോണ്ട് ആൻഡ് 1 പൈ ബോണ്ട് ഇറ്റ്സ് sp2. ഫോർ എക്സാമ്പിൾ ഈത്തീൻ, എത്തനാൽ. അപ്പോൾ ഇതൊക്കെ 3 സിഗ്മ ബോണ്ട്സ് ആൻഡ് 1 പൈ ബോണ്ട്. 2 സിഗ്മ ബോണ്ട്സ് ആൻഡ് 2 പൈ ബോണ്ട്സ് ഇറ്റ്സ് sp. ഫോർ എക്സാമ്പിൾ ഈത്തൈൻ ഓർ അലീൻസ്. ഇപ്പോൾ ഇവിടെ നോക്കുക, 2 സിഗ്മ ബോണ്ട്സ് ആൻഡ് 2 പൈ ബോണ്ട്സ്. നെക്സ്റ്റ് 3 സിഗ്മ ബോണ്ട്സ് 1 ലോൺ പെയർ. 3 സിഗ്മ ബോണ്ടും 1 ലോൺ പെയറും ഹൈബ്രിഡൈസേഷൻ sp3. 3 + 1 4. Number of sigma bonds 3, number of lone pairs 1. 3 + 1 4. Hybridization is sp3. For example, carbanions. CH3 minus, CH3 CH2 minus. അപ്പോൾ ഈ കാർബണൊക്കെ 3 സിഗ്മ ബോണ്ടും ഒരു ലോൺ പെയറും ഉണ്ട്. 3 സിഗ്മ ബോണ്ട്സ് ആൻഡ് 0 ലോൺ പെയർ. 3 സിഗ്മ ബോണ്ടും 0 ലോൺ പെയർ എന്ന് പറയുമ്പോൾ sp2. ഫോർ എക്സാമ്പിൾ കാർബോകാറ്റയോൺസ്. 3 സിഗ്മ ബോണ്ടും ഒരു ആസ് ഇൻ 0 ലോൺ പെയറുമാണ്. 1 സിഗ്മ ബോണ്ട് 1 ലോൺ പെയർ ആൻഡ് 2 പൈ ബോണ്ട്. 1 സിഗ്മ ബോണ്ട് 1 ലോൺ പെയർ 2 പൈ ബോണ്ട് sp ആണ്. ഫോർ എക്സാമ്പിൾ ഈ ഒരു ആനയോൺ നോക്കിക്കേ, ഇവിടെ ഒരു സിഗ്മ ബോണ്ട് 2 പൈ ബോണ്ട് ഒരു ലോൺ പെയർ അല്ലേ, ഒരു സിഗ്മ ബോണ്ട് 2 പൈ ബോണ്ട് ഒരു ലോൺ പെയർ. ഹൈബ്രിഡൈസേഷൻ നോക്കാനായിട്ട് ഇത് പ്ലസ് ഇത് നോക്കിയാൽ മതി, സോറി ഇത് പ്ലസ് ഇത് നോക്കിയാൽ മതി, സിഗ്മ ബോണ്ട് പ്ലസ് ലോൺ പെയർ നോക്കിയാൽ മതി ഹൈബ്രിഡൈസേഷന്. 1 + 1 2 ദാറ്റ് ഇസ് sp. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ ഒരു സ്പീഷി ഞാനിവിടെ കാണിച്ചു തന്നു ഒരു എക്സാമ്പിൾ. 2 സിഗ്മ ബോണ്ട്സ് പ്ലസ് 1 പൈ ബോണ്ട് sp. ഫോർ എക്സാമ്പിൾ ദേ ഈ ഒരു കാർബോകാറ്റയോൺ നോക്കിയേ, ഡബിൾ ബോണ്ടഡ് കാർബണിൽ ഒരു പോസിറ്റീവ് ചാർജ് വരുമ്പോൾ ഒരു സിഗ്മ ബോണ്ട് ഇവിടെ, ഒരു സിഗ്മ ബോണ്ട് ഇവിടെ, ഒരു പൈ ബോണ്ട് ഇവിടെ, ലോൺ പെയർ ഇല്ല, ലോൺ പെയർ ഇല്ല. ദാറ്റ് ഇസ് ബേസിക്കലി sp. എങ്ങനെ sp ആയി? കാര്യം 2 സിഗ്മ ബോണ്ട് ഉണ്ട്, 0 ലോൺ പെയർ. 2 സിഗ്മ ബോണ്ട് 0 ലോൺ പെയർ. 2 + 0 2 ദാറ്റ്സ് sp. 2 സിഗ്മ ബോണ്ട്സ് 1 പൈ ബോണ്ട് 1 ലോൺ പെയർ sp2. കാര്യം 2 സിഗ്മ ബോണ്ട്സ് പ്ലസ് 1 ലോൺ പെയർ, 2 + 1 3, അത് മാത്രം നോക്കിയാൽ മതി, sp2 ആണ്. ഫോർ എക്സാമ്പിൾ CH2 ഡബിൾ ബോണ്ട് CH മൈനസ്, CH2 ഡബിൾ ബോണ്ട് CH മൈനസ്. നിങ്ങൾ നോക്കിയേ 2 സിഗ്മ ബോണ്ട്, ഇവിടെ ഒരു ലോൺ പെയർ. ഗോട്ട് ഇറ്റ്? ഓക്കെ ആണോ മക്കളെ? ഇതാണ് കംപ്ലീറ്റ് ലിസ്റ്റ്. കംപ്ലീറ്റ് ലിസ്റ്റാണ് കാർബണിൻ്റെ. എല്ലാ ടൈപ്പും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ ഒറ്റ കാര്യം ഓർത്താൽ മതി, നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് പ്ലസ് നമ്പർ ഓഫ് ലോൺ പെയർസ് ഇസ് ഹൈബ്രിഡൈസേഷൻ. നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് പ്ലസ് നമ്പർ ഓഫ് ലോൺ പെയർസ് 2 ആണെങ്കിൽ sp, 3 ആണെങ്കിൽ sp2, 4 ആണ് sp3, 5 ആണ് sp3d. ഓക്കെ, ഇത് കാണാണ്ട് പഠിക്കണ്ടടാ, ഇത് നിങ്ങൾ നോക്കിയാൽ മതി. ഓരോ സ്ട്രക്ചർ കിട്ടുമ്പോൾ അതിൽ നോക്കുക എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്, എത്ര ലോൺ പെയർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നോക്കുക, അവർ നിങ്ങളോട് ചോദിച്ചു CH ട്രിപ്പിൾ ബോണ്ട് C എന്താണ് ഹൈബ്രിഡൈസേഷൻ. നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു സിഗ്മ ബോണ്ട്, ഇവിടെ ഒരു ലോൺ പെയർ. സോ 1 സിഗ്മ ബോണ്ട് പ്ലസ് 1 ലോൺ പെയർ, ദാറ്റ് ഇസ് ബേസിക്കലി sp. ഗോട്ട് ഇറ്റ്? നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് നമ്പർ ഓഫ് ലോൺ പെയർ നോക്കിയാൽ മതി. ഇതേ ഇവിടെ നോക്കുക, CH2 ഡബിൾ ബോണ്ട് CH പ്ലസ് എന്താണ് നിങ്ങൾ നോക്കിക്കാൻ, ഇവിടെ ഒരു സിഗ്മ ബോണ്ട്, ഇവിടെ ഒരു സിഗ്മ ബോണ്ട്, 2 സിഗ്മ ബോണ്ട് 0 ലോൺ പെയർസ്, 0 ലോൺ പെയർസ് എന്താണ് sp. Got it? Number of sigma bonds plus number of lone pairs. sp. സുദർശൻ പ്രേംകുമാർ. ഓക്കെ, ഓക്കെ ആണോ മക്കളെ? സെറ്റ് ആണോ മക്കളെ? ഓക്കെ ആണോ? ഗോട്ട് ഇറ്റ്? ഇനി എല്ലാവരും നോക്കിക്കേ മക്കളെ, നമുക്ക് മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയിലേക്ക് കിടക്കാം. മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയിലേക്ക് കിടക്കാം മക്കളെ. ഈ ഹൈബ്രിഡൈസേഷനും VSEPR ഒക്കെ വെച്ചിട്ട് നമുക്ക് ഹൈബ്രിഡൈസേഷൻ കിട്ടി, VSEPR വെച്ചിട്ട് ഷേപ്പ് കിട്ടി, അതൊക്കെ കിട്ടി. പക്ഷേ ദേ കനോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് മോളിക്യൂൾ. സ്റ്റെബിലിറ്റി ഓഫ് മോളിക്യൂൾ, സ്റ്റെബിലിറ്റി ഓഫ് മോളിക്യൂൾ, സ്റ്റെബിലിറ്റി ഓഫ് മോളിക്യൂൾ, അതേപോലെ തന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, സ്റ്റെബിലിറ്റി ഓഫ് മോളിക്യൂൾ, അതേപോലെ തന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഏതിന്? ഹൈബ്രിഡൈസേഷനും VSEPRനും. ഓക്കെ മക്കളെ, സോ അതുകൊണ്ടാണ് വി ഹാവ് സംതിങ് കോൾഡ് ആസ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. മോളിക്കുലാർ ഓർബിറ്റൽ തിയറി എന്താ പറയുന്നത്? മോളിക്കുലാർ ഓർബിറ്റൽ തിയറി സേസ് ദാറ്റ് അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ടു ഗിവ് യു മോളിക്കുലാർ ഓർബിറ്റൽസ്. അതായത് ബോണ്ട് ഫോർമേഷൻ നടക്കുമ്പോൾ അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത് മോളിക്കുലാർ ഓർബിറ്റൽസ് ആകുന്നു. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഫ്ലൂറിൻ എന്ന് പറഞ്ഞൊരു ആറ്റം എടുത്തു, അതിനകത്ത് ഒരു ന്യൂക്ലിയസ് ഉണ്ട്.
ഈ ഒരൊറ്റ ന്യൂക്ലിയസിന്റെ വലയത്തിലാണ് അതിൽ അറ്റോമിക് ഓർബിറ്റൽസ് ഫോം ആവുന്നത് അല്ലേ. 1s ഓർബിറ്റൽ, 2s ഓർബിറ്റൽ, 2p ഓർബിറ്റൽസ്. ഇറ്റ് ഈസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് 1 ന്യൂക്ലിയസ്. പക്ഷെ F2 എടുക്കുമ്പോൾ ഇറ്റ് ഹാസ് 2 ന്യൂക്ലിയസ്. അപ്പോൾ ഈ പറഞ്ഞ അറ്റോമിക് ഓർബിറ്റൽസ് അല്ല അവിടെ വരിക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു വീട്ടിൽ താമസിക്കുകയാണ്. നിങ്ങളുടെ ഷൂസ് ഒരു സ്ഥലത്ത്, നിങ്ങളുടെ പ്ലേറ്റ് ഒക്കെ ഒരു സ്ഥലത്ത്, ഡ്രസ്സൊക്കെ ഒരു സ്ഥലത്ത്. അതേ വീട്ടിൽ നിങ്ങളുടെ വേറൊരു ഫ്രണ്ടും വന്ന് താമസിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ആ ഹൗസ് റൂൾസ് മാറ്റുമല്ലോ. ദ ഹൗസ് ഇസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് 2 പീപ്പിൾ. അതേപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് വരുമ്പോൾ ഈ അറ്റോമിക് ഓർബിറ്റൽസ് മാറി മോളിക്കുലർ പുതിയ എനർജി റീജിയൻസ് ഫോം ആവും. പുതിയ എനർജി റീജിയൻസ് ഫോം ആവും. ദോസ് ആർ കോൾഡ് ആസ് മോളിക്കുലർ ഓർബിറ്റൽസ്. എല്ലാവരും നോക്കിക്കേ മക്കളെ. The electrons in the molecules are present in new orbitals called as molecular orbitals. Molecular orbitals formed by the combination of atomic orbitals of same energy, nearly same energy. Atomic orbitals of nearly same energy combine ചെയ്തിട്ടാണ് molecular orbitals ഫോം ആവുന്നത്. ഫോർ എക്സാമ്പിൾ 2 ഫ്ലൂറിന് എടുക്കുകയാണ്. ഒരാളുടെ 1s മറ്റയാളുടെ 1s കമ്പൈൻ ചെയ്യും. ഒരാളുടെ 2s മറ്റയാളുടെ 2s കമ്പൈൻ ചെയ്യും. സെയിം എനർജി അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ടാണ് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ആവുന്നത്. Molecular orbitals are not associated with a particular atom but belong to nuclei of all atoms constituting the molecule. Molecular orbitals എന്ന് പറയുന്നത് it's influenced by all the nuclei. Understand? ഒറ്റൊരു ന്യൂക്ലിയൈ അല്ല, എല്ലാ ന്യൂക്ലിയയും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. Number of molecular orbitals formed is equal to number of atomic orbitals. അതായത് 2 atomic orbitals കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ 2 molecular orbitals ഫോം ആവും. Out of the molecular orbitals formed, half are lower in energy than the combining atomic orbitals called bonding molecular orbitals and half are greater. For example, 2 atomic orbitals combine ചെയ്യുകയാണെങ്കിൽ they combine to give you 2 molecular orbitals. One is bonding molecular orbital of lower energy, one is anti-bonding molecular orbital of higher energy. ഇത് നിങ്ങൾക്ക് അറിയാം. Anti-bonding is of higher energy, bonding is of lower energy. അതേപോലെ തന്നെ electrons are filled in molecular orbitals according to Hund's, Aufbau and Pauli's exclusion. നിങ്ങൾക്കറിയാം അറ്റോമിക് ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഈ 3 റൂൾ വെച്ചാൽ ഫിൽ ആവുന്നത്. 1s 2s 2p അങ്ങനെ. അതേപോലെ തന്നെ മോളിക്കുലാർ ഓർബിറ്റൽസിലും ഇതേ റൂൾസ് ആക്സെപ്റ്റബിൾ ആണ്. പിന്നെ ബോണ്ട് ഓർഡർ അറിയാം നിങ്ങൾക്ക്. NB - NA/2 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആന്റി ബോണ്ടിങ് ഓർബിറ്റൽ ബൈ 2. If a molecule have unpaired electrons, then it is paramagnetic. If all the electrons are paired, it is diamagnetic. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരം സർ ഇവിടെ പറഞ്ഞുതരാം. വൈ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഹാവ് ലോ എനർജി, വൈ ആൻറ്റി ബോണ്ടിങ് മോളിക്യൂൾസ് ഹാവ് ഹയർ എനർജി. മക്കളെ, ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് എന്ന് പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, 2 അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ട് അതിൻ്റെ നടുക്ക് ഇലക്ട്രോൺസ് വരില്ല. അതായത് അതിൻ്റെ നടുക്ക് ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് വളരെ ശക്തമായിരിക്കും. അതായത് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസിൽ എല്ലാവരും ശ്രദ്ധിക്കുക, ഇലക്ട്രോൺ ഡെൻസിറ്റി is maximum in between nuclei. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ഈസ് മാക്സിമം ബിറ്റ്വീൻ ന്യൂക്ലിയൈ. അപ്പോൾ 2 ന്യൂക്ലിയസിൻ്റെ ഇടയ്ക്കും ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ന്യൂക്ലിയർ റിപ്പൾഷൻ ഉണ്ടാവില്ല. അട്രാക്ഷൻസ് കൂടും. കാര്യം എന്താ? നടുക്ക് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ അട്രാക്ഷൻസ് കൂടും. കാരണം ന്യൂക്ലിയർ ഇലക്ട്രോൺ അട്രാക്ഷൻസ് കൂടും, ന്യൂക്ലിയർ റിപ്പൾഷൻസ് കുറയും, എനർജി കുറയും. പക്ഷേ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇഫ് 2 atomic orbitals combine in an anti-bonding molecular orbital is formed, അവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ electrons will not be found in between the nuclei. അതായത് ഇവിടെ in between the nuclei electron density is 0. Electron density is 0 between nuclei. അതായത് ഇലക്ട്രോൺസ് ഇവിടെയോ ആയിരിക്കും. അതായത് ഈ റീജിയനോ നടുക്കുണ്ടാവില്ല. അപ്പോൾ ന്യൂക്ലിയസ് തമ്മിലുള്ള റിപ്പൾഷൻ കൂടും, എനർജി കൂടും. അപ്പോൾ 2 അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുമ്പോൾ 2 റീജിയൻസ്, ഒന്ന് ബോണ്ടിങ്, ഒന്ന് ആൻറ്റി ബോണ്ടിങ്. ബോണ്ടിങ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസ് ആ ബിറ്റ്വീൻ ന്യൂക്ലിയസ് തമ്മിൽ തല്ലുപിടിക്കാൻ സംഭവിക്കില്ല, അട്രാക്ഷൻസ് കൂടും, എനർജി കുറയും.
ആന്റി ബോണ്ടിങ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് നടുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ന്യൂക്ലിയർ റിപ്പൾഷൻ കൂടും, എനർജി കൂടും. ബേസിക്കലി ഇവിടെ ഒരു നോഡൽ റീജിയൻ ആയിരിക്കും ഉണ്ടാവുക. ദിസ് വിൽ ബി എ നോഡൽ റീജിയൻ. ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റിൽ ബിറ്റ്വീൻ ദ ന്യൂക്ലിയൈ നോഡായിരിക്കും. ഓക്കെ, പക്ഷെ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിൽ ബിറ്റ്വീൻ ദ ന്യൂക്ലിയൈ ഇലക്ട്രോൺസ് പ്രസന്റ് ആയിരിക്കും. ഇത് ഓർത്ത് വയ്ക്കുക. ഓക്കെ ഫൈൻ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എല്ലാവരും നോക്കുക, എനർജി ലെവൽസ് ഓഫ് മോളിക്കുലാർ ഓർബിറ്റൽസ് അപ് ടു നൈട്രജൻ, അപ് ടു 14 ഇലക്ട്രോൺസ്. എനർജിയുടെ ഓർഡർ ഇതാണ്: സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s, പൈ 2px, പൈ 2py, സിഗ്മ 2pz, പൈ സ്റ്റാർ 2px, പൈ സ്റ്റാർ 2py, സിഗ്മ സ്റ്റാർ 2pz. 14 കഴിഞ്ഞാൽ ഒറ്റ വ്യത്യാസമുള്ളൂ. ഇവിടെ പൈ 2px, പൈ 2py ആദ്യം വരുന്നു, സിഗ്മ 2pz രണ്ടാമത് വരുന്നു. മറ്റേടത്ത് സിഗ്മ 2pz ആദ്യം വരുന്നു, പൈ 2px, പൈ 2py രണ്ടാമത് വരുന്നു. അതായത് നൈട്രജൻ കഴിഞ്ഞിട്ടുള്ള മോളിക്യൂൾസ്, ഫോർ എക്സാമ്പിൾ O2, F2 എക്സെട്ര, ഇതാണ് എനർജി ഓർഡർ വരുന്നത്. ഗോട്ട് ഇറ്റ്? ഫോർ എക്സാമ്പിൾ എല്ലാവരും നോക്കിക്കേ, ഞാനിപ്പോൾ H2ൻ്റെ കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞു. H2ൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ. H2 എന്ന് വെച്ചാൽ 2 ഇലക്ട്രോൺ ഉണ്ട്. 2 ഇലക്ട്രോൺ എങ്ങോട്ട് പോകും? ആദ്യത്തെ ഓർബിറ്റലിൽ. കാര്യം 2 is a maximum capacity of an orbital. So sigma 1s2 is a configuration. ഡയാമാഗ്നറ്റിക് ആണോ പാരാമാഗ്നറ്റിക് ആണോ? 2 ഇലക്ട്രോണും പെയർഡ് ആണ്. ബോണ്ട് ഓർഡർ എന്താ? നമ്പർ ഓഫ് ബോണ്ടിങ് മൈനസ് നമ്പർ ഓഫ് ആന്റി ബോണ്ടിങ് ബൈ 2. ബോണ്ടിങ്ങിൽ 2 ഇലക്ട്രോൺ ഉണ്ട് അല്ലേ? ബോണ്ടിങ്ങിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. സോ 2 - 0/2. ഓക്കെ മക്കളെ, ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1s and 1s will combine to give you sigma 1s and sigma star 1s. Bonding and anti-bonding. Bonding molecular orbital and anti-bonding molecular orbital. അതേപോലെ 2s and 2s will combine to give you sigma 2s and sigma star 2s. അതേപോലെ തന്നെ 2px അല്ലെങ്കിൽ 2pz and 2pz will combine to give you sigma 2pz and sigma star 2pz. അപ്പോൾ നിങ്ങൾ pzനെ സിഗ്മ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ py 2px and 2px will form pi 2px and pi star 2px. അതേപോലെ തന്നെ 2py and 2py will combine to form pi 2py and pi star 2py. അതായത് എല്ലാത്തിനും ഒരു ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും ഉണ്ട്, ആന്റി ബോണ്ടിങ്ങും ഉണ്ട്. ഓക്കെ, അതെ SK ഡിഫറൻസിന് കാരണം അതാണ്. ഗോട്ട് ഇറ്റ്? അപ്പോൾ ഇവിടെ സിഗ്മ 1s2 കോൺഫിഗറേഷൻ ബോണ്ട് ഓർഡർ 1 വരും, 2 - 0/2. നെക്സ്റ്റ് വൺ He2 നോക്കാം. He2 എന്ന് പറയുമ്പോൾ 4 ഇലക്ട്രോൺസ്, Heൽ 2 മറ്റേ Heൽ 2. സോ കോൺഫിഗറേഷൻ വരുന്നത് സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 അല്ലേ? അപ്പോൾ ബോണ്ട് ഓർഡർ എത്രയാണ് വരിക? 2 - 2/2. ബോണ്ടിങ്ങിൽ 2, ആന്റി ബോണ്ടിങ്ങിൽ 2 ഡിവൈഡ് ബൈ 2. ബോണ്ട് ഓർഡർ 0, ഡയാമാഗ്നറ്റിക് ആണ് ബിക്കോസ് ഇലക്ട്രോൺസ് അപ്പയർ. പക്ഷേ ഇവിടെ ബോണ്ട് ഓർഡർ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ബോണ്ട് ഓർഡർ 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ബോണ്ട് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വൽ മീനിങ് ഇസ്, ബോണ്ട് ഓർഡറിന്റെ ആക്ച്വൽ മീനിങ് എന്താ? നമ്പർ ഓഫ് ബോണ്ട്സ്. അപ്പോൾ He2ൽ നമ്പർ ഓഫ് ബോണ്ട്സ് ഇല്ല, അതാണ് അതിൻ്റെ അർത്ഥം. നെക്സ്റ്റ് Be2 എടുക്കുക. Be2 എന്ന് പറയുമ്പോൾ 8 ഇലക്ട്രോൺസ്, ഒരു പെരിലിയത്തിൽ 4 മറ്റേതിൽ 4. സോ സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2. ബോണ്ട് ഓർഡർ 4 - 4/2 0. ദാറ്റ് മീൻസ് ദിസ് ഓൾസോ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഡയാമാഗ്നറ്റിക് ആണെന്ന് പേരിന് പറയാം, ബട്ട് ഇറ്റ് ആക്ച്വലി ഡസ് നോട്ട് എക്സിസ്റ്റ് ബിക്കോസ് ബോണ്ട് ഓർഡർ ഇസ് 0. നെക്സ്റ്റ് B2 എടുക്കാം. B2 എന്ന് പറയുമ്പോൾ 2 ബോറോൺ, 10 ഇലക്ട്രോൺ, സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2 പൈ 2px1. അപ്പോൾ ബോണ്ട് ഓർഡർ എത്രയാ? 6 ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ട്, 2, 4, 5, 6. ആന്റി ബോണ്ടിങ് എത്ര എണ്ണം ഉണ്ട്? 2, 4. സ്റ്റാർ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ആന്റി ബോണ്ടിങ്. സോ 6 - 4/2 1. ദാറ്റ് ഈസ് ബേസിക്കലി ബോണ്ട് ഓർഡർ 1 ആണ്. അതായത് ഒരു ബോണ്ട് ഉണ്ടാവും. പാരാമാഗ്നറ്റിക് ആണ്. കാര്യം എന്താ? അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ മക്കളെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ C2 നോക്കാം. 12 ഇലക്ട്രോൺ, കോൺഫിഗറേഷൻ വന്ന സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2 പൈ 2px2 പൈ 2py2.
ബോണ്ട് ഓർഡർ എന്താ വരുന്നത് 8 - 4/2. 8 ബോണ്ടിങ് ഉണ്ട്, 2 4 6 8. 8 - 4/2 2. അതായത് 2 ബോണ്ട് ഇവിടെ വരും C2. ഗോട്ട് ഇറ്റ്? ഡയാമാഗ്നറ്റിക് ആണ് ബിക്കോസ് ഓൾ ദി ഇലക്ട്രോൺസ് ആർ പെയർഡ്. ഗോട്ട് ഇറ്റ്? അതേപോലെ N2 നോക്കാം. N2 14 ഇലക്ട്രോൺസ് ഉണ്ട്. സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, പൈ 2px2, പൈ 2py2, സിഗ്മ 2pz2. അപ്പോൾ ബോണ്ട് ഓർഡർ എന്താ 10 - 4/2 3. കാര്യം എന്താ 10 ബോണ്ടിങ് ഉണ്ട്, 2 4 6 8 10. ആൻറ്റി ബോണ്ടിങ് എത്രയാ 2 4. ഓക്കെ മക്കളെ, ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ജസ്റ്റ് ഒരു ട്രിക്കാണ്. വെൻ ആൻ ഇലക്ട്രോൺ ഇസ് റിമൂവ്ഡ് ഫ്രം ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഓർ ആഡഡ് ടു ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ, ബോണ്ട് ഓർഡർ ഡിക്രീസസ് ബൈ 0.5. ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റിൽ നിന്ന് റിമൂവ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റിലേക്ക് ആഡ് ചെയ്യുകയാണ് ഇലക്ട്രോൺ എന്ന് വിചാരിക്കുക, ബോണ്ട് ഓർഡർ ഡിക്രീസസ് ബൈ 0.5. അതേപോലെ വെൻ ആൻ ഇലക്ട്രോൺ ഇസ് ആഡഡ് ടു BMO or removed from ABMO, bond order increases by 0.5. For example, O2 എടുക്കുകയാണ്. O2 എന്ന് പറയുമ്പോൾ 16 ഇലക്ട്രോൺ. കോൺഫിഗറേഷൻ വരാൻ പോകുന്നത് സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, സിഗ്മ 2pz2, പൈ 2px1, പൈ 2px2, pi 2py2, pi star 2px1, pi star 2py1. അല്ലേ, 2 4 6 8 10 12 14 15 16. ഇനി ഞാൻ O2 പ്ലസ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ബോണ്ട് ഓർഡർ എത്രയാ? O2ൻ്റെ ബോണ്ട് ഓർഡർ എത്രയാ? O2ൻ്റെ ബോണ്ട് ഓർഡർ എന്ന് പറയുമ്പോൾ 2 ആണ്. കാൽക്കുലേറ്റ് നോക്കിയാൽ അറിയാം. O2 പ്ലസിൻ്റെ നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, ഈ ആന്റി ബോണ്ടിങ്ങിൽ നിന്ന് ഒരു ഇലക്ട്രോൺ എടുത്ത് കളയണം. O2 പ്ലസ് എന്ന് വെച്ചാൽ O2ൽ നിന്ന് ഒരു ഇലക്ട്രോൺ എടുത്ത് കളയണം. ഹയസ്റ്റ് ഓർബിറ്റലിൽ നിന്നായിരിക്കും എപ്പോഴും ഇലക്ട്രോൺസ് എടുത്ത് കളയുക. അപ്പൊ ആന്റി ബോണ്ടിങ്ങിൽ നിന്ന് ഒരു ഇലക്ട്രോൺ എടുത്ത് കളയണം. ആന്റി ബോണ്ടിങ്ങിൽ നിന്ന് ഇലക്ട്രോൺ എടുത്ത് കളയുമ്പോൾ ബോണ്ട് ഓർഡർ ഇൻക്രീസസ് ബൈ 0.5. സോ 2.5. O2 2 പ്ലസോ? O2 2 പ്ലസിന്റെ ബോണ്ട് ഓർഡർ 3 ആയിരിക്കും. കാര്യം എന്താ? 2 ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് എടുത്ത് കളയാണ്. അപ്പൊ 0.5 + 0.5 1 കൂടും. അതേപോലെ O2 മൈനസോ? ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യാണ്. ഒരു ഇലക്ട്രോൺ എവിടെ? ആന്റി ബോണ്ടിങ്ങിൽ ആഡ് ചെയ്യും. അപ്പോൾ ബോണ്ട് ഓർഡർ ഡിക്രീസസ് ബൈ 0.5. O2 2 മൈനസോ? O2 2 മൈനസോ? 2 ഇലക്ട്രോൺ ആഡ് ചെയ്യാണ്. ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. സോ ബോണ്ട് ഓർഡർ ഡിക്രീസസ് ബൈ 1 ആയിരിക്കും. ഗോട്ട് ഇറ്റ് മക്കളെ? ഓക്കെ, ഇനി എല്ലാവരും നോക്കുക, ബോണ്ട് ഓർഡർ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഈ ബോണ്ട് ഓർഡറിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? It is nothing but the number of bonds between atoms in a molecule. Number of bonds between atoms. Bond order 2 ആണെങ്കിൽ 2 bonds. Bond order 3 ആണെങ്കിൽ 3 bonds. Bond order 1 ആണെങ്കിൽ 1 bond. Bond order equal to 0 means the molecule does not exist. And always understand bond order is directly proportional to stability, which is directly proportional to bond energy. Bond order കൂടുമ്പോൾ stability കൂടുന്നു, bond energy കൂടുന്നു. It is inversely proportional to bond length. Number of bonds കൂടുമ്പോൾ atoms അടുത്തേക്ക് വരും. നമ്പർ ഓഫ് ബോൺസ് കൂടുമ്പോൾ ആറ്റംസ് അടുത്തേക്ക് വരും. അല്ലേ മക്കളെ? ഗോട്ട് ഇറ്റ്? എല്ലാവരും നോക്കിക്കേ മക്കളെ. ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, Li2 ആണോ, Li2 പ്ലസ് ആണോ, Li2 മൈനസ് ആണോ സ്റ്റേബിൾ? വാട്ട് ഇസ് ദ സ്റ്റെബിലിറ്റി ഓർഡർ? അപ്പോൾ നിങ്ങൾ Liയുടെ കോൺഫിഗറേഷൻ നോക്കുമ്പോൾ സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, ഒരു മിനിറ്റ്, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ സിഗ്മ 2s2. ഇതാണ് Li2യുടെ കോൺഫിഗറേഷൻ. 6 ഇലക്ട്രോൺ ഉണ്ടല്ലോ, 3 + 3 6 ഇലക്ട്രോൺ. അപ്പോൾ ബോണ്ട് ഓർഡർ നോക്കുമ്പോൾ 4 - 2/2 that is equal to 1. Li2 പ്ലസോ? Li2 പ്ലസിന്റെ ബോണ്ട് ഓർഡർ എന്തായിരിക്കും? Li2 പ്ലസ് എന്ന് പറയുമ്പോൾ ഈ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റിൽ നിന്ന് ഒരു ഇലക്ട്രോൺ എടുത്ത് കളയണം. ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റിൽ നിന്ന് ഒരു ഇലക്ട്രോൺ എടുത്ത് കളയണം. ബോണ്ട് ഓർഡർ വിൽ ബി 0.5. Li2 മൈനസോ? Li2 മൈനസ് എന്ന് പറയുമ്പോൾ എല്ലാവരും നോക്കിക്കേ, Li2 മൈനസ് എന്ന് പറയുമ്പോൾ കോൺഫിഗറേഷൻ വരാൻ പോകുന്നത് സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s1. അപ്പോൾ ബോണ്ട് ഓർഡർ എന്താണ്?
ആൻറ്റി ബോണ്ടിങ്ങിലേക്ക് ഒരു ഇലക്ട്രോൺ ആഡ് ആയി, ബോണ്ട് ഓർഡർ 0.5 ആയിട്ട് റെഡ്യൂസ് ആവും. സോ ബേസിക്കലി 0.5 തന്നെ വരും. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് വിച്ച് ഇസ് മോർ സ്റ്റേബിൾ, Li2+ ആണോ Li2- ആണോ? ബോണ്ട് ഓർഡർ സെയിം ആണ്. ബോണ്ട് ഓർഡർ സെയിം ആണെങ്കിൽ ഏതിലാണോ കുറവ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉള്ളത് അത് കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. ബോണ്ട് ഓർഡർ സെയിം ആണെങ്കിൽ ഏതിലാണോ കുറവ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉള്ളത് അത് കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. സോ ഇവിടെ Li2 ആയിരിക്കും ഏറ്റവും സ്റ്റേബിൾ, അത് കഴിഞ്ഞിട്ട് Li2+ ആയിരിക്കും. കാര്യം എന്താ, Li2+ന് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് കുറവാണ്, ഇവിടെ ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് കൂടുതലാണ്. ഒന്ന് നോക്കിയാൽ 2+1 3 ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ട് Li2-ന്. Li2+ന് 2 എണ്ണമേ ഉള്ളൂ. സോ Li2 ഗ്രേറ്റർ ദാൻ Li2+ ഗ്രേറ്റർ ദാൻ Li2-. മനസ്സിലായോ മക്കളെ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Got it? Fine. ഇനി എല്ലാവരും ഒന്ന് നോക്കിക്കേ, ഈ ടേബിൾ കണ്ടോ? ഈ ടേബിൾ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് എക്സാമിനേഷൻസിന് വളരെ എളുപ്പമായിരിക്കും. ഇഫ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ മോളിക്യൂൾ ഇസ് 2, ബോണ്ട് ഓർഡർ 1 ആണ്, ഡയാമാഗ്നറ്റിക് ആണ്. 3 ആണെങ്കിൽ 0.5 ആണ്, പാരാമാഗ്നറ്റിക് ആണ്. അതേപോലെ എല്ലാത്തിൻ്റെയും കൊടുത്തിട്ടുണ്ട്, എല്ലാത്തിൻ്റെയും അപ് ടിൽ 20 ഇലക്ട്രോൺസ്. അതിൻ്റെ ബോണ്ട് ഓർഡർ എന്താണ്? മാഗ്നറ്റിക് ബിഹേവിയർ. ഒന്നില്ലെങ്കിൽ ഇത് ബൈഹാർട്ട് പഠിക്കാം, ബൈഹാർട്ട് പഠിക്കണം ഞാൻ സാറ് പറഞ്ഞില്ല. ഒരു ട്രിക്ക് സാറ് പറഞ്ഞുതരാം. ഇഫ് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ മോളിക്യൂൾ ഇസ് ഓഡ്, ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓഡ് ആണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ O2+ന് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 15 ആണ്. ഇഫ് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഓഡ്, മോളിക്യൂൾ ഇസ് പാരാമാഗ്നറ്റിക്. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് 10 and 16, then also it is paramagnetic. 10 16 ആണ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്, ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓഡ് ആണെങ്കിൽ പാരാമാഗ്നറ്റിക്. നേരെ മറിച്ച് ഇഫ് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഈവൻ എക്സെപ്റ്റ് 10 and 16, 10 16 അല്ലാതെ ഈവൻ ആണെങ്കിൽ ഡയാമാഗ്നറ്റിക്. ഈ ട്രിക്ക് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത് നിങ്ങളുടെ ടൈം കുറേ സേവ് ചെയ്യും. ഡയാമാഗ്നറ്റിക് ആണോ പാരാമാഗ്നറ്റിക് ആണോ എന്നുള്ള ക്വസ്റ്റ്യനിൽ ഓടാണെങ്കിൽ എന്തായാലും പാരാമാഗ്നറ്റിക്കാണ്, 10 16 ആണെങ്കിലും പാരാമാഗ്നറ്റിക്കാണ്. നേരെ മറിച്ച് ഈവൻ ആണെങ്കിൽ 10 16 അല്ലാതെ ഈവൻ ആണെങ്കിൽ ദാറ്റ് ഈസ് ഡയാമാഗ്നറ്റിക്. ഗോട്ട് ഇറ്റ്? ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾ നോക്കിക്കേ മക്കളെ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 12 14 18 20 ഇവന്മാരൊക്കെ ഡയാമാഗ്നറ്റിക്കാണ്. പക്ഷെ 16 നോക്കിക്കേ പാരാമാഗ്നറ്റിക്കാണ്. ഫോർ എക്സാമ്പിൾ O2 എന്ന് വെച്ചാൽ 16. അതേപോലെ 10 നോക്കിക്കേ പാരാമാഗ്നറ്റിക്കാണ്. ബാക്കി എല്ലാ ഈവനും ഡയാമാഗ്നറ്റിക്കാണ്. ഓക്കെ മക്കളെ? ഗോട്ട് ഇറ്റ്? ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് സ്പീഷീസ് ഹാവ് ദ സെയിം ബോണ്ട് ഓർഡർ? സെയിം ബോണ്ട് ഓർഡർ എന്ന് പറയുമ്പോൾ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. സെയിം ബോണ്ട് ഓർഡർ എന്ന് പറയുമ്പോൾ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. CN- 14 ഇലക്ട്രോൺ ഉണ്ട്, അതേപോലെ CO-ന് 14 ഇലക്ട്രോൺ ഉണ്ട്. സോ ബേസിക്കലി 3 ആയിരിക്കും ആൻസർ. സെയിം ബോണ്ട് ഓർഡർ എന്ന് പറയുമ്പോൾ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കാൻ നിൽക്കണ്ട. കൺസിഡർ ദ ഫോളോയിങ് സ്പീഷീസ്, വിച്ച് വൺ ഓഫ് ദീസ് വിൽ ഹാവ് ദ ഹയസ്റ്റ് ബോണ്ട് ഓർഡർ? ഹയസ്റ്റ് ബോണ്ട് ഓർഡർ വരാൻ പോകുന്നത് 14 ആണ്. വെൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു 14. അത് നോക്കുക. ഇവിടെ ഹയസ്റ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 14 വരാൻ പോകുന്നത് CN-നാണ്. 3 ആയിരിക്കും ബോണ്ട് ഓർഡർ. ഇപ്പോൾ N2 CN-, NO+, ഇവന്മാർക്കൊക്കെ 3 ആണ് ബോണ്ട് ഓർഡർ. Got it? Next, the bond order and magnetic property of acetylide ion are same as that of acetylide ion എന്ന് വെച്ചാൽ C2-2- ആണ്. C2-2- എന്ന് വെച്ചാൽ അതിൻ്റെ സ്ട്രക്ചർ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വരും. ഇതാണ് C2-2-. അതായത് ഈത്തൈനിൽ നിന്ന് 2 H+ എടുത്ത് കളഞ്ഞാൽ അതാണ് അസറ്റൈലൈഡ്. സോ ബേസിക്കലി നിങ്ങൾ നോക്കിക്കുക എത്ര ഇലക്ട്രോൺസ് ഉണ്ട്. കാർബണിൽ 6 12 ഇവിടെ C2-2- ആണ് കേട്ടോ. C2-2- 14 ഇലക്ട്രോൺസ് ഉണ്ട്. 14 ഇലക്ട്രോൺസ് ഉള്ളത് ആർക്കാണ് ഇതിൽ? NO+ എന്നല്ലേ? 4 ആണ് ആൻസർ വരിക. സിമ്പിൾ. അസറ്റൈലൈഡ് എന്ന് വെച്ചാൽ C2-2-. ബേസിക്കലി ഈത്തൈനിൽ നിന്ന് 2 H+ എടുത്ത് കളഞ്ഞാൽ ദാറ്റ് ഇസ് അസറ്റൈലൈഡ്. ഓക്കെ ആണോ മക്കളെ? ഗോട്ട് ഇറ്റ്? ഇനി എല്ലാവരും നോക്കുക മക്കളെ, ഒരു 20 മിനിറ്റ്സും കൂടി ഇരിക്കാൻ പറ്റുമോ എല്ലാവർക്കും കൂടെ?
ഒരു 20 മിനിറ്റ്സും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് റാപ്പ് ചെയ്യും. എല്ലാവരും റെഡി ആണെങ്കിൽ മാത്രം സർ എടുക്കാം. എല്ലാവരും റെഡി ആണെങ്കിൽ മാത്രം സർ എടുക്കാം. എല്ലാവരും റെഡി ആണെങ്കിൽ മാത്രം സർ എടുക്കാം. എല്ലാവരും റെഡിയാണോ? എല്ലാവരും റെഡിയാണോ മക്കളെ? എല്ലാവരും റെഡിയാണോ മക്കളെ? സെറ്റാണോ? നെക്സ്റ്റ് നമ്മൾ കിടക്കാൻ പോകുന്നത് ഡൈപോൾ മൊമെന്റ്. എല്ലാവരും നോക്കിക്കേ മക്കളെ. നെക്സ്റ്റ് നമ്മൾ കിടക്കാൻ പോകുന്നത് ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റ് എന്നാൽ എന്താണ്? ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു ബോണ്ട് എടുക്കുകയാണ്. ഡൈപോൾ മൊമെന്റ് ഇസ് നത്തിങ് ബട്ട്, ഇപ്പം ഇവിടെ ഒരു ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ടെന്ന് വിചാരിക്കുക, വൈയും എക്സും തമ്മിൽ. ഇവിടെ പാർഷ്യൽ നെഗറ്റീവ് ചാർജ്, ഇവിടെ പാർഷ്യൽ പോസിറ്റീവ് ചാർജ്. Partial negative charge, partial positive charge. Let us say this charge is minus q, this charge is plus q. Q into d ആണ് dipole moment. അതായത് the charge into distance. That is basically dipole moment. Unit d by ആണ് വരിക. And always dipole moment is a vector facing from the positive end to the negative end. Positive end to the negative end. And when dipole moment is not equal to 0, molecule polar ആണ്. Dipole moment 0 ആണെങ്കിൽ molecule നോൺ പോളാർ ആണ്. മനസ്സിലാക്കുക. ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ദിസ്. അതേപോലെ തന്നെ ഇപ്പോൾ 2 ഡൈപോൾസ് വിത്ത് μ1 μ2 മാഗ്നിറ്റ്യൂഡ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് തീറ്റ, റിസൾട്ടൻ്റ് വരുന്നത് ഈ ഫോമുലയാണ്. √μ1² + μ2² + 2 μ1 μ2 cos തീറ്റ. രണ്ടുപേരും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ cos തീറ്റ 0 ആണ്, μ1 + μ2 വരും. രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ μ1 - μ2 എന്ന് വരും. രണ്ടുപേരും സെപ്പറേറ്റഡ് ബൈ 120 ഡിഗ്രി ആണെങ്കിൽ, 2 ഡൈപോൾ സെപ്പറേറ്റഡ് ബൈ 120 ഡിഗ്രി, റിസൾട്ടൻ്റ് വരുന്നത് μ² + μ². ഇപ്പോൾ രണ്ടുപേരുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിൽ μ² + μ² + 2 μ² cos 120. cos 120 is -1/2. റിസൾട്ടൻ്റ് വരുന്നത് μ ആണ്. ഓർത്ത് വെക്കുക. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. നെക്സ്റ്റ്, മോളിക്യൂൾസ് വിത്ത് റെഗുലർ ജോമെട്രി. Molecules with regular geometry. Regular geometry എന്ന് പറയുമ്പോൾ when all surrounding atoms are same, no lone pairs. When there is no lone pairs and all surrounding atoms are same, molecules is definitely non-polar. Dipole moment 0 ആയിരിക്കും. For example, CH4, CO2, PCl5, BF3. ഇവരുടെയൊക്കെ surrounding atoms same ആണ്. Lone pairs ഇല്ല. Definitely നോൺ പോളാർ ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സർ അപ്പോൾ ഇല്ലാത്ത കേസുകളിലൊക്കെ ഡൈപോൾ മൊമെന്റ് ഉണ്ടാവുമോ? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഈ ഒരു കേസിൽ ഡൈപോൾ മൊമെന്റ് 0 ആണ്. ഇനിയിപ്പോൾ ഇത് ഇല്ലാത്ത കേസ്, ഇപ്പം ലോൺ പെയർ ഉണ്ടെങ്കിൽ ഡൈപോൾ മൊമെന്റ് എപ്പോഴും 0 അല്ലാതാവണമെന്നില്ല. ലോൺ പെയർ ഉള്ളപ്പോഴും ഡൈപോൾ മൊമെന്റ് 0 ആവാം. ലോൺ പെയർ ഉണ്ടെങ്കിലും ഡൈപോൾ മൊമെന്റ് 0 ആവാം. ഫോർ എക്സാമ്പിൾ ഈ ഒരു കേസ് എടുക്കുക, XCF4ന്റെ കേസ് എടുക്കുക. ലോൺ പെയർസ് ഇങ്ങനൊരു ഡൈപോൾ ഉണ്ട്, അതേപോലെ തന്നെ ഫ്ലൂറിൻസിൻ്റെ ഒക്കെ ഡൈപോൾ ക്യാൻസൽ ആവുകയാണ് ചെയ്യുന്നത്. സോ ബേസിക്കലി XCF4 0 ആണ്. അതേപോലെ തന്നെ സറൗണ്ടിങ് ആറ്റംസ് ഡിഫറെൻ്റ് ആണെങ്കിലും ലോൺ പെയർ 0 ആവും. ഫോർ എക്സാമ്പിൾ PCl3F2, ലോൺ പെയർസ് ആസ് ഇൻ ഡൈപോൾസ് ആർ ഗെറ്റിംഗ് ക്യാൻസൽഡ്. ഗോട്ട് ഇറ്റ്? പക്ഷേ റെഗുലർ ജോമെട്രി വരികയാണെങ്കിൽ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ഡൈപോൾ മൊമെന്റ് ഇസ് ഈക്വൽ ടു 0. അതേപോലെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ് NH3യുടെയും NF3യുടെയും കേസ്. NH3യുടെ കേസിൽ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്, NH3യുടെ കേസിൽ ഡൈപോൾ മൊമെന്റ് ഇസ് ഗ്രേറ്റർ ദാൻ NF3. കാര്യം എന്താണെന്നറിയോ? ദർ ഇസ് സംതിങ് കോൾഡ് ആസ് ലോൺ പെയർ ഡൈപോൾ. ഈ ലോൺ പെയർ ഡൈപോൾ എന്ന് പറഞ്ഞാൽ ലോൺ പെയർ കൊണ്ടുണ്ടാവുന്ന ഡൈപോൾ മൊമെന്റ്. NH3യുടെ ഓരോ ബോണ്ടിലും ദ ഡൈപോൾ ഇസ് ഫേസിങ് അപ്പ്. അപ്പോൾ റിസൾട്ടന്റ് ദർ ഇസ് എ ഡൈപോൾ ദാറ്റ് ഇസ് ഫേസിങ് അപ്പ്. എല്ലാ ഡൈപോളും ഇസ് ഫേസിങ് അപ്വേർഡ്സ്. സോ ദർ ഇസ് എ സം μ1 + μ2 + μ3 + μ4 എല്ലാം മേളിലേക്കാണ്. പക്ഷെ NF3യുടെ കേസിൽ ലോൺ പെയർ ഡൈപോൾ മേളിലേക്കും ബാക്കിയുള്ള ബോണ്ട് ഡൈപോൾസ് എല്ലാം താഴ്ത്തോട്ടുമാണ്. ലോൺ പെയർ കൊണ്ടുണ്ടാവുന്ന ഡൈപോൾ മേളിലേക്കും ബാക്കിയെല്ലാം താഴ്ത്തോട്ടുമാണ്. സോ ദർ ഇസ് എ സബ്ട്രാക്ഷൻ ദാറ്റ് ഇസ് ഹാപ്പനിങ്. അപ്പോൾ NH3യുടെ ഡൈപോൾ ഇസ് ഗ്രേറ്റർ ദാൻ NF3. ഓർത്ത് വയ്ക്കുക. അതേപോലെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് ഓർഡേഴ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് നിങ്ങളുടെ NCERT എന്നുള്ളതാണ്. ദയവ് ഇത് മനസ്സിൽ വെക്കുക. ഈ എൻറ്റയർ ഓർഡർ ബൈ ഹാർട്ട് ചെയ്യാൻ നോക്കുക. ഗോട്ട് ഇറ്റ്? എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എല്ലാവരും നോക്കിക്കേ മക്കളെ, ബെൻസീൻ റിങ്സിൻ്റെ കേസിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു ബെൻസീൻ റിങ്
attached with G1 group and G2 group. G1 ഉം G2 എന്തും ആയിക്കോട്ടെ. This is ortho, this is meta and this is para. അറിയാലോ? ഓർത്തോ, മെറ്റ ആൻഡ് പാര. എല്ലാവരും നോക്കിക്കേ മക്കളെ. G1 എന്ന് പറയുന്നത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പും G2 എന്ന് പറയുന്നത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പും ആണെങ്കിൽ the resultant dipole of ortho is greater than meta which is greater than para. കാര്യം എന്താ? ഇപ്പോൾ പാരയുടെ കേസിലാണെങ്കിൽ രണ്ടും ക്യാൻസൽ ആയി പോകും. ഓർത്തോ ആണെങ്കിൽ ഈ ആംഗിൾസ് ചെറുതാണ്, റിസൾട്ടന്റ് ഡൈപോൾ നല്ല വലുതായിരിക്കും. നേരെ മറിച്ച് G1 ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പും G2 ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പും ആണെങ്കിലും സെയിം ഓർഡർ തന്നെയാണ്. ഇപ്പോൾ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണെങ്കിൽ ഇതിൻ്റെ ഡൈപോൾ ഇങ്ങനെ, ഇതിൻ്റെ ഡൈപോൾ ഇങ്ങനെ വരും, രണ്ടും ക്യാൻസൽ ആയി പോകും. നേരെ മറിച്ച് G1 ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പും G2 ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പും ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഓർഡർ തിരിയും. കാര്യം ഇപ്പോൾ G1 ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണെങ്കിൽ ഡൈപോൾ ഇങ്ങോട്ടും, G2 ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണെങ്കിൽ ഡൈപോൾ ഇങ്ങോട്ടും വരും. സോ ബേസിക്കലി റിസൾട്ടന്റ് ഡൈപോൾ ആഡ് ചെയ്യാണ്. പാര വിൽ ബി ഗ്രേറ്റർ. പാര വിൽ ബി ഗ്രേറ്റർ. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് Cl and CH3. Cl and CH3. ഇതിൽ ഏതിനാണ് ഡൈപോൾ കൂടുതൽ? അണ്ടർസ്റ്റാൻഡ് ക്ലോറിൻ ഇസ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, CH3 is ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. ക്ലോറിൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, CH3 is ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. അപ്പോൾ ഇവിടെ this dipole will be facing this direction, this dipole will be facing this direction. ഇത് രണ്ടും ആഡ് ചെയ്യാണ് ചെയ്യുക. സോ പാര വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർത്തോ. ഒരാൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പും മറ്റേ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പും ആണെങ്കിൽ പാര ഗ്രേറ്റർ ദാൻ മെറ്റ ഗ്രേറ്റർ ദാൻ ഓർത്തോ. രണ്ടുപേരും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണെങ്കിൽ ഓർത്തോ ഗ്രേറ്റർ ദാൻ മെറ്റ ഗ്രേറ്റർ ദാൻ പാര. രണ്ടുപേരും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണെങ്കിലും ഓർത്തോ ഗ്രേറ്റർ ദാൻ മെറ്റ ഗ്രേറ്റർ ദാൻ പാര. ഇത് ഓർത്ത് വെക്കുക. ഓക്കെ ആണോ മക്കളെ? സെറ്റാണോ? ഫോർ എക്സാമ്പിൾ വേറൊരു ക്വസ്റ്റ്യൻ തരാം. Which compound exhibits the maximum dipole moment among the following? Which compound exhibits maximum dipole moment? എല്ലാവരും നോക്കിക്കേ മക്കളെ. NO2 ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. NH2 ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. നിങ്ങൾക്കറിയാം പ്ലസ് എം ഇഫക്റ്റ് വഴി, ത്രൂ പ്ലസ് എം ഇഫക്റ്റ് NH2 is ഇലക്ട്രോൺ ഡൊണേറ്റിംഗ്. സോ ദിസ് ഇസ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. സോ പാരയ്ക്കാണ് ഏറ്റവും ഹയസ്റ്റ് വരിക. 2 വിൽ ബി ദ ഹയസ്റ്റ്. ഓക്കെ മക്കളെ? സെറ്റ് ആണല്ലോ മക്കളെ? ഗോട്ട് ഇറ്റ്? ഇനി എല്ലാവരും നോക്കിക്കേ മക്കളെ. ഇനി നമുക്ക് അയണിക് ബോണ്ടിലേക്ക് കിടക്കാം. You know ionic bond is the strongest bond. It is formed when a metal atom transfer one or more electrons to a non-metal atom. Energy required for the formation of ionic bond is lattice energy. അതായത് ഒരു അയണിക് ബോണ്ട് പൊട്ടിക്കാൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഒരു അയണിക് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി, അല്ലെങ്കിൽ ഇങ്ങനെ കാണാം, എനർജി റിക്വയർഡ് ടു ബ്രേക്ക് an ionic bond. That is lattice energy. Okay? Lattice energy is directly proportional to stability of ionic bond. Always understand, എല്ലാവരും നോക്കിക്കേ മക്കളെ, ലാറ്റിസ് എനർജി എന്ന് പറയുന്നത് ഡെഫിനിഷൻ ഇവിടെ ഉണ്ട്. ഇറ്റ് ഇസ് എ എനർജി റിക്വയർഡ് ടു സെപ്പറേറ്റ് 1 mole ഓഫ് an ionic bond. ഇത് നിങ്ങൾ തെർമോഡൈനാമിക്സിലും പഠിച്ചതാണ്. എനർജി റിക്വയർഡ് ടു സെപ്പറേറ്റ് 1 mole ഓഫ് an ionic bond. ലാറ്റിസ് എനർജി ഡിപ്പെൻഡ്സ് ഓൺ charge of the metal atom. Higher the charge of the metal atom, higher will be the lattice. For example, MgO and Na2O. MgO ൽ +2 ആണ് ചാർജ്, Na2O ൽ +1 ആണ് കാറ്റയോണിന്റെ ചാർജ്. സോ ലാറ്റിസ് എനർജി വിൽ ബി ഗ്രേറ്റർ ഫോർ MgO. Size of cation, smaller the size of cation, higher will be lattice energy. For example, LiCl, NaCl, KCl, RbCl, CaCl. Anion same ആണ്, cation ചെറുതാകുമ്പോൾ lattice energy കൂടും. Next is size of anion. Greater is anion size, lattice energy decreases. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും ഓർത്ത് വെക്കേണ്ട, ഇത് ഓർത്ത് വെച്ചാൽ മതി. ലാറ്റിസ് എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ചാർജസ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്. പ്രോഡക്റ്റ് ഓഫ് ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്. ഫോർ എക്സാമ്പിൾ MgO നോക്കുകയാണ്, NaCl നോക്കുകയാണ്. പ്രോഡക്റ്റ് ഓഫ് ചാർജ് നോക്കുകയാണെങ്കിൽ മെഗ്നീഷ്യത്തിൻ്റെ 2, ഓക്സിജൻ്റെ 2. മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി 4. ഇവിടെ സോഡിയത്തിൻ്റെ 1, ക്ലോറിൻ്റെ 1. സോ പ്രോഡക്റ്റ് ഓഫ് ചാർജ് ഏതിനാണ് കൂടുതൽ? MgO. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഡിസ്റ്റൻസ് നോക്കണ്ടേ? പ്രോഡക്റ്റ് ഓഫ് ചാർജ് ഡിഫറെൻ്റ് ആണെങ്കിൽ പിന്നെ അത് മാത്രം നോക്കിയാൽ മതി. ഏതിനാണോ ഗ്രേറ്റർ പ്രോഡക്റ്റ് ഓഫ് ചാർജ്, ദാറ്റ് വിൽ ഹാവ് ഹയസ്റ്റ് ലാറ്റിസ് എനർജി. പ്രോഡക്റ്റ് ഓഫ് ചാർജ് സെയിം ആണെങ്കിൽ മാത്രം ഡിസ്റ്റൻസ് നോക്കിയാൽ മതി, അതായത് സൈസ് നോക്കിയാൽ മതി. ഫോർ എക്സാമ്പിൾ NaCl ഉം
ഫോർ എക്സാമ്പിൾ NaCl-ഉം NaBr-ഉം പ്രോഡക്റ്റ് ഓഫ് ചാർജ് 1:1, ഇവിടെ 1:1, പ്രോഡക്റ്റ് ഓഫ് ചാർജ് സെയിം. അപ്പം സൈസ് നോക്കുക. സൈസ് ഇവിടെ കൂടുതലാണ്. സൈസ് കൂടുതലാണെങ്കിൽ എന്താ പറ്റുക? ലാറ്റിസ് എനർജി കുറയും. സോ ബേസിക്കലി ഇതായിരിക്കും ആൻസർ. ഗോട്ട് ഇറ്റ്? ഫൈൻ. പ്രോഡക്റ്റ് ഓഫ് ചാർജ് സെയിം ആണെങ്കിൽ മാത്രം സൈസ് നോക്കിയാൽ മതി. ഓക്കെ മക്കളെ. നെക്സ്റ്റ് നിങ്ങൾക്കറിയാം ഫജാൻസ് റൂൾ. എല്ലാ അയണിക് ബോണ്ടിനും ദർ ഇസ് എ കോവേലന്റ് ക്യാരക്ടർ. ഇപ്പോൾ ഒരു ടിപ്പിക്കൽ ഐഡിയൽ അയണിക് ബോണ്ട് എന്ന് പറയുമ്പോൾ കാറ്റയോണും ആനയോണും ജസ്റ്റ് ടച്ച് ചെയ്തിരിക്കണം. പക്ഷേ ലിറ്ററലി ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കാറ്റയോൺ പോളറൈസസ് ദി ആനയോൺ. ആനയോണിനെ വലിച്ചെടുക്കും. There will be a slight overlap over here. There will be a covalent character. Every ionic bond has a covalent character and it is based on the polarization of the cation. അതായത് കാറ്റയോണിന്റെ ശക്തി, ആനയോണിനെ പോളറൈസ് ചെയ്യാനുള്ള ശക്തി ആൻഡ് പോളറൈസബിലിറ്റി ഓഫ് ദി ആനയോൺ. Okay, so it depends on certain factors. എല്ലാവരും നോക്കുക, as size of cation decreases, covalent character increases. So basically covalent character increases with is inversely proportional to size of cation. For example, LiCl, NaCl, KCl, RBCl, CSCl. കോവേലന്റ് ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ LiCl ആയിരിക്കും കൂടുതൽ. കാര്യം ആനയോൺ സൈസ് സെയിമാ, ബാക്കി എല്ലാം സെയിമാ. ചെറിയ കാറ്റയോൺ കൂടുതൽ കോവേലന്റ് ക്യാരക്ടർ. BeCl2, MgCl2, CaCl2, SrCl2, BaCl2. ചാർജ് ഓഫ് കാറ്റയോൺ സെയിമാ, ആനയോൺ സെയിമാ, സൈസ് ഓഫ് കാറ്റയോൺ മാത്രം നോക്കുക. Be ആണ് ഏറ്റവും ചെറുത്, കോവേലന്റ് ക്യാരക്ടർ കൂടുതൽ. സൈസ് ഓഫ് ആനയോൺ. As size of anion increases, covalent character increases. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ NaIയും NaClഉം NaIന് കൂടുതൽ കോവേലന്റ് ക്യാരക്ടറാണ്. കാര്യം എന്താ? ആനയോണിന്റെ സൈസ് കൂടുതലാണ്. നെക്സ്റ്റ് ചാർജ് ഓൺ അയോൺ. As charge on cation or anion increases, covalent character increases. അതേപോലെ തന്നെ cation with pseudo inert gas configuration has more covalent character. For example, AgClഉം NaClഉം എടുക്കുകയാണെങ്കിൽ AgClന് കൂടുതൽ കോവേലന്റ് ക്യാരക്ടർ ഉണ്ടാവും. കാര്യം എന്താ? Ag പ്ലസിന് സ്യൂഡോ ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ. ഈ സ്യൂഡോ ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ ഉണ്ടെങ്കിൽ എന്താ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, ഈ ഡി ഇലക്ട്രോൺസ് ഷീൽഡ് ചെയ്യില്ല. ഡി ഇലക്ട്രോൺസ് ഷീൽഡ് ചെയ്യാത്തതുകൊണ്ട് Ag+ന്റെ ന്യൂക്ലിയസ് ഷീൽഡിങ് അധികം ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ന്യൂക്ലിയർ ചാർജ് കൂടും. നിങ്ങളിത് പഠിച്ചിട്ടുണ്ട്. ഡി ഇലക്ട്രോൺസ് ചുറ്റുമുണ്ട്, പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ ശക്തി കൂടും, ന്യൂക്ലിയർ ചാർജ് കൂടും. അപ്പോൾ അത് ആനയോണിനെ നന്നായിട്ട് പോളറൈസ് ചെയ്യും, കോവേലന്റ് ക്യാരക്ടർ കൂടും. മനസ്സിലായല്ലോ മക്കളെ? ആ റീസണും അറിഞ്ഞു വെക്കുക മക്കളെ. ഓക്കെ, ഗോട്ട് ഇറ്റ്? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ABCD എന്ന് പറഞ്ഞാൽ 4 ഇത് വന്നിട്ടുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നോക്കണം. ഇതിൽ ബേസിക്കലി ചൂസ് ദ കറക്റ്റ് ആൻസേഴ്സ് ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ്. ഇതിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് കറക്റ്റ് എന്ന് നോക്കണം. ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. കോവേലന്റ് ഓർഡർ ഓഫ് കോവേലന്റ് ക്യാരക്ടർ KF ഗ്രേറ്റർ ദാൻ KI. KF ഗ്രേറ്റർ ദാൻ KI. മക്കളെ കാറ്റയോൺ സെയിം ആണ്. ആനയോണിന്റെ നോക്കുമ്പോൾ അയഡിൻ ഇസ് എ ബിഗർ ആനയോൺ. ആനയോണിന്റെ സൈസ് കൂടുമ്പോൾ കോവേലന്റ് ക്യാരക്ടർ കൂടുകയല്ല വേണ്ടേ. സോ ദിസ് ഇസ് റോങ്. യു നോ ദാറ്റ് KI ഷുഡ് ബി ഗ്രേറ്റർ ദാൻ KF. സോ ദിസ് ഇസ് റോങ്. അവിടെ തന്നെ തെറ്റി. നെക്സ്റ്റ് KI ഗ്രേറ്റർ ദാൻ KF, LIF ഗ്രേറ്റർ ദാൻ KF. അത് കറക്റ്റാ. LIF ഇസ് ഗ്രേറ്റർ ദാൻ KF. കാര്യം എന്താ? ലിത്യം ഇസ് സ്മോൾ കാറ്റയോൺ, potassium is bigger cation. So this is correct. SnCl4 greater than SnCl2. correct ആ? കാര്യം SnCl4 SN4+ ആ. കാറ്റയോൺ ചാർജ് കൂടുതലാണ്. കാറ്റയോൺ ചാർജ് കൂടുതലാണെങ്കിൽ കോവേലന്റ് ക്യാരക്ടർ കൂടും. CuCl greater than NaCl. അതും കറക്റ്റാ. CuCl pseudo inert gas configuration ആണ്. So that is also correct. Next LIF greater than KF കറക്റ്റാ. പക്ഷേ CuCl less than NaCl അത് തെറ്റാ. KF less than KI അത് കറക്റ്റാ. CuCl greater than NaCl അതും കറക്റ്റാ. സോ ബേസിക്കലി ബിയും സിയും ഇയും കറക്റ്റാണ്. ഓപ്ഷൻ 4 ആണ് കറക്റ്റായിട്ട് വരും. ഗോട്ട് ഇറ്റ്? ഓക്കെ ആണോ മക്കളെ? ഇനി എല്ലാവരും നോക്കുക. ലാസ്റ്റ് ഒരു കാര്യം കൂടി സാറ് പറഞ്ഞുതരാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഹൗ ടു ഫൈൻഡ് നമ്പർ ഓഫ് p-pi d-pi bonds. ഇത് പല നീറ്റ് സ്റ്റുഡൻസിനും പറ്റുന്നൊരു
പ്രശ്നമാണ്. എന്താണ് ഡി പൈ പി പൈ ബോണ്ട്? അതിൻ്റെ എണ്ണം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ SO4 2- എടുത്തു. ഞാൻ നിങ്ങളോട് ചോദിക്കുക SO4 2- എത്ര പി പൈ ഡി പൈ ബോണ്ട് ഉണ്ട്? ഇതിനൊരു ട്രിക്ക് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ പി പൈ ഡി പൈ ബോണ്ട് എന്ന് വെച്ചാൽ എന്താ? പി പൈ ഡി പൈ ബോണ്ട് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ പൈ ബോണ്ട് വെയർ ഒരു ആറ്റം പി ഓർബിറ്റിലും മറ്റേ ആറ്റം ഡി ഓർബിറ്റിലും യൂസ് ചെയ്ത് പൈ ബോണ്ട് ഫോം ചെയ്യുന്നു. ദാറ്റ് ഇസ് എ പി പൈ ഡി പൈ ബോണ്ട്. പി പൈ ഡി പൈ എന്ന് വെച്ചാൽ ഒരാറ്റം പി ഓർബിറ്റിലും മറ്റേ ആറ്റം ഡി ഓർബിറ്റിലും യൂസ് ചെയ്യുന്നു. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുക SO4 2- എത്ര പി പൈ ഡി പൈ ഉണ്ട്? ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക, ഡി പൈ ബോണ്ട് പി പൈ ഡി പൈ ഫോം ചെയ്യണമെങ്കിൽ അതിൽ ഒരാറ്റമെങ്കിലും സെക്കൻഡ് പീരീഡിന് താഴ്ത്തായിരിക്കണം. ഡി ഓർബിറ്റൽസ് അവൈലബിൾ ആയിരിക്കണം. സെക്കൻഡ് പീരീഡ് എലമെന്റ്സിന് എന്തായാലും ഡി പൈ ബോണ്ട്സ് കാണിക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ NO3- എത്ര പി പൈ ഡി പൈ ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ 0 എന്ന് പറഞ്ഞോ. കാര്യം നൈട്രജനും ഡി ഓർബിറ്റിലില്ല, ഓക്സിജനും ഡി ഓർബിറ്റിലില്ല. CO3 2- എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0 എന്ന് പറഞ്ഞോ. കാർബണും ഡി ഓർബിറ്റിലില്ല, ഓക്സിജനും ഡി ഓർബിറ്റിലില്ല. SO4 2- എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാറ് പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടത്. ഫസ്റ്റ് എല്ലാവരും നോക്കുക, ഹൈബ്രിഡൈസേഷൻ കാണുക. ഹൈബ്രിഡൈസേഷൻ എന്ന് വെച്ചാൽ എന്താ? നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഓൺ സെൻട്രൽ ആറ്റം. നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഓൺ സെൻട്രൽ ആറ്റം എത്ര? 6. സൾഫർ ആണല്ലോ. പ്ലസ് നമ്പർ ഓഫ് മോണോ വാലൻ ആറ്റം 0 പ്ലസ് ആനയോൺ ചാർജ് ഡിവൈഡഡ് ബൈ 2. 6 + 2/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. 4 എന്ന് പറയുമ്പോൾ sp3 ആണ്. അപ്പോൾ എല്ലാവരും നോക്കിക്കേ, സൾഫറിൻ്റെ 3s ഓർബിറ്റിലും ഈ 3 3p ഓർബിറ്റിലും പിന്നെ ഡി ഓർബിറ്റിലും ഉണ്ട് കേട്ടോ. ഡി ഓർബിറ്റിലും ഇവിടെ ഉണ്ട്. ഹൈബ്രിഡൈസേഷൻ sp3 ആണെന്ന് മനസ്സിലായി. സൾഫറിൽ എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്? 6 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. സൾഫറിൽ എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്? 6 എണ്ണം. ഓക്കെ. SO4 2- എത്ര സിഗ്മ ബോണ്ട്സ് ഫോം ചെയ്യണം? 4 എണ്ണം. അപ്പോൾ എല്ലാവരും നോക്കിയേ, ഈ 6 ഇലക്ട്രോൺസിനെ റാൻഡമായിട്ട് ഇങ്ങനെ കൊടുക്കുക. അതായത് സിംഗിൾ ഇലക്ട്രോൺ വെച്ച് കൊടുക്കുക. S ഓർബിറ്റിൽ ഒരെണ്ണം, 3 p ഓർബിറ്റിൽ ഒരെണ്ണം, ഡി ഓർബിറ്റിൽ ഒരെണ്ണം വെച്ച് റാൻഡമായിട്ട് ഇങ്ങനെ കൊടുക്കുക. ഓക്കെ. എന്നിട്ട് നിങ്ങൾക്കറിയാം ഈ എസും ഈ 3p ചേർന്ന് 4 sp3 ഫോം ചെയ്യും. ആൻഡ് sp3 hybrid orbitals only form sigma bonds. sp3 hybrid orbitals only form sigma bonds. അപ്പോൾ ഇവന്മാരാരും പൈ ബോണ്ട് ഫോം ചെയ്യില്ല. 4 സിഗ്മ ബോണ്ട് ഉണ്ട്. എല്ലാവരും നോക്കിയേ, 4 സിഗ്മ ബോണ്ട് ഇവിടെ ഉണ്ട്. 4 സിഗ്മ ബോണ്ട് ഉണ്ട്. ഈ 4 എണ്ണം ഫോം ചെയ്യുന്നത് sp3 hybrid orbitals ആണ്. ബാക്കിയുള്ള 2 ഇലക്ട്രോൺസ് നോക്കിക്കേ, ഡി ഓർബിറ്റലിലാണ് കിടക്കുന്നത്. ബാക്കിയുള്ള 2 ഓർബിറ്റൽസ് ഡി ഓർബിറ്റലാണ് കിടക്കുന്നത്. അപ്പൊ ഈ ഒരു ഇലക്ട്രോണും ഹൈബ്രിഡ് ഓർബിറ്റൽസ് അല്ല. അവര് ബേസിക്കലി പൈ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു പൈ ബോണ്ടും ഇവിടെ ഒരു പൈ ബോണ്ടും, 2 പൈ ബോണ്ട്സ് ഉണ്ടാവും. അതിൽ 2 ഡി പൈ പി പൈ, അതായത് ഓക്സിജന്റെ പി ഓർബിറ്റലും സൾഫറിന്റെ ഡി ഓർബിറ്റലും. ഇവിടെയും ഓക്സിജന്റെ പി ഓർബിറ്റൽ, സൾഫറിന്റെ ഡി ഓർബിറ്റൽ. സോ ബേസിക്കലി 2 d pi p pi bonds will be formed. 2 p pi d pi അല്ലെങ്കിൽ d pi p pi d pi bonds will be formed. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ വേറെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ ട്രിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജാതകം മൊത്തം കിട്ടി. നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ്, നമ്പർ ഓഫ് ലോൺ പെയർ, നമ്പർ ഓഫ് പൈ ബോണ്ട്സ്, ഷേപ്പ്, ജോമെട്രി എല്ലാം കിട്ടും. അപ്പോൾ ഞാൻ വേറെ എണ്ണം കാണിച്ചു തരാം. PO4 3- എത്ര ഡി പൈ പി പൈ ബോണ്ട്സ് ഉണ്ടെന്ന് നോക്കാം. ആദ്യം എന്താ ചെയ്യേണ്ടത്? ഹൈബ്രിഡൈസേഷൻ കണ്ടെത്തുക. ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് 5 ആണ്. നമ്പർ ഓഫ് മോണോ വാലന്റ് ആറ്റംസ് അറ്റാച്ച് 0 പ്ലസ് 3/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ഓക്കെ. ഇനി എന്താ ചെയ്യേണ്ടത്? എസ് ഓർബിറ്റിലും പി ഓർബിറ്റിലും ഡി ഓർബിറ്റിലും ചേർത്ത് വരയ്ക്കുക. ഓക്കെ. എന്നിട്ട് എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട് നോക്കുക. ഫോസ്ഫറസിൽ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം. അപ്പോൾ 1 2 3 4 5. ഓക്കെ. അതിൽ sp3 ഹൈബ്രിഡൈസേഷൻ, ഇത് sp3 ഹൈബ്രിഡൈസേഷൻ ആണല്ലോ. sp3 ഹൈബ്രിഡൈസേഷൻ ബേസിക്കലി ഇവന്മാരെ മൊത്തം കൊണ്ടുപോയി 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. ബാക്കിയുള്ള ഒരു ഡി ഓർബിറ്റലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഇവൻ അൺഹൈബ്രിഡൈസ്ഡാണ്. അവനായിരിക്കും പൈ ബോണ്ട് ഫോം ചെയ്യാൻ പോകുന്നത്. സോ PO4 3- സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. PO4 3- ഇസ് ദിസ്. ഇതിൽ ഈ സിഗ്മ ബോണ്ട്സ് ഫോം ചെയ്യുന്നത് sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ്. പൈ ബോണ്ട് ഫോം ചെയ്യുന്നത് p pi d pi ആണ്. സോ ബേസിക്കലി 1 p pi d pi.
1 p pi d pi. ഓക്കെ ആണോ മക്കളെ? ഗോട്ട് ഇറ്റ്? വേറെ ഒരെണ്ണം കാണിച്ചു തരാം. CO3 2 മൈനസ്. CO3 2 മൈനസിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം ദർ ഇസ് 0 p pi d pi. ദർ ഇസ് 0 p pi d pi. കാര്യം ഡി ഓർബിറ്റൽസ് ഇല്ല കാർബണും ഓക്സിജനും. പക്ഷെ വേറൊരു ചോദ്യം വരാം, എത്ര പൈ ബോൺസ് ഉണ്ട്? എത്ര പൈ ബോൺസ് ഉണ്ട് എന്നൊരു ചോദ്യം വരാം. എല്ലാവരും നോക്കുക, ഹൈബ്രിഡൈസേഷൻ നോക്കുക. ഹൈബ്രിഡൈസേഷൻ ഇസ് ഈക്വൽ ടു sp2. അപ്പോൾ കാർബണിൻ്റെ s ഓർബിറ്റിലും കാർബണിൻ്റെ p ഓർബിറ്റിലും വരയ്ക്കുക. കാർബണ് ഡി ഓർബിറ്റിലില്ല. ഓക്കെ, കാർബണിൽ എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്? 4. 1 2 3 4. 1 2 3 4. അതിൽ ഈ എസിനെയും ഈ 2 പിന്നെയും ആര് കൊണ്ടുപോയി? 3 sp2 കൊണ്ടുപോയി. ബാക്കിയുള്ള ഒരു അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ അവനാണ് പൈ ബോണ്ട് ഫോം ചെയ്യുക. അപ്പം ഒരു പൈ ബോണ്ട് ഉണ്ടാവും. ഒരു പൈ ബോണ്ട് ഉണ്ടാവും. കണ്ടാ നമുക്ക് എന്തൊക്കെ കിട്ടിയെന്ന് നോക്കിയേ. ഈ ഡേറ്റ വെച്ചിട്ട് നമ്പർ ഓഫ് പൈ ബോൺസ് വരെ നമ്മൾ ഒപ്പിച്ചു. കംപ്ലീറ്റ് ജാതകം നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഇനി എന്ത് ക്വസ്റ്റൻ വേണ്ട? വേറൊരു ക്വസ്റ്റൻ ജയിൽ ചോദിച്ചൊരു ചോദ്യമാണ്. XeO3F2 എത്ര പൈ ബോൺസ് ഉണ്ട്? സ്ട്രക്ചർ അറിയാത്ത ഒരാൾക്ക് എന്താ ചെയ്യുക? എത്ര പൈ ബോൺസ് ഉണ്ട്? നമ്മൾ എന്ത് ചെയ്യും? നമ്മളിപ്പോൾ ഈ പഠിച്ച ട്രിക്ക് ഹൈബ്രിഡൈസേഷൻ എന്താണ്? 8 + 2/2 10/2. ദാറ്റ് ഇസ്, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ദിസ് ഇസ് 1 p pi p pi. ഓക്കെ, ദിസ് ഇസ് p pi ബോണ്ട്. p pi d pi അല്ല, p pi. കാര്യം ഓക്സിജന്റെ p ഓർബിറ്റിലും കാർബണിന്റെ p ഓർബിറ്റിലും. ഇനി XeO3F2 നോക്കാം. 10/2 5. ഹൈബ്രിഡൈസേഷൻ 5 ആണ്. ഓക്കെ, അടുത്ത എന്താ ചെയ്യേണ്ടത്? s ഓർബിറ്റിലും p ഓർബിറ്റിലും സെൻ എന്ന് പറഞ്ഞാൽ ഡി ഓർബിറ്റൽസ് ഉണ്ട്. സെനന് ഡി ഓർബിറ്റൽസ് ഉണ്ട്. അപ്പോൾ ഡി ഓർബിറ്റൽസ് വരയ്ക്കാം. എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്? എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട് സെനന്? 8 വാലൻസ് ഇലക്ട്രോൺസ്. 1 2 3 4 5 6 7 4 s 4 4 8. ഓക്കെ, ഈ 8 ഇലക്ട്രോൺസ് ഇങ്ങനെ എടുക്കുക, റാൻഡം ആയിട്ട് ഒരെണ്ണം വെച്ച് കൊടുക്കുക. ഓക്കെ, ഇതാണ് ട്രിക്ക്. ഇനി നമുക്കറിയാം ഹൈബ്രിഡൈസേഷൻ വരാൻ പോകുന്നത് sp3d ആണ്. sp3d എന്ന് പറയുമ്പോൾ ഈ എസും 3 പിയും ഒരു ഡിയും ചേർന്ന് sp3d, അതായത് 5 sp3d. ബാക്കിയുള്ള 3 അൺപെയർഡ് ഇലക്ട്രോൺസ്, ഡി ഓർബിറ്റൽസിലുള്ള അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ് പൈ ബോണ്ട് ഫോം ചെയ്യാൻ പോകുന്നത്. there will be 3 p pi d pi. 3 p pi d pi. കണ്ടാ എന്ത് പെട്ടെന്ന് കിട്ടി നോക്കിയേ മക്കളെ. സ്ട്രക്ചർ നോക്കിയാൽ തന്നെ അറിയാം. സെനൻ XeO2F2ന്റെ സ്ട്രക്ചർ, O3F2ന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ ആണോ മക്കളെ? സെറ്റാണോ മക്കളെ? സെറ്റാണോ? ഞാൻ വേറെ ഒരെണ്ണം കാണിച്ചു തരാം. SO3 എത്ര d pi p pi ഉണ്ട്? ആദ്യം എന്താ നോക്കണ്ടേ? ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ sp2 ആണ്. പിന്നെന്താണ്? അറ്റോമിക് ഓർബിറ്റൽസ് വരയ്ക്കുക. സൾഫറിന് ഡി ഓർബിറ്റൽസ് ഉണ്ട്. എന്തായാലും സൾഫറിന് ഡി ഓർബിറ്റൽസ് ഉണ്ട്. ഓക്കെ, എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട് സൾഫറിന്? 6. അപ്പോൾ 1 2 3 4 5 6. അതിൽ 3 sp2നെ, ഈ എസിനെയും 2 പിന്നെയും ചേർത്ത് 3 sp2 പോകും. പിന്നെയുള്ള ഈ അൺപെയർഡ് ഇലക്ട്രോൺസ് 1 2 3 പൈ ബോൺസ് ഫോം ചെയ്യും. സോ ബേസിക്കലി ഇവിടെ ഫോം ചെയ്യാൻ പോകുന്നത് ഒരു പി ഓർബിറ്റിൽ ഒരു പൈ ബോണ്ട് ഫോം ചെയ്യും, 2 ഡി ഓർബിറ്റിലും ഫോം ചെയ്യും. സോ ബേസിക്കലി ഇവിടെ 1 p pi ആൻഡ് 2 p pi d pi ബോണ്ട്സ്. അതായത് SO3യുടെ സ്ട്രക്ചർ നോക്കിയാൽ അറിയാം. അതിൽ ഒരു പൈ ബോണ്ട് എന്ന് പറയുന്നത്, ഒരു പൈ ബോണ്ട് വിൽ ബി p pi ആൻഡ് ദി അതർ 2 വിൽ ബി d pi. ഒരു പൈ ബോണ്ട് പി ഓർബിറ്റിലാണ് യൂസ് ചെയ്യുന്ന സൾഫർ. ബാക്കി 2 എണ്ണത്തിനും ഡി ഓർബിറ്റിൽ യൂസ് ചെയ്യും. ഒരെണ്ണത്തിന് പി ഓർബിറ്റിലും ബാക്കി 2 എണ്ണത്തിന് ഡി ഓർബിറ്റിലും. ഓക്കെ ആണോ മക്കളെ? ഗോട്ട് ഇറ്റ്? സോ ദാറ്റ്സ് ഇറ്റ്. നമുക്കിവിടെ നിർത്താം. നമ്മൾ ഏതാണ്ട് 2-2.5 മണിക്കൂർ നിന്നു, കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു മക്കളെ. അപ്പോൾ ജാതകം, മോളിക്യൂളിൻ്റെ ജാതകം, ഷേപ്പ്, ജോമെട്രി, നമ്പർ ഓഫ് സിഗ്മ ബോൺസ്, നമ്പർ ഓഫ് ലോൺ പെയർസ്, നമ്പർ ഓഫ് p pi d pi ബോൺസ്, നമ്പർ ഓഫ് പൈ ബോൺസ്, ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരിക മെയിനായിട്ട്. അതാണ് എല്ലാത്തിനും ട്രിക്ക് ഉണ്ട്. നമ്പർ ഓഫ് സിഗ്മ ബോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് സറൗണ്ടിങ് ആറ്റംസ്. ഹൈബ്രിഡൈസേഷൻ എന്ന് വെച്ചാൽ എന്താ? ഫോർമുല നമുക്കറിയാലോ.
നമ്പർ ഓഫ് ലോൺ പേഴ്സ് എന്താ? ഹൈബ്രിഡൈസേഷൻ മൈനസ് നമ്പർ ഓഫ് സിഗ്മ ബോൺസ്. ഷേപ്പ് എന്ന് വെച്ചാൽ എന്താ? VSEPR ഉപയോഗിച്ചിട്ട് ട്രിക്ക്. ജോമെട്രി എന്താ? അതും VSEPR ഉപയോഗിച്ചിട്ട്. നമ്പർ ഓഫ് DPi PPi ബോൺസ് ഇപ്പോൾ ഉപയോഗിച്ച ട്രിക്ക്. Got it? So that's it, makale. Fine. So that's it. Love you guys. Stay healthy, stay happy, stay motivated.